വളരെ ഞെട്ടലോടെയാണ് മുഖ്യമന്ത്രി ജനങ്ങളോട് കള്ളം പറയുന്നതെന്ന് കണ്ടത്. ഗവേണൻസ് പ്രയോറിറ്റി ഈസ് ദിസ്. നിങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരെ മുഴുവൻ ഇല്ലാതാക്കുക, മിണ്ടാൻ പാടില്ല, ഞാൻ മാത്രമാണ് ഇവിടെ. അല്ല, ഈ കാലിത്തൊഴുത്തുണ്ടാക്കാനും ചുറ്റുമതിൽ കെട്ടാനും സ്വിമ്മിംഗ് പൂൾ പണിയാനും ഒക്കെ തീരുമാനം എടുക്കുമ്പോൾ അത് നെഗറ്റീവ് ആകുമെന്ന് പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. നമ്മളൊരു ഡിഫറെൻ്റ് ഒപ്പീനിയൻ പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമ്മളൊക്കെ അങ്ങ് ടാർഗറ്റ് ചെയ്യാം. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മീ. ഈ നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞാൽ 15 വർഷം മുമ്പ് ഇന്ത്യയിലെ ബാക്കി എല്ലാ സ്റ്റേറ്റിലും തീർന്ന പ്രോജക്റ്റാണ്. നമ്മൾ ഇന്ന് 2026 റോഡ് കംപ്ലീറ്റ് ആവുന്നതിനെ പറ്റി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു ഭരണാധികാരി ബ്രാൻഡിങ് മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള പണി നടക്കാതെ പോകും. പിണറായി എങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ? അദ്ദേഹത്തിന് എതിരൊരു അഭിപ്രായം കേൾക്കുന്നത് അങ്ങനെ ഇഷ്ടമല്ല. നല്ലതായിട്ട് കാണുന്ന ചിലരുണ്ട്. അവരുടെ കാഴ്ചപ്പാടിൽ അത് ഭയങ്കര ദൃഢനിശ്ചയമാണ്, അല്ലേ? അതാണ് ഇരട്ടച്ചങ്കെന്ന് പറയുന്നത്. അപ്പോൾ ചിലർ അതിനെ അങ്ങനെയാണ്. പക്ഷേ അഭിപ്രായം പറയാൻ അകത്തും പാടില്ല, പുറത്തും പാടില്ല, എല്ലാവരും വാമൂടി മിണ്ടാതെ, എന്താ പറയുക, രാജാവ് തിരുമനസിൻ്റെ മനസ്സിലുള്ളതുപോലെ മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോകണമെന്നുള്ള ആ ഒരു അപ്രോച്ചാണ്. പക്ഷെ ആദ്യ ഭരണത്തിൽ ഭേദമായിരുന്നു ശിവശങ്കർ ഉണ്ടായിരുന്നപ്പോഴല്ലേ? ആക്ച്വലി അതൊരു സത്യമാണ്. ശിവശങ്കർ സാർ ഇരുന്ന സമയത്ത് ഓഫീസ് നന്നായിട്ട് പ്രവർത്തിക്കുമായിരുന്നു. അദ്ദേഹത്തിന് അതിനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആൾ എന്തെങ്കിലും പറഞ്ഞാൽ അതാണ് ആ പ്രയോറിറ്റി. അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ആൾക്കാർ സ്റ്റേറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാലും അത് എടുക്കില്ല. നമസ്കാരം. 10 വർഷം നീണ്ട പിണറായി വിജയൻ്റെ ഭരണം അവസാനിച്ചിരിക്കുന്നു. ഞാൻ സാധാരണഗതിക്ക് ദുർഭരണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ എൻ്റെ അതിഥി ഒരു IAS കാരനായതുകൊണ്ട് ഭരണം എന്ന് പറയുന്നു. ഈ 10 വർഷം എങ്ങനെയാണ് പിണറായി വിജയൻ ഭരിച്ചത്? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ? എങ്ങനെയാണ് 10 വർഷം കൊണ്ട് ഈ ജനത ഇത്രമാത്രം പിണറായി വിജയനെ വെറുത്തത്? നമുക്ക് 1.5 വർഷമായി സസ്പെൻഷനിലിരിക്കുന്ന എൻ പ്രശാന്തിനോട് ഈ ക്ലോസിംഗ് സെറമണി പോലെ ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. താങ്ക് യു. എന്നെ സുഖമായിരിക്കുന്നു. പിണറായിയുടെ ഭരണം അവസാനിച്ചിരിക്കുകയാണ്. ഇനി അങ്ങനെ ഒരു ഭരണം തിരിച്ചു വരുമെന്ന് കരുതുന്നില്ല. പിണറായിയെപ്പോലൊരു ഭരണാധികാരിയോ ഇനി കേരളത്തിൽ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഭരണത്തിൻ്റെ ഭാഗമായിരുന്നു, ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഭരണത്തിൻ്റെ ഭാഗമായിരുന്നു. അതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു വലിയൊരു വീഴ്ച ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയൊന്ന് ചുരുക്കി പറയാം? എന്തുകൊണ്ടായിരിക്കും പിണറായിയുടെ ഭരണം ഈ പെട്ടെന്ന് ഇത്രയധികം പബ്ലിസിറ്റി കൊടുത്ത്, 200 കോടിയിലധികം രൂപ കൊടുത്ത്, അവസാന നാളുകളിൽ വലിയ പബ്ലിസിറ്റി കൊടുത്ത് ആത്മവിശ്വാസത്തോടെ നിന്ന് ഈ ഭരണം ഇത്രയും മോശമായി, ഇത്രയും ദാരുണമായി ഇല്ലാതായത് എന്തുകൊണ്ടായിരിക്കും? എനിക്ക് തോന്നി ആ ഒരു ഇലക്ഷൻ റിസൾട്ടിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, നമ്പേഴ്സ്, ആ ഷിയർ നമ്പേഴ്സാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഭരണത്തിലെന്തോ കുഴപ്പമുണ്ടായിരുന്നു എന്ന്. ഇപ്പോൾ കഷ്ടിച്ച് തോറ്റിരുന്നെങ്കിൽ ആൾക്കാർക്ക് അത്രയും മനസ്സിലാവണമെന്നില്ല. ഇത് വളരെ ശക്തമായിട്ടുള്ളൊരു ക്യാമ്പയിനും പ്രൊപ്പഗാൻഡയും യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചിട്ട് മറ്റൊരു ഇത് ഫേസ് പ്രസൻറ്റ് ചെയ്യാൻ നോക്കുന്നത്, ഇതൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സക്സസ്സാണ് കുറേ കാലം നമ്മൾ കാണുകയും ചെയ്തത്. ബട്ട് ഫൈനലി അത് ബ്രേക്ക് ഡൗൺ ചെയ്തു എന്ന് കാണുമ്പം മലയാളിക്ക്, ഒരു സാധാരണക്കാരന്, വോട്ടർക്ക് ഉള്ള ഒരു നോളജ്, ആ ഒരു തിരിച്ചറിവ്, അവന് ആക്ഷൻ എടുക്കാനുള്ള ഒരു ശേഷി, അതാണ് നമുക്ക് സത്യത്തിൽ കാണുന്നത്. ഈ ഒരു 10 വർഷത്തെ പീരിയഡ് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ യാഥാർത്ഥ്യങ്ങളും പറച്ചിലും തമ്മിലുള്ള ഒരു വ്യതിയാനം. ഇപ്പോൾ നമ്മൾ ഒരു ഫാക്റ്റ് ക്ലെയിം ചെയ്യുകയാണ്, ഇത്രയും വീട് വെച്ചു എന്ന് ക്ലെയിം ചെയ്യുകയാണ്. ഉദാഹരണത്തിന് നമുക്കറിയാം, പല സ്കീമുകളിൽ എത്രയോ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ, കേരളത്തിലൊക്കെ തന്നെ വീടുകൾ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിവിടെ ലക്ഷം വീട് അന്ന് പണ്ടുണ്ടായ, പിന്നെ ശ്രീ MN ഗോവിന്ദൻ നായരുടെ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായി EMS ഭവന പദ്ധതി ഉണ്ടായിരുന്നു. പ്രൈം മിനിസ്റ്റേഴ്സ് ഇന്ദിരാവാസ് യോജന, അങ്ങനെ പലതുണ്ട്. അപ്പം ഇത് പല എന്താ പറയുക, ചാനലുകളിലൂടെ പല വീടുകൾ, പല സ്കീമുകളിൽ, പിന്നെ SC/ST വിഭാഗങ്ങൾക്ക് വേറെ, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെല്ലാത്തിനെയും യോജിപ്പിച്ചിട്ട് ഒരു ലേബൽ ഒട്ടിച്ചിട്ട് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ എന്തോ വന്നു എന്ന് ജനത്തിന് തോന്നും. ദാറ്റ് ഇസ് ദ പവർ ഓഫ് ബ്രാൻഡിങ്. അപ്പോൾ യഥാർത്ഥത്തിൽ മുമ്പ് കൊടുത്തുകൊണ്ടിരുന്നതിനെക്കാട്ടിലും എണ്ണം കുറഞ്ഞാലും പീപ്പിൾ വിൽ നോട്ട് റിയലൈസ്. ആൾക്കാർ വിചാരിക്കുക 0-ൽ നിന്ന് പെട്ടെന്ന് 5 ലക്ഷം, ഓ മൈ ഗോഡ്, ഭയങ്കര എന്തോ പുതുമ സംഭവിച്ചു എന്നുള്ളത്. ഇതാണ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പാക്കേജിങ്ങിൻ്റെ ഒരു പവർ. പാക്കേജിങ് വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ യഥാർത്ഥത്തിലുള്ള പണിയും കൂടെ നടക്കണ്ടേ. നമ്പേഴ്സ് അല്ല, അപ്പോൾ ഈ ലൈഫ് മിഷൻ്റെ കാര്യം തന്നെ എടുത്താൽ അത് ഈ പാക്കേജിങ് തന്നെ ആയിരുന്നു തന്നെയാണല്ലേ? ഏതാണ്ട് ഇത്തരത്തിൽ തന്നെ വീടുകൾ മുമ്പും
കൊടുക്കുന്നുണ്ടായിരുന്നു ഏകദേശം. നമ്പേഴ്സ് കുറയുകയും ചെയ്തു, ഇപ്പോൾ കുറഞ്ഞു, വളരെയധികം കുറഞ്ഞു. ലൈഫിനകത്ത് വന്നതിന് ശേഷം SC ST വിഭാഗക്കാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ശരിക്കും ഡ്രാസ്റ്റിക്കായിട്ട് കുറഞ്ഞു പോയി. നമ്മളവിടെ പൈസ പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും വർക്ക് നടക്കുന്നില്ലായിരുന്നു. ആ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്തുകൊണ്ട് എനിക്ക് അറിയാവുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മിനിസ്റ്റർ പലതവണ മീറ്റിംഗ് എടുക്കുകയും ഒക്കെ ശ്രമിച്ചതാണ്. പക്ഷേ ലൈഫിൽ പൈസ പാർക്ക് ചെയ്തിടുന്നു, വർക്ക് നടക്കുന്നില്ലായിരുന്നു. ടോട്ടൽ നമ്പേഴ്സ് കുറഞ്ഞു. ഇതേ പ്രശ്നം മത്സ്യത്തൊഴിലാളി മേഖലയിലും ഉണ്ടായിരുന്നു. അപ്പോൾ പല സെക്ടറുകളും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെ നേരിട്ട് വീട് വെച്ച് നല്ല രീതിയിൽ നടന്നിരുന്നത് പോലും നിന്ന് പോവുകയാണ്. അതെല്ലാം കൂടി ലൈഫ് മിഷനാക്കി. ഒരു ബ്രാൻഡിങ്ങിന് വേണ്ടി അതൊക്കെ ചെയ്തു, പക്ഷേ ബ്രാൻഡിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചു. ഞാൻ പറയുന്നത് ബ്രാൻഡിങ് മോശമാണെന്നല്ല, ആവാം. ഒരു ഭരണാധികാരി ബ്രാൻഡിങ് മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള പണി നടക്കാതെ പോകും. ഇതിപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇതേ അവസ്ഥ വന്നു എന്നുള്ളതാണ്. അപ്പോൾ മറത്തൊരു അഭിപ്രായം ആർക്കും പറയാൻ പാടില്ല. നമ്മളൊരു കിഫ്ബിയിൽ സംഭവിച്ചത് തന്നെ ആയിരിക്കും അല്ലേ? കിഫ്ബിയും ഒരു തരത്തിൽ റീപാക്കേജിങ് ആണ് സത്യത്തിൽ. കാരണം അതാത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡിൽ നിന്ന് ചിലവാക്കിക്കൊണ്ടിരുന്ന ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്, ഇപ്പോൾ റോഡ് പണിയുന്നു, അല്ലെങ്കിൽ പാലങ്ങൾ ഉണ്ടാക്കുന്നു, സ്കൂളുകൾ നന്നാക്കുന്നു, ഇതൊക്കെ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരുന്നതാണ് പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ. അപ്പോൾ അവിടെയുള്ള പ്ലാൻ ഫണ്ട് വെട്ടിച്ചുരുക്കിയതിന് ശേഷം ആ പൈസ മുഴുവനും ടാക്സ് വാങ്ങുമ്പോൾ തന്നെ നേരെ കിഫ്ബിയിലോട്ട് പോവല്ലേ, നമ്മുടെ സെസ്സും മറ്റേയൊക്കെ. അപ്പോൾ എന്നിട്ട് കിഫ്ബിയുടെ കീഴിൽ ഡിപ്പാർട്ട്മെൻറ്റ് അറിയാതെ ഇതേ ഇറ്റ് കുഡ് ബി ദ സെയിം തിങ്, അല്ലെങ്കിൽ അവിടെ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. പക്ഷേ എത്ര കോടി ചിലവാക്കി എന്ന് പറയാൻ പറ്റും. മനസ്സിലായി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ SC ST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ആവശ്യം വേണ്ടിയിരുന്ന പലതിനും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. അതേസമയം കിഫ്ബി വഴി ഒരു 13 കെട്ടിടങ്ങൾ പണിത് ഞങ്ങൾക്ക് കൈമാറി. ഈ 13 കെട്ടിടങ്ങൾ എന്തിനാണെന്ന് ഡിപ്പാർട്ട്മെൻറ്റിന് അറിയില്ല. ആർക്കും ആവശ്യമില്ലാത്ത, ഡിമാൻഡ് ഇല്ലാത്ത, അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാതെ ആ 13 കെട്ടിടങ്ങൾ ഒഴിഞ്ഞു കിടക്കണം. ഡിപ്പാർട്ട്മെന്റ് അങ്ങോട്ട് ചോദിച്ചിട്ടില്ല അങ്ങനെ കെട്ടിടം വേണമെന്ന്? ഇല്ല, അങ്ങനെയൊന്നും ഡിപ്പാർട്ട്മെൻറ്റിലെ രേഖകൾ കാണുന്നില്ല. നമ്മളോട് തരുന്നു, ഇതാ നിങ്ങൾക്ക് കെട്ടിടം പണം തന്നിരിക്കുന്നു പറയുന്നു എന്ന് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് കിഫ്ബിയുടെ ഡിസിഷൻ. ഇതാണല്ലോ പറയുന്നത്. മന്ത്രിമാർക്ക് അതാത് വകുപ്പിൻ്റെ പുറത്ത് ഒരു കൺട്രോളും ഇല്ല. ഇത് കിഫ്ബി അങ്ങ് തീരുമാനിക്കുകയാണ്. കിഫ്ബിയിൽ ക്യാബിനറ്റ് റാങ്കോടുകൂടെ എബ്രഹാം സാർ ഇരിക്കുന്നു, ചെയർമാനായിട്ട് ചീഫ് മിനിസ്റ്റർ. ഭരണ സംവിധാനത്തെ കംപ്ലീറ്റ് അങ്ങ് പൊളിക്കുക, അതിനൊരു സെൻസ് ഇല്ലാതാക്കി കളഞ്ഞു. ഇപ്പോൾ ഈ 13 കെട്ടിടങ്ങൾ SC ST ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടെങ്കിൽ എനിക്കറിയില്ല മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതുപോലെ എന്തൊക്കെ കിടപ്പുണ്ടാവുന്നു. ആവശ്യമില്ലാത്ത അസറ്റ്സ്, ഡിമാൻഡില്ല. ഡിമാൻഡ് സാധാരണ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പ്രോജക്റ്റാക്കി വെച്ച് അതിനാണ് ഫണ്ട് സാധാരണ ബഡ്ജറ്റ് എന്നൊക്കെ വയ്ക്കുക, അതിനാണ് അസംബ്ലിയിൽ ചർച്ച ചെയ്യും, അങ്ങനെയൊക്കെയാണ് സാധാരണ ഒരു പ്രോജക്റ്റ് വരിക. ഇതിപ്പോൾ അസംബ്ലിയുടെ മേൽനോട്ടമേ ഇല്ലല്ലോ. ഇത് കിഫ്ബിയുടെ ചെയർമാൻ, കിഫ്ബിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അതായത് ഞാനും സുഭദ്രയും എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സെറ്റപ്പിൽ അവിടെ എന്തും ചെയ്തങ്ങ് പോകുന്ന ഒരു അവസ്ഥ. അപ്പോൾ കേവലം കടം വാങ്ങുന്ന പഴുതിനപ്പുറത്തേക്ക് ഒരു പക്ഷേങ്കിൽ ഒരു അഴിമതിയുടെ ഒരു പുതിയ വാതായനമായി ഇത് മാറിക്കാണാം. അഴിമതി എനിക്ക് പ്രത്യക്ഷത്തിൽ അറിയില്ല, പക്ഷേ സെൻട്രലൈസേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും സെൻട്രലൈസേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ടെങ്കിൽ സെൻട്രലൈസേഷൻ ഓഫ് കറപ്ഷൻ്റെ സാധ്യത കൂടുന്നുണ്ട്. അല്ല, മറ്റു വകുപ്പുകളുടെ ബഡ്ജറ്റ് അപ്പോൾ കുറഞ്ഞു കാണുന്നില്ല, കുറഞ്ഞു. അവസാനത്തെ സാമ്പത്തിക വർഷം നമുക്കറിയാമല്ലോ, കട്ട് ചെയ്ത് അവസാനം 20% നമ്മൾ പ്രഖ്യാപിക്കുന്നത് ബഡ്ജറ്റിൽ നമ്മൾ ഇത് 1000 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവാക്കി വരുമ്പോഴേക്കും 200 താഴെയായി പോകും. അത് കട്ട് ചെയ്യാണ്. അതും ഏറ്റവും രസകരം എന്താണെന്ന് വെച്ചാൽ അസംബ്ലി പാസ്സാക്കിയ ആ തുക അങ്ങനെ നമുക്ക് എക്സിക്യൂട്ടീവിന് കട്ട് ചെയ്യാൻ പറ്റില്ല. അസംബ്ലിയുടെ അടുത്ത് വീണ്ടും പോകണമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ചീഫ് സെക്രട്ടറിയുടെ തലത്തിൽ തന്നെ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു തീരുമാനം ഉണ്ടായപ്പോൾ അന്ന് കൃഷി വകുപ്പ് ഞങ്ങളത് ഒബ്ജക്റ്റ് ചെയ്തതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഉദാഹരണത്തിന് അങ്ങ് ജാതി പട്ടികവർഗ വകുപ്പിലിരിക്കുന്നു. അപ്പോൾ ആ വകുപ്പിനെ എങ്ങനെ റൺ ചെയ്യിപ്പിക്കണം എന്ന് യഥാർത്ഥത്തിൽ സർക്കാരിനോട് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത അങ്ങേക്കും അങ്ങയുടെ മറ്റുദ്യോഗസ്ഥർക്കും. ഇത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എങ്ങനെയായിരുന്നു പ്രതികരണം? നമ്മളെ കൊണ്ടാവും വിധത്തിൽ അഡ്വൈസ് കൊടുക്കുക, അതാണല്ലോ നമ്മുടെ ജോലി. നമ്മുടെ അഡ്വൈസ് ഫയലിൽ കഴിവതും എഴുതി തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ മീറ്റിങ്ങുകളിൽ പറയാം. വളരെ റിസപ്റ്റീവായിട്ടുള്ളൊരു ടീം നമുക്ക് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മിനിസ്റ്റർ വളരെ ഫേവറബിൾ ആയിരുന്നു, ശ്രീ K രാധാകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹം ഈ വകുപ്പ് ഇതിനെപ്പറ്റി നല്ല ധാരണയുള്ളൊരു മിനിസ്റ്ററും കൂടെയാണ്. അപ്പോൾ നയപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അഴിമതി കുറയ്ക്കണമെന്നും ശക്തമായിട്ട് അതിൽ നടപടികൾ ഉണ്ടാവണമെന്നും ആഗ്രഹിക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് മിനിസ്റ്ററുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു. കുറേ നയപരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആ പീരീഡിൽ സാധിക്കുകയും ചെയ്തിരുന്നു. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ശരിക്കും ആ വകുപ്പിലുണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി സ്ഥലത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു പക്ഷെങ്കിൽ സ്റ്റക്ക് ആവുമായിരിക്കാം, അല്ലെങ്കിൽ ഫണ്ടിൻ്റെ പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രയാസമാണ്. പിണറായി എങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളിൽ? അല്ല, അദ്ദേഹത്തിന് എതിരൊരു അഭിപ്രായം കേൾക്കുന്നത് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ പലരും മീറ്റിങ്ങുകളിൽ ഒപ്പീനിയൻ പറയാതായി
സീനിയർ ഉദ്യോഗസ്ഥർ പലരും പിന്നെ അഭിപ്രായമൊന്നും പറയാറ് എന്തെങ്കിലും ആവട്ടെ എന്നുള്ളൊരു ഭാവത്തിൽ. കാരണം മീറ്റിങ്ങുകളിൽ അഭിപ്രായം പറഞ്ഞിട്ട് അവിടെ ഇൻസൾട്ടഡ് ആവാൻ ആർക്കും താല്പര്യമില്ല. അത്ര ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? ഓ പിന്നെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ സെക്രട്ടറിമാരുടെ അന്ന് ഞാൻ സെക്രട്ടറി അല്ല, അപ്പം ആ മീറ്റിങ്ങിൽ ഞാനില്ല. പക്ഷേ സെക്രട്ടറിമാരുടെ മീറ്റിങ്ങിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അങ്ങ് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും അങ്ങ് പറയും, ചെറുതാക്കി ഒരു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായവും പൊസിഷനും വിചാരിച്ചിട്ട് അവർക്കും തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. അപ്പം പിന്നെ സ്വാഭാവികമായിട്ട് ആരാ അങ്ങനെ ഒപ്പീനിയൻ പറയാം. പിന്നെ ഇപ്പം എനിക്ക് തന്നെ ഒരു ഒപ്പീനിയൻ ഒരു മീറ്റിംഗ് ഓർമ്മയുണ്ട്. ഞാൻ കളക്ടറായിരുന്ന പീരീഡിൽ ഒരു ലാൻഡ് അക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മീറ്റിംഗ്. അപ്പോൾ അതിൻ്റെ റൂൾസ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന അഭിപ്രായം ഞാൻ അവിടെ പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ച് ചോദിക്കുന്നത് കളക്ടർ അപ്പോൾ മറ്റേ സൈഡാണല്ലേ, രണ്ട് പക്ഷമുണ്ട് അതിനകത്ത്. അപ്പോൾ റൂള് ഏതാണെന്ന് പറയുമ്പോഴേക്കും അദ്ദേഹം ഉടനെ കാണുന്നത് റൂൾസിനോടൊരു, അതായത് എല്ലാം വ്യക്തിയാധിഷ്ഠിതമായിട്ട് അദ്ദേഹം കാണുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഒരു ഒപ്പീനിയൻ റൂളായി ഇതാണെന്ന് പറഞ്ഞാൽ അത് പ്രശാന്തിൻ്റെ അഭിപ്രായമാണല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ ആളുടെ ആളാണല്ലേ, അങ്ങനെ ഒരു ശരിക്കും അതിന് ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ ഭരണത്തിനകത്ത് കൈകാര്യം ചെയ്യുമ്പം കുറച്ച് ഡിസ്പാഷനേറ്റ് ആയിട്ട് കൈകാര്യം ചെയ്യണം. നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ ഉദ്യോഗസ്ഥരുടെ പണി എന്ന് പറഞ്ഞാൽ ഒപ്പീനിയൻ എഴുതുന്നതാണ്. നമ്മൾ കഴിവതും ഡിസ്പാഷനേറ്റ് ആയിട്ടാണ് എഴുതുന്നത്. നമുക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം വേറെ ഉണ്ടെങ്കിൽ പോലും നിയമം ഇതാണെന്ന് എഴുതാം, അതാണല്ലോ നമ്മുടെ ജോലി. പക്ഷേ ഇദ്ദേഹം കാണുകയെല്ലാം പേഴ്സണലായിട്ടാണ്. അപ്പോൾ ആ ഒരു കൾച്ചറും താഴോട്ട് വന്നു അൺഫോർച്ചുനേറ്റ്ലി. ഇപ്പോൾ മീറ്റിങ്ങുകളിൽ ഇപ്പോൾ ചോദിച്ചല്ലോ, മീറ്റിങ്ങിൽ മറുത്തൊരു അഭിപ്രായം പറയുന്നത് വെൽക്കം അല്ലെങ്കിൽ താഴോട്ട് വല്ലതും അതേ കൾച്ചറാണ് പോവാം. ഇദ്ദേഹത്തെ അനുകരിച്ച് ഇദ്ദേഹത്തിൻ്റെ കുട്ടി സഖാക്കൾ എന്ന് പറയില്ലേ, ദേ വിൽ സ്റ്റാർട്ട് അപ്പിയറിങ് എവരിവെയർ, ഇങ്ങനെ ഒരു ക്ലോണുകൾ പോലെ. അപ്പോൾ ഈവൻ ഉദ്യോഗസ്ഥന്മാർ പോലും എക്സാക്ട്ലി. അപ്പോൾ താഴം വരെ ആ ഒരു കൾച്ചർ അങ്ങ് പോവാണ്. ഫ്രീ ഒപ്പീനിയൻ വേണം. നമ്മൾ പണ്ട് സർദാർ പട്ടേൽ പറഞ്ഞിട്ടുണ്ട്, ഈ IAS പറ്റി അന്ന് അദ്ദേഹം എഴുതിയ ഒരു വലിയ ഒരു സ്റ്റീൽ ഫ്രെയിം എന്നൊക്കെ പറഞ്ഞ ആ ഒരു ലേഖനം അതിനകത്ത് പറയുന്നുണ്ട്, ഫ്രീ ആയിട്ട് ഒപ്പീനിയൻ പറയാൻ ഉദ്യോഗസ്ഥർക്ക് എന്ന് സാധിക്കാതെ വരും അന്ന് നമ്മുടെ ഡെമോക്രസി തീരുമെന്ന്. അദ്ദേഹം ഉദ്യോഗസ്ഥരെ എന്താ ഇത്ര പൊക്കി പറയുന്നതെന്നായിരിക്കും വിചാരിക്കുന്നത്. അങ്ങനെയല്ല. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഫ്രീ ഒപ്പീനിയൻ എവിടെയെങ്കിലും ഫയലിൽ എഴുതാൻ സാധിക്കുന്നില്ലെങ്കിൽ, ആ ഫ്രീഡം എന്ന് പറഞ്ഞത് നമ്മൾ ഉദ്യോഗസ്ഥരാരാണെന്നൊക്കെ പുച്ഛിച്ച് പറയുമെങ്കിലും ദേ ആർ സപ്പോസ് ടു ടേക്ക് കെയർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ റൂൾസ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ അത് എഴുതുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ്. അതിനെ കുറച്ച് കണ്ടിട്ട് കാര്യമില്ല. അല്ല, ആ എഴുത്തിൽ തെറ്റിയാൽ, അതായത് ഇപ്പോൾ ഈ ഭയം കൊണ്ട് അഭിപ്രായം പറയാൻ പറ്റാത്തതൊരു എഴുതിൽ തെറ്റിയാൽ, പക്ഷേ ഉത്തരവാദിത്വം പിന്നീട് ഒരു അന്വേഷണമില്ലാമെന്ന ഉത്തരവാദിത്വം നിങ്ങൾക്ക് വരത്തില്ലേ? ആ ഒരു തിരിച്ചറിവ് പലർക്കും ഇല്ല എന്നുള്ളതും കൂടെയാണ്. ഇപ്പം നമ്മൾ പവറിലിരിക്കുമ്പോൾ പലർക്കും തോന്നും ഇത് എക്കാലം ഇങ്ങനെ തന്നെ ആയിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു കണ്ടിന്യൂറ്റി കാണുമ്പോൾ, ആൾക്കാരിൽ വ്യത്യാസമൊന്നും കാണാതെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതങ്ങ് ചിരകാലം അങ്ങനെ തന്നെ ഓടും എന്നുള്ളതും. പിന്നെ ഈ ഓഡിറ്റൊക്കെ നടക്കുന്ന എപ്പോഴും കുറച്ച് ഡിലേഡ് ആയിട്ടാണല്ലോ. പിന്നെ വേറെ ഒരു കാര്യം, ഇപ്പം എന്ത് ഇല്ലീഗലായിട്ടുള്ള കാര്യം ചെയ്യാൻ തോന്നിയാലും നമ്മൾ റൂൾ ഇങ്ങനെയാണ്, ചെയ്യാൻ പറ്റില്ല സാറേ എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, അങ്ങനെ ചെയ്താൽ മതി, മറുത്തൊരു അഭിപ്രായം വേണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡ് വരുന്നതും കോടതിയോ അല്ലെങ്കിൽ കോടതിയിൽ ചെന്നാൽ മാത്രമേ ഒരു റെമഡി കിട്ടുള്ളൂ, കോടതി പോകാൻ ബഹുഭൂരിപക്ഷം പേർക്കും സാധിക്കത്തുമില്ല. ഈ റിയലൈസേഷൻ എന്നാണ്. എത്ര പേര് കോടതി പോയിട്ടുണ്ടാവും സത്യത്തിൽ? മനസ്സിലായി. ഗവൺമെൻറ്റിൽ നിന്നൊരു അനീതി കിട്ടിയാൽ എത്ര പേർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും? വളരെ കുറച്ച് പേരെ പോളൂ. സർവീസ് മാറ്റേഴ്സ് തന്നെ എനിക്കറിയാം, സെക്രട്ടേറിയറ്റിലും മറ്റൊക്കെ ജോലി ചെയ്യുന്ന എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ കപ്പിളൊക്കെ ഉണ്ട്. ഇവരൊക്കെ കാസർഗോഡും തിരുവനന്തപുരത്തും ഇട്ടടിക്കും. ഇവർ എല്ലാ 2-3 മാസം കൂടുമ്പോൾ ട്രാൻസ്ഫർ അടിച്ചുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ അവർക്ക് വിയോജിപ്പ് ഉണ്ടെങ്കിൽ യു ട്രൈ ടു സീ ഇറ്റ് വെരി പേഴ്സണലി, അവരെ ഉപദ്രവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യും? എല്ലാ മാസവും പോയി കേസ് കൊടുക്കുമോ? മനസ്സിലായി. എത്ര ഇതിനൊക്കെ പൈസ കൊടുക്കണ്ടേ? അതിനൊക്കെ ബുദ്ധിമുട്ടല്ലേ? പക്ഷേ ലോങ് ടൈമിൽ ആരെങ്കിലും ഇതിന് പുറകെ പോയാൽ വലിയ തലവേനയല്ലേ ഈ ഫയലുകളിലൊക്കെ തെറ്റായിട്ട് എഴുതി വെച്ചാൽ, അല്ലേ? അതെ 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 അതെ. ആ ഒരു റിപ്പർക്കഷൻ ആർക്കും വന്നില്ലല്ലോ. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസും പലതും തകർന്നു പോയി. ഇപ്പോൾ ഓംബുഡ്സ്മാൻ പോലുള്ള, അല്ലെങ്കിൽ ലോകായുക്ത, വിജിലൻസ് കമ്മീഷണർ, ഇതെല്ലാം ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനാണല്ലോ. അതെല്ലാം തകർന്നു. ഇത് പലയിടത്തും റൈറ്റ് ടു ഇൻഫർമേഷൻ ഇത് നോക്കുന്ന ഇൻഫർമേഷൻ കമ്മീഷണർമാർ, ഇവിടെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ക്വാളിറ്റി, PSC, ഇതിൻ്റെയൊക്കെ വിശ്വാസ്യത, ഇതെല്ലാം ഓരോരുത്തർക്കും ഒരു സോൺ ഓഫ് പവർ കൊടുത്തിട്ടുണ്ടല്ലോ, അതോറിറ്റി കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള അത് ടേക്ക് കെയർ ചെയ്യേണ്ട ആളുടെ അപ്പോയിൻമെൻറ്റോ അല്ലെങ്കിൽ അയാളുടെ ക്വാളിഫിക്കേഷൻ, ക്വാളിറ്റി എല്ലാം തകരുമ്പോൾ മൊത്തം ഇൻസ്റ്റിറ്റ്യൂഷനാണ് തകരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ അങ്ങയുടെ ഒരു അഭിമുഖം കണ്ടു. അത് വളരെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അഭിമുഖമായിരുന്നു. അഭിമുഖത്തിൽ അങ്ങ് പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ ഒരു ക്രിമിനലാണ് എന്ന് പറഞ്ഞു. എനിക്കത്
അങ്ങനെയുള്ള വാക്കല്ല ഞാൻ ഉപയോഗിച്ചത്. ആ, ടെൻഡൻസീസ് ആണ്. അതായത് ഞാൻ അങ്ങനെ ക്രിമിനൽ എന്ന വാക്കുമല്ല. അദ്ദേഹത്തിൻ്റെ അസഹിഷ്ണുത, ഒരു 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 സീറോ ടോളറൻസ് ടു എനി സോർട്ട് ഓഫ് ഡിസെൻറ്റ്, എതിരഭിപ്രായം ഞാൻ വെച്ച് ഉറപ്പിക്കില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അത് ഒരു ഫിസിക്കൽ അനിഹിലേഷൻ ലെവൽ വരെ അക്യൂസ്ഡ് ആണെന്നാണ് പറഞ്ഞത്. ഹി ഹാസ് ബീൻ അക്യൂസ്ഡ് അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഫാക്ട് അല്ലേ. ഇപ്പം ഈ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ അതേ ഒരു ധാർഷ്ട്യമോ അല്ലെങ്കിൽ അതോറിറ്റേറിയൻ ടെൻഡൻസീസ് കാണിക്കുന്നു എന്നുള്ളത് ഫാക്റ്റാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഡിഫറെൻ്റ് ഒപ്പീനിയൻ ഫയലിൽ എഴുതി കഴിഞ്ഞാൽ റൂൾ പ്രകാരം ഇന്നതാണെന്ന് പൂർണ്ണ ബോധ്യത്തോടെ ഒരു ഉദ്യോഗസ്ഥനോ അഹൂവർ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും കുഴപ്പമില്ല, എതിരായിട്ടുള്ള കാര്യം ചെയ്യാൻ ഓർഡർ ഇടാൻ സാധാരണഗതിയിൽ ആർക്കെങ്കിലും പറ്റും. അല്ല, ലീഗലി ഓർഡർ അദ്ദേഹം അത് റിട്ടേൺ ഓർഡർ ഇറക്കും. ചെയ്തിട്ടുണ്ട്, റിട്ടേണിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ചില ഫയലുകളിൽ ഞാൻ അത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്തുള്ള എനിക്ക് തോന്നുന്നത് കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ ഇതാരാ ചോദിക്കാൻ എന്നുള്ളതാണ്. മനസ്സിലായി. ഇപ്പോൾ തിരിച്ച് ഇതേപോലെ എഴുതി കൊടുക്കുമ്പോൾ താഴെയുള്ള ഉദ്യോഗസ്ഥർ ഒന്നും വീണ്ടും പോലും കൊടുക്കുന്നില്ല. അവർ അതിനനുസരിച്ച് ഓർഡേഴ്സ് ഇറക്കുകയാണ്. ദേ ആർ നോട്ട് സ്കെയർഡ്. കോൺസിക്വൻസസ് ഉണ്ടാവില്ല എന്നുള്ളൊരു ധൈര്യം. ദാറ്റ്സ് ആക്ച്വലി സ്കെയറി. ഇദ്ദേഹം ഭയങ്കര ഇരട്ടച്ചങ്കനാണെന്നാണ് പറയുന്നത്. ഇദ്ദേഹം നോട്ടത്തിൽ തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശേഷിയുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? ജഡ്ജ് ചെയ്യാൻ ആളല്ല, പക്ഷേ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതെന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹി വെരി സ്റ്റബേൺ. ഒരു എന്താ പറയുക, ഒറ്റ ബുദ്ധി എന്നൊക്കെ പറയാമല്ലോ. ഒരു വഴിക്ക് അത് പിടിച്ചാൽ അത് തന്നെ പിടിച്ചാൽ അങ്ങനത്തെ ഒരു ലൈനാണ്. അപ്പോൾ അതിനെ നല്ലതായിട്ട് കാണുന്ന ചിലരുണ്ട്. അവരുടെ കാഴ്ചപ്പാടിൽ അത് ഭയങ്കര ദൃഢനിശ്ചയമാണ് അല്ലേ. അതാണ് ഇരട്ടച്ചങ്കെന്ന് പറയുന്നത്. അപ്പോൾ ചിലർ അതിനെ അങ്ങനെയാണ്. പക്ഷേ അതിന് മറുവശം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എന്താണ് ഫീഡ് കിട്ടുന്നത്, അദ്ദേഹം എന്തിലാണ് ഉറച്ചു നിൽക്കുന്നത് എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. ഇപ്പോൾ ഒരു തെറ്റായ ഒരു കാര്യം ഏറ്റുപിടിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് മാറില്ല എന്ന് വാശി പിടിക്കുന്നത് ഇറ്റ്സ് ആക്ച്വലി വെരി 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 എന്താ പറയുക, ഇമ്മച്വർ. നമ്മൾ മറുത്തൊരു കാര്യം പറയുമ്പോൾ കേൾക്കണ്ടേ. അതെ, ആ ഒരു ക്വാളിറ്റി, ലിസണിങ് ക്വാളിറ്റി, ഒരു മനസ്സ്, ഒരു പുതിയൊരു ഇൻപുട്ട് എടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി, അത് എനിക്ക് കുറവാണെന്ന് തന്നെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ മീറ്റിങ്ങുകളിലൊക്കെ പല അഭിപ്രായങ്ങൾ പുതുതായിട്ടൊക്കെ അവിടെ വരും. നമ്മൾ തീരെ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ പലതും വരും. അതും കൂടെ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഉമ്മൻചാണ്ടി സാർ ഒരു ഒപ്പീനിയൻ പറയുക. ചിലപ്പോൾ നമ്മൾ അതുവരെ വിചാരിക്കാത്ത പുതിയ എന്തെങ്കിലും ഒരു സൊല്യൂഷനോ അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള മീറ്റിങ്ങുകൾ. അങ്ങനെയൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, നമ്മൾ അതിന് മുമ്പ് VS ഇരിക്കുമ്പോഴൊക്കെ കണ്ടിട്ടില്ലാണ്. മന്ത്രിമാരുടെ മീറ്റിംഗ് കണ്ടിട്ടുള്ളതാണ്. സോ മീറ്റിംഗ്സ് ആർ ബേസിക്കലി ഫോർ ദാറ്റ്. മീറ്റിംഗ് ഓഫ് മൈൻഡാണ്. നമ്മളെല്ലാവരും ഒരു ഐഡിയാസ് കൊണ്ടുവന്നിട്ട് പുതിയൊരു സാധനം. എന്തിനാണ് ഈ മീറ്റിംഗ് നടത്തുക? ഒരു ഐഡിയ നടപ്പിലാക്കാനോ? എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ റുട്ടീൻ മീറ്റിംഗ്സ് ആവാം, എന്തും ആവാം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ CMൻ്റെ മീറ്റിങ്ങുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ആദ്യം തന്നെ അദ്ദേഹം ഒരു തീരുമാനമായിട്ടാണ് വരിക. അവിടുത്തെ ഡിസ്കഷൻ എന്നൊക്കെ പറയുന്നത് ബേസിക്കലി അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിനനുസരിച്ച് ആദ്യം മനസ്സിലാക്കി നമ്മളവിടെ വന്ന് പറഞ്ഞേക്കണം. ഒരു സ്ക്രിപ്റ്റഡ് നാടകം പോലെയാണ്. അവിടെ ഒരു പുതിയ അഭിപ്രായക്കാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മഹാ തെറ്റാണ്. അപ്പോൾ ഇതിന് സെക്രട്ടറീസ് മീറ്റിങ്ങിൽ ഡോക്ടർ B. അശോക് സാർ അദ്ദേഹം സ്ഥിരമായിട്ട് അഭിപ്രായം പറയുകയും ഇദ്ദേഹത്തിന് ഭയങ്കര പ്രശ്നം ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. സെക്രട്ടറീസ് മീറ്റിങ്ങിൽ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു തമാശയാണത്. കാരണം ഹി ഡസൻ വാണ്ട് എ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ. പക്ഷെ അങ്ങനെ ആകുമ്പോഴൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരു വിഷയം അല്ലേ, ഒരു ഫയലാണോ അതെങ്ങനെ മീറ്റിംഗ്, ഒരു പോളിസി ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയാം. ഇപ്പോൾ KFone സംബന്ധിച്ചൊരു നയപരമായ മീറ്റിംഗ് ആണെന്ന് വിചാരിച്ചാൽ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. അപ്പോൾ ഇതുമായിട്ട് സംബന്ധിച്ചൊരു മീറ്റിംഗ് കൂടുകയാണെങ്കിൽ മീറ്റിങ്ങിൽ ഒരുപക്ഷെ ഞാനുണ്ടെങ്കിൽ പറയാം, എന്താ, കേരളത്തിൽ ആണ് ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് പെനട്രേഷൻ ഉള്ളത്. നമുക്കറിയാമല്ലോ, ഭാരതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് പെനട്രേഷൻ ഉള്ളത് കേരളത്തിലാണ്. മുക്കിനും മൂലയിലും വരെ കിട്ടും. ഇടമലക്കുടിയിൽ വരെ BSNL കൊണ്ട് പ്രത്യേക സ്കീമൊക്കെ വെച്ച് എല്ലായിടത്തും എത്തും. 5G ഉണ്ട്. ഇന്ത്യയിലാണ് ഡാറ്റ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും ചീപ്പായിട്ട് ഡാറ്റ എല്ലായിടത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും, സാർ, ഈ പ്രോജക്റ്റിൽ നമ്മൾ ടാക്സ് പേയേഴ്സിൻ്റെ നികുതി പണം എടുത്ത് 1600 കോടി രൂപ എടുത്ത് ഇടാൻ പോവുകയാണ്. ഇവിടെ അങ്ങനെ ഒരു ഡിമാൻഡ് പോലും ഇല്ല. സൗജന്യമായിട്ട് 1 ലക്ഷം പേർക്ക് ഇൻ്റർനെറ്റ് കൊടുക്കാനാണെങ്കിൽ അവർക്ക് വൗച്ചർ കൊടുത്താൽ മതി. ഇത്രയൊന്നും പൈസ ആവില്ല. നമ്മൾ 1500 കോടി ഇല്ലാത്ത പൈസ എടുത്ത് ഇവിടെ ഇടേണ്ട കാര്യമില്ല സാർ എന്ന് ഞാൻ അഭിപ്രായം പറയും.
പക്ഷേ ഈ ഇത്തരം കെ ഫോണിൻ്റെയൊക്കെ മീറ്റിംഗ്, ഞാൻ ഉദാഹരണം പറയുകയാണ്, ഇതാരും പറഞ്ഞിരിക്കാൻ യാതൊരു സാധ്യതയില്ല. കാരണം അവിടെ ഇരിക്കുന്ന അവർക്ക് താല്പര്യം ഇത് ടെൻഡർ ചെയ്യണം. ആർക്കും ഡിമാൻഡ് ഇല്ലാത്തൊരു കാര്യമാണെങ്കിലും വയബിൾ അല്ലാത്തൊരു പ്രോജക്റ്റ് ആണെങ്കിലും KRAയിൽ എടുത്ത് നോക്കൂ, നമുക്കറിയാം വയബിൾ അല്ല. എന്തുകൊണ്ട് മീറ്റിങ്ങിൽ ഒരാൾ പോലും വായ തുറന്നില്ല എന്നുള്ളത് അതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പം ഇത് അഭിപ്രായം പറയാൻ അകത്തും പാടില്ല പുറത്തും പാടില്ല, എല്ലാവരും വാമൂടി മിണ്ടാതെ എന്താ പറയുക, ഒരു 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 രാജാവ് തിരുമനസിൻ്റെ മനസ്സിലുള്ളതുപോലെ മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോകണമെന്നുള്ള ആ ഒരു അപ്രോച്ച് അതായിരുന്നു ബൈ ആൻഡ് ലാർജ് ഒരു വർക്കിംഗ് സ്റ്റൈൽ. അങ്ങനെ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ടാകും, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മനസ്സറിഞ്ഞ് ഇത്തരം പ്രോജക്റ്റുകൾ സ്റ്റേറ്റിന് നഷ്ടമുണ്ടാക്കുന്ന, എന്നാൽ ഒരുപക്ഷെ നടത്തിപ്പുകാർക്ക് ലാഭം ഉണ്ടാക്കുന്ന ഇത്തരം പ്രോജക്റ്റുകൾ നിർദ്ദേശിക്കുന്ന ഒരു ടീം തന്നെ അദ്ദേഹത്തിൻ്റെ ചുറ്റിനുണ്ടെന്ന് തോന്നുന്നല്ലേ, ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ തന്നെ. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ദൃഢനിശ്ചയവും ഒരു വിൽ പവർ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻപുട്ട് വളരെ പ്രധാനമാണ്. അദ്ദേഹത്തിന് നല്ലൊരു ടീമോ അല്ലെങ്കിൽ നല്ല ആൾക്കാരെ തിരിച്ചറിഞ്ഞ് അവരെ കൂടെ നിർത്തുക, അങ്ങനത്തെ ഒരു സ്കിൽ, ഒരു മാനേജ്മെൻറ്റ് സ്കിൽസ് ഐ തിങ്ക് അത്ര ഒരു പോരാ എന്ന് തോന്നിയിട്ടുണ്ട്. അത് കാരണം ചുറ്റും കൂടുന്നത് എല്ലാം ഒരു പക്ഷേ കുഴപ്പം പിടിച്ചവരാവാം, ഐ ഡോണ്ട് നോ. ഇപ്പോൾ എന്താ പറയുക, ഹി വാസ് ഇൻ ബാഡ് കമ്പനി ഡെഫിനറ്റ്ലി, അതിനൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ കാഴ്ചപ്പാടും പ്രയോറിറ്റീസും ഒക്കെ മാറിപ്പോയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിക്കൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 10 വർഷം ഏതാണ്ട് പൂർണ്ണ അധികാരത്തോടു കൂടെ കയ്യിൽ കിട്ടിയാൽ എന്തൊക്കെ മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ വരുത്താനുള്ളൊരു അവസരമായിരുന്നു. ഞാൻ ആദ്യത്തെ ഒരു വർഷമൊക്കെ വലിയ പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം വരുമ്പോൾ ശരിക്കും ഞാൻ ഭയങ്കര ഹോപ്പ്ഫുള്ളായിരുന്നു. പിന്നീട് ഒരു 1 year ഒക്കെ കഴിയുമ്പോഴാണ് ചില മീറ്റിങ്ങുകളൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മളൊക്കെ പുറത്തുനിന്ന് വിചാരിച്ച ഒരു പിക്ചറല്ല യഥാർത്ഥത്തിൽ ഇങ്ങനെ. പക്ഷേ ജനങ്ങൾക്ക് പിന്നീട് മനസ്സിലായി വരാൻ പിന്നെ സമയമെടുത്തു. കാരണം 2021 വരെ സിസ്റ്റത്തിനകത്ത് മാത്രമേ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. മറ്റേ കോവിഡും ഫ്ലഡും അതും ഇതൊക്കെ പ്രശ്നങ്ങൾ കാരണം ഇൻഫർമേഷൻ ഫ്ലോ ഒന്നുമില്ലല്ലോ. മാധ്യമങ്ങളിൽ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 6 മണിക്ക് ഇദ്ദേഹം തന്നെ കൊടുക്കുന്ന ഇൻപുട്ടേ ഉള്ളൂ. അപ്പോൾ ടോട്ടലി മീഡിയ ഈസ് കൺട്രോൾഡ്. അപ്പോൾ ജനങ്ങളെയും കുറ്റം പറയാൻ പറ്റില്ല. ഞങ്ങളും ഒന്നും തുറന്നു പറഞ്ഞില്ലല്ലോ സത്യത്തിൽ, നമ്മളൊന്നും പുറത്തു പറഞ്ഞില്ല. ആകെ മറ്റേ ആഴക്കടൽ വിഷയം വന്ന സമയത്ത് അന്ന് വേണമെങ്കിൽ എനിക്ക് സംസാരിക്കാമായിരുന്നു. അന്നും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വളരെ ഞെട്ടലോടെയാണ് മുഖ്യമന്ത്രി ജനങ്ങളോട് കള്ളം പറയുന്നതെന്ന് കണ്ടത്. മേഴ്സിക്കുട്ടി MM ഇവരൊക്കെ ഓപ്പൺലി അന്ന് കള്ളം പറഞ്ഞല്ലോ, ഒരു കരാർ ഒപ്പിട്ടിട്ടേ ഇല്ല എന്ന്. അതേസമയം MG രാജമാണിക്യം സർക്കാരിന് വേണ്ടി ഈ ഷിജു എന്ന് പറഞ്ഞ ആളുമായിട്ട് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒപ്പിട്ട എഗ്രിമെൻ്റാണ് ശരിക്കും ആഴക്കടൽ മത്സ്യബന്ധനം. അതിൻ്റെ ബൈ പ്രോഡക്റ്റാണ് നമ്മൾ. 1 വർഷം കഴിഞ്ഞിട്ട് ആ കരാറിൻ്റെ ബേസിസിലുള്ള ഉപകരാറാണ് ഞാൻ, അതിൻ്റെ ഒരു MOU ആണ് ഞാൻ സൈൻ ചെയ്തത്. വിവാദമായത് പക്ഷേ യഥാർത്ഥത്തിൽ മറ്റേ കരാറാണ് അല്ലേ, ആഴക്കടൽ കൊള്ളയടിക്കുക. പക്ഷെ അങ്ങനെ ആ കരാർ ഒപ്പിട്ടിട്ടേ ഇല്ല എന്ന് ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞയൊക്കെ ചെയ്ത് കയറിയൊരു ഐ വാസ് ആക്ച്വലി ഷോക്ക്ഡ്. അന്ന് ഞാൻ മുഖ്യമന്ത്രിയുടെ PS-ന് ഒരു മെസ്സേജ് അയച്ചു, എനിക്ക് അദ്ദേഹത്തോടുള്ള എല്ലാ റെസ്പെക്റ്റും പോയി എന്ന് പറഞ്ഞു. എനിക്ക് ഐ വാസ് വെരി ഇമോഷണൽ ദാറ്റ് ഡേ. ഞാൻ മനുഷ്യനല്ലേ. അപ്പോൾ ആ സമയത്ത് ഈ മാധ്യമങ്ങളൊക്കെ ചുറ്റും ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പുള്ളി പറഞ്ഞല്ലേ. അതെ. കാരണം അദ്ദേഹം അവിടെ കള്ളം പറഞ്ഞു, ജനങ്ങളോട് കള്ളം പറഞ്ഞു. പക്ഷെ ഞാൻ അന്ന് തീരുമാനിച്ചത്, അന്ന് കോടിയേരി സാറ് ജീവനോടെ ഉണ്ട്. അപ്പോൾ അന്ന് അദ്ദേഹത്തെ ഞാൻ വിളിച്ച് പറഞ്ഞു, സാർ ഇങ്ങനെ ഇതുണ്ട് എന്നുള്ളത്. അപ്പോൾ സാറ് പറഞ്ഞത് ഇത് രാഷ്ട്രീയമാണ്, പക്ഷേ സാരമില്ല പോട്ടെ, ഞാൻ തന്നെ എന്തൊക്കെയാക്കാം, അദ്ദേഹത്തിൻ്റെ മക്കളുടെ വിഷയമൊക്കെ അന്ന് നടക്കുന്ന സമയമാണ്, അപ്പോൾ ഞാൻ തന്നെ എന്തിലൂടെയൊക്കെ പോകുന്നതെന്ന് കാണുന്നില്ലേ എന്ന് അദ്ദേഹം പറയാം. ഞാൻ മിണ്ടായിരുന്നു, രാഷ്ട്രീയമല്ലേ പോട്ടെ, വോട്ട് എവർ ഇറ്റ് ഈസ്. കാരണം ഇലക്ഷൻ സമയമാണെന്ന്. വേണമെങ്കിൽ എനിക്ക് അന്ന് തന്നെ വാ തുറന്ന് സംസാരിക്കാം, ഐ കെപ്റ്റ് ക്വയറ്റ്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അങ്ങനെ മിണ്ടായിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ജനങ്ങളെടുത്ത് കള്ളം പറയുന്നത് ഞാൻ എന്തിനാണ് നോക്കി മിണ്ടാതെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. എൻ്റെ സർവീസ് മാറ്റർ മാത്രമല്ലല്ലോ ഇത്, അല്ലല്ലോ, കാരണം ഇത് പബ്ലിക് അറിയേണ്ടതാണല്ലോ. പക്ഷെ അന്ന് ഞാൻ മിണ്ടായിരുന്നത് ഐ റിഗ്രറ്റ്. ആ തെറ്റ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തിരുത്തി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഈ നറേറ്റീവുകൾ സൃഷ്ടിച്ചും ഈ കള്ളത്തരം പറഞ്ഞുള്ള ഒരു ഭരണ സംവിധാനം എന്താണെന്നുള്ളത് നമ്മൾ അകത്തുനിന്ന് കണ്ടിട്ട് അത് പുറത്ത് പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർ ധരിക്കും എന്തോ മഹാസംഭവമായിരുന്നു ഇവിടെ 10 വർഷം നടന്നതെന്ന്. ഒട്ടും എങ്ങനെയായിരുന്നു ഈ ഭരണത്തിൻ്റെ ഓരോ കാര്യങ്ങളും പോയതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, എന്തൊക്കെയോ ചെയ്യണമെന്നും ഇതൊക്കെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ അതിനുള്ള ഒരു ടീം ഉണ്ടാക്കാനുള്ളൊരു ശേഷിയോ ഇല്ലാതെ പോയി എന്ന് വേണം പറയാൻ, ടു പുട്ട് ഇറ്റ് വെരി മൈൽഡ്ലി ആൻഡ് വെരി ജെൻറ്റ്ലി.
കാരണം എന്തെങ്കിലുമൊക്കെ കീ ചെയ്ത് കൃത്യമായി അദ്ദേഹത്തിന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിന് ഫോളോ അപ്പ് ചെയ്യാനും അതിനുള്ള റിവ്യൂ മീറ്റിങ്ങിൽ ബഹളം ഉണ്ടാക്കാനും അതിനൊക്കെ ഉള്ളൊരു ശേഷിയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഐ തോട്ട് ക്ലാരിറ്റി വളരെ കുറവായിരുന്നു. ഇപ്പോൾ നമ്മളൊരു പ്രോജക്റ്റൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും ടേക്ക് അവേ എന്താണെന്നൊന്നും മനസ്സിലാക്കാനോ അത് ഗ്രഹിച്ചെടുക്കാനോ അങ്ങനെയുള്ളൊരു അതുപോലെ പ്രോബ്ലം സോൾവിങ് ഡിസിഷൻ മേക്കിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പം നമ്മളൊരു ഇഷ്യൂ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനുള്ള അങ്ങനെയൊന്നും നമ്മളൊരിക്കലും കണ്ടിട്ടില്ല. എന്ന് മാത്രമല്ല പ്രോബ്ലമായിട്ട് ചെല്ലുന്നത് ഇഷ്ടമല്ല എന്നാലും പ്രോബ്ലം പറയാം. ഇപ്പോൾ നമ്മളൊരു മീറ്റിംഗ് എടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരു പ്രശ്നം പരിഹരിക്കാനാണ് മീറ്റിംഗ് കൂടുക. അപ്പോൾ അവിടെ ഒരു കാര്യം പറയും, മറ്റൊരാൾ വേറൊന്ന് പറയും. ചിലപ്പോൾ പുതുതായിട്ടൊരു വിഷയം അവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അത് പറ്റത്തില്ല. എല്ലാം ബാക്ക് എൻഡിൽ ആദ്യമേ ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ച് അവിടെ കടലാസ് വായിക്കാനാണ് എല്ലാവരും എത്തുന്നത്. അപ്പോൾ അവിടെ പുതിയൊരു ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് കൈകാര്യം ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ പുള്ളി പെട്ടെന്ന് ചൂളി പോകും. പക്ഷേ ആദ്യ ഭരണത്തിൽ ഭേദമായിരുന്നു ശിവശങ്കർ ഉണ്ടായിരുന്നപ്പോഴല്ലേ? ആക്ച്വലി അതൊരു സത്യമാണ്. ശിവശങ്കർ സാർ ഇരുന്ന സമയത്ത് ഓഫീസ് നന്നായിട്ട് പ്രവർത്തിക്കുമായിരുന്നു. അദ്ദേഹത്തിന് അതിനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ഭരണപരമായിട്ടുള്ള ഒരു കോർഡിനേഷൻ വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഴിവ് അങ്ങനെ ഒരു ഇത് എന്താ പറയുക ഇതൊന്നും ഇല്ലെങ്കിലും ശിവശങ്കർ സാർ അത് കവർ ചെയ്തിട്ട് ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകായിരുന്നു. ഇപ്പോൾ ഫയലിലെ ഡിസിഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. ഈ ചിലതൊന്നും ഫയൽ മനസ്സിലാവുന്നില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത് ഫയലിലല്ലേ നമ്മൾ കാണുന്നുള്ളൂ, ഇത് ആരാ അവിടെ നോക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ചില കാര്യങ്ങൾ ചില അവിടുത്തെ ഉദ്യോഗസ്ഥരാണ് നോക്കിക്കൊണ്ടുവരുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവരുടേതായ ഭാഷ, അവരുടേതായ തെറ്റിദ്ധാരണകൾ, അവരുടേതായിട്ടുള്ള കഴിവുകേടുകളൊക്കെ അതിനകത്ത് പ്രതിഫലിക്കാൻ തുടങ്ങി. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പുറത്ത് എല്ലാവർക്കും അറിയാം ആരാണ് അകത്ത് കൈകാര്യം ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഭരണപരമായിട്ടുള്ള അങ്ങനെയൊന്നും വരാൻ പാടില്ലാത്തതാണ്. പക്ഷേ സെക്രട്ടേറിയറ്റിൽ എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ആർക്കും തുറന്ന് പറയാനുള്ള ധൈര്യമില്ല. അപ്പോൾ അതുമായിട്ട് ഈ ഡിജിറ്റൽ ഒപ്പിനെ പറ്റിയൊക്കെ പലരും തമാശയായിട്ടൊക്കെ പലതും പറഞ്ഞെങ്കിലും ഇറ്റ്സ് ആക്ച്വലി വെരി സീരിയസ്. കാരണം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുമ്പോൾ അദ്ദേഹമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളൊരു അതാണ് തത്വം. അത് കോംപ്രമൈസ്ഡ് ആവാൻ പാടില്ലല്ലോ. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാനോ മാനേജ് ചെയ്യാനുള്ള ഒരു കോമ്പറ്റൻസ് കുറയും തോറും ഭരണപരമായിട്ടുള്ള ക്വാളിറ്റിയും താഴോട്ട് പോവുകയാണ്. അത് സഫർ ചെയ്യുന്നത് സാധാരണക്കാരാണ്. ഒരു നല്ലൊരു റിവ്യൂ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കുഴപ്പം ആ പ്രോജക്റ്റിൻ്റെ തന്നെയാണ്, മുമ്പോട്ട് പോകില്ല. ഇപ്പോൾ വയനാട് പ്രോജക്റ്റ് നോക്കാം. നമുക്ക് ഈ ദുരന്തത്തിന് ശേഷം ഉണ്ടാക്കിയ നമുക്ക് ഞെട്ടും ശരിക്കും അതിനകത്തുള്ള കണക്കുകൾ കണ്ടാൽ. SDRFൽ പൈസയുണ്ട്, പിന്നെ സാസ്കി ഫണ്ട് വന്ന് കിടപ്പുണ്ട്. എല്ലാം കൂടി ഒരു 1000 കോടി രൂപ അക്കൗണ്ടിൽ വന്ന് കിടപ്പുണ്ട്. കേന്ദ്രത്തിൻ്റെ ഫണ്ടാണ്. അപ്പോൾ ഇത്രയും തുക വന്ന് കിടക്കെ അതിൽ നിന്നാണ് ശരിക്ക് ഇത്തരം റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ് ഫണ്ട് ചെയ്യുക. ദുരന്ത നിവാരണ ഫണ്ട് എന്ന് പറയുന്നതും ദുരിത നിവാരണ ഫണ്ടൊക്കെ ഡിഫറെൻ്റ് ആണ്. SDRF ഇസ് ഡിഫറെൻറ്റ്, CMDRF ഇസ് ഡിഫറെൻറ്റ്. CMDRF എന്ന് പറഞ്ഞാൽ ഡിസ്ട്രെസ് റിലീഫാണ്. ഒരു വ്യക്തിക്ക് ഡിസ്ട്രെസ് ബുദ്ധിമുട്ടുണ്ടാകുമ്പം ആ വ്യക്തിക്ക് നേരിട്ട് ഫണ്ട് കൊടുക്കാൻ വേണ്ടിയാണ് ശരിക്കും CMDRF വിഭാവനം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ GOs ഉള്ളത്. 2016-18 തൊട്ടാണ് ഈ CMDRF ഫണ്ട് എടുത്തിട്ട് പ്രോജക്റ്റ് ഫണ്ടിന് ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. അതായത് സാധാരണ സർക്കാർ ഫണ്ട് പോലെ എടുത്തങ്ങ് ഉപയോഗിക്കാൻ, ടെൻഡർ കൊടുക്കുക, എന്താ പറയുക, വസ്തു വാങ്ങുക, ഇതൊക്കെ ഇപ്പോൾ CMDRF ഫണ്ടിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഇത് സത്യത്തിൽ ചെയ്യാൻ പാടില്ല. പക്ഷെ ഇതാ അവിടെ മീറ്റിങ്ങിൽ പറയേണ്ട ആൾക്കാർ ഇത് ആരും പറയുന്നില്ല എന്നുള്ളതാണ്. വയനാട് ദുരന്തത്തിൻ്റെ കാര്യം ഓർക്കുക. ഇപ്പോൾ പറഞ്ഞ ഏതാണ്ട് 1000 കോടിയോളം രൂപ അതിൻ്റെ അകത്ത് വന്നതാണ്. സത്യം പറഞ്ഞാൽ ആ പണം മാത്രം ഉപയോഗിച്ചാൽ പോലും ഇതിനു മുമ്പ് ഇതെല്ലാം പൂർത്തിയാക്കി ആവശ്യത്തിന് കൊടുക്കാവുന്നല്ലേ. ഇപ്പോൾ വളരെ കുറച്ച് പേർക്ക് വീട് കൊടുക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ മീറ്റിംഗ് ആണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ സപ്പോസ് ഈ പ്രോജക്റ്റിൻ്റെ ഒരു റിവ്യൂ മീറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഇതൊക്കെ ഡിസ്കസ് ചെയ്യപ്പെടില്ലേ. അപ്പോൾ ഇതൊക്കെ ത്രെഡ് ബെയർ ഡിസ്കസ് ചെയ്ത് കറക്റ്റ് ചെയ്യപ്പെടത്തില്ലായിരുന്നു. പക്ഷേ ആ മീറ്റിംഗ് എവിടെ നടന്നു, ഇതേ റിവ്യൂ നടത്താറുണ്ടോ, ഇതൊക്കെയാണ് സാഡ് തിങ്. ഇപ്പോൾ ഞാൻ കോഴിക്കോട് ഇരിക്കുമ്പോൾ അവിടെ മാനസികാരോഗ്യ കേന്ദ്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു മാസ്റ്റർ പ്ലാനൊക്കെ ഉണ്ടാക്കി പുതുക്കി പണിയാൻ വേണ്ടി ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി. ഒരു 10-700 കോടി രൂപ CSR ഫണ്ട് തന്നെ റേസ് ചെയ്യാൻ വേണ്ടി ഒക്കെ സെറ്റ് ചെയ്തു, എല്ലാം റെഡിയായി. ഇതിനൊരു ട്രസ്റ്റ് ഉണ്ടാക്കണം. മുഖ്യമന്ത്രി ചെയർമാനായിട്ടൊരു ട്രസ്റ്റ് ഉണ്ടാക്കി അതിൻ്റെ GO വരെ ഇറക്കി. ഞാൻ അവിടെ നിന്ന് മാറുന്നതിൻ്റെ ഒരാഴ്ച മുമ്പാണ് GO ഒക്കെ ഇറങ്ങിയത്. ചെയർമാൻ CM ആണ്. 10 വർഷമായി. ഞാനിപ്പോൾ കളക്ടർ ഇത് വിട്ടിട്ട് എത്ര വർഷം, 10 വർഷമായി. ഇതുവരെ ഒരു തവണ പോലും ആ ട്രസ്റ്റ് കൂടിയിട്ടില്ല. ഇത്രയും പൈസ തരാൻ CSR ഫണ്ട് തയ്യാറായിരുന്നു. ആ പാവപ്പെട്ട അവിടെ മാനസിക രോഗം എന്ന് പറഞ്ഞ് അടച്ച് പൂട്ടപ്പെട്ടിരിക്കുന്ന എത്രയോ പേരുടെ അവരുടെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്താനുള്ളൊരു പ്രോജക്റ്റ് അല്ലേ.
ഇതിന് ഒരു തവണ പോലും മീറ്റിംഗ് കൂടാൻ മുഖ്യമന്ത്രിക്ക് സമയം കിട്ടിയിട്ടില്ല. ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഹിയറിങ്ങിന് ഞാൻ ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ജോലിയാണ് ഒരു കാഡറിൻ്റെ കൺട്രോളിങ് അതോറിറ്റി എന്നുള്ളത് സ്റ്റാറ്റ്യൂട്ടറിൽ ഹീ സപ്പോസ് ടു ഹിയർ മീ. ഞാൻ ഹിയറിങ് ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം ഹിയറിങ് തരുന്നേ ഇല്ല. IAS അസോസിയേഷൻ ഒരു വർഷത്തിലധികം ആയി അദ്ദേഹത്തിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് ടൈം ചോദിച്ചിട്ട് അദ്ദേഹത്തിന് സമയമില്ല. അംഗീകരിക്കപ്പെട്ട ഒരു ഒരു അസോസിയേഷനാണ് ഞങ്ങൾ. ഗവൺമെൻറ് അംഗീകരിച്ച് ജിയോ ഉള്ള ഒരു ട്രേഡ് ബോഡിയല്ലേ ശരിക്കും. അപ്പോയിൻമെൻറ്റ് തരുന്നില്ല. അപ്പം ഇതൊക്കെ സ്റ്റാറ്റ്യൂട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അദ്ദേഹമാണ് IAS ഈ വകുപ്പിൻ്റെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള IASകാരുടെ സർവീസ് മാറ്റേഴ്സൊക്കെ സംസാരിക്കാൻ അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ട് അതിന് പോലും ഒന്ന് ആലോചിക്കൂ, തൊഴിലാളി വർഗ പാർട്ടിയൊക്കെയാണ് ഒരു സർവീസ് സംഘടന അപ്പോയിൻമെൻറ്റ് ചോദിക്കുമ്പോൾ സമയം തരുന്നില്ല. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വിഷയമാണ്. അപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റീസ് എന്താണെന്ന് നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലാം വ്യക്തിയാധിഷ്ഠിതമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആൾ എന്തെങ്കിലും പറഞ്ഞാൽ അതാണ് ആ പ്രയോറിറ്റി. അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ആൾക്കാർ സ്റ്റേറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാലും അത് എടുക്കില്ല. അപ്പോൾ ഇങ്ങനെയൊന്നുമല്ല ഗവൺമെൻറ് സാധാരണ നടക്കുന്നത്. ആൻഡ് വി ആർ ആക്ച്വലി ഷോക്ക് ടു സീ ദാറ്റ്. നമുക്കത് മനസ്സിലായി വന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. എല്ലാം വ്യക്തിയാധിഷ്ഠിതമാണ്. ഈ സർക്കാർ, നിങ്ങൾ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ സമീപനം എന്താണ് അദ്ദേഹത്തോട്? എങ്ങനെയാണ് അവരിതിൻ്റെയൊക്കെ കണ്ടിരുന്നു? ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വെക്കുകയാണോ ചെയ്തിരുന്നത്? ബഹുഭൂരിപക്ഷം പേരും എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ എന്തെങ്കിലും ആവട്ടെ എന്നുള്ളൊരു ലൈൻ പിടിച്ചു എന്നുള്ളതാണ്. കാരണം സേഫ്റ്റിയല്ലേ എല്ലാവരും നോക്കുള്ളൂ. ഇതിനെ ഡോണ്ട് കെയർ എന്ന് വിശ്വസിച്ച് പോകുന്ന കുറേ പേരും ഉണ്ട്. കാരണം ഇപ്പം ഞാനായാലും അശോക് സാറേ ഞങ്ങളൊക്കെ വിചാരിക്കുന്ന വേറെ ഉദ്യോഗസ്ഥരുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. പലരും എടുക്കുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ്റിനെ ആശ്രയിച്ചിട്ടോ അല്ലെങ്കിൽ ശമ്പളം മാത്രമോ കൊണ്ട് EMI ഒക്കെ അടച്ച് കഷ്ടപ്പാട് വിട്ട് ജീവിച്ചു പോകുന്ന അങ്ങനെ സാഹചര്യം ആണെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾക്കും ആ ഫ്രീഡം എടുക്കാൻ പറ്റില്ല. ഞങ്ങൾക്കൊരു പ്രിവിലേജ് ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാനും പറയാനും സത്യത്തെ പറ്റുന്നത്. ദൈവാധീനം കൊണ്ടാണ്. അതർവൈസ് ബൈ ആൻഡ് ലാർജ് എല്ലാ സർക്കാർ ജോലിക്കാരും സാധാരണക്കാർ, ഇപ്പോൾ IASകാരെയും IPSകാരെയും മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും ദേ ഹാവ് ദെയർ ലയബിലിറ്റീസ്, ലോൺ, മറ്റേത് മറിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊരു വലിയ വിപ്ലവകരമായ സ്റ്റാൻഡൊന്നും എടുത്ത് നിൽക്കാനൊന്നും സമയം ഇതൊന്നുമില്ല. സോ പലരും മിണ്ടാതെ ഒന്നുകിൽ കോൺഫ്ലിക്റ്റ് ഇല്ലാതെ മാറി നടക്കുക, അല്ലെങ്കിൽ ചിലരൊക്കെ സക്കംബ് ചെയ്തിട്ടുണ്ട്, അവർ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവർ പറയുന്നത് ഇപ്പം പൊതുവിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്തി, കെട്ടിടങ്ങൾ പണിതു, പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തി, കെട്ടിടങ്ങൾ പണിതു, എല്ലാം ശ്രദ്ധിച്ചല്ലോ, കെട്ടിടം പണിതു, അതുപോലെ തന്നെ ദേശീയപാത നിർമ്മിച്ചു, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മുടങ്ങിക്കിടന്ന പെൻഷൻ ഇവർ കൃത്യമായിട്ട് കൊടുത്തു, പിന്നെ ഇങ്ങനെ ഇവരുടെ ഒരു ലൈഫ് മിഷൻ വീട്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കറണ്ട് കെട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ അത് അങ്ങനെയൊന്നും സംഭവിച്ചില്ലേ? അല്ല, ഇതെല്ലാം നല്ല കാര്യങ്ങൾ. ഇതിൽ നടന്നത് ഏതൊക്കെയാണ്, നടക്കാത്ത ഏതാണെന്നൊക്കെ ജനങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാമല്ലോ. ഈ നടന്നു എന്ന് ഓരോരുത്തരടുത്തും പോയി പറയുമ്പോൾ തന്നെ അറിയണം. മറ്റേ BA ഫസ്റ്റ് ക്ലാസ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതാണെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു സർക്കാർ ആശുപത്രിയിലെ സർവീസസ് മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ പോകുന്ന നമുക്കത് ഫീൽ ചെയ്യും. അത് എൻ്റെ അടുത്ത് വന്ന് പറയേണ്ട, നിങ്ങൾ അറിഞ്ഞായിരുന്നോ, നിങ്ങൾക്ക് ഞാൻ തന്ന സർവീസ് അടിപൊളിയാണെന്ന് നിങ്ങൾ അറിഞ്ഞായിരുന്നോ എന്ന് വന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. പക്ഷേ ഇത്രയും ക്യാമ്പയിൻ ചെയ്യുമ്പോൾ തന്നെ അറിയാം ഫാക്ച്വലി ഇതിനകത്ത് കുറേ ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ട്. ഇതിനകത്ത് പലതും റീബ്രാൻഡിങ്ങും, നേരത്തെ പറഞ്ഞ പോലെ എല്ലാം പിടിച്ച് ലൈഫിനകത്ത് വയ്ക്കുമ്പോൾ നമ്പേഴ്സ് കൂട്ടി കാണിക്കാം. ഹെൽത്ത് ഒരു വളരെ, എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഹെൽത്തൊക്കെ വളരെ സീരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ കേരളത്തിലെ 70% ആൾക്കാരും ഇപ്പോൾ കുട്ടികളുടെ ഡെലിവറിക്ക് വേണ്ടി പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് പോകുന്നത്. അതെ. അപ്പോൾ 70% ആൾക്കാരും സർക്കാർ ആശുപത്രിയിൽ ഡെലിവറിക്ക് പോകാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഡോണ്ട് ടേക്ക് റിസ്ക്. കുട്ടികളുടെ കാര്യത്തിൽ വരുമ്പോൾ ഒരു റിസ്ക് കൊടുക്കില്ല. അപ്പോൾ വിശ്വാസ്യതയുടെ ഒരു പാരാമീറ്ററാണ് സത്യത്തിൽ കാണിക്കുന്നത്. ഇതുപോലെ തന്നെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ അധികമാണ്. ഇതെല്ലാം ഫാക്ട്സ് ആണ്, അതൊക്കെ മാറ്റി നിർത്താം. പക്ഷേ ഇതൊക്കെ മതിയോ എന്നുള്ളതാണ്. ഒരു സാധാരണ സർക്കാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമാണ് വീട്ടിൽ വെള്ളവും കറണ്ടും ഒക്കെ കിട്ടുക. ഇതിനപ്പുറം നിങ്ങൾക്കൊരു സത്യസന്ധമായിട്ടുള്ളൊരു ഗവേണൻസ്, ന്യായം വേണം, നീതി വേണം. നിങ്ങൾക്ക് ബിസിനസ് ആയാലും ജീവിച്ചു പോകാനാണെങ്കിലും ഒരു ഫെയർ അറ്റ്മോസ്ഫിയർ വേണ്ടേ? നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് ഹാനി പറ്റാൻ പാടുണ്ടോ? നിങ്ങളുടെ സംസാര സ്വാതന്ത്ര്യത്തിന് കയറി ഇതിടാൻ പാടുണ്ടോ? ദീസ് ആർ ബേസിക് തിങ്സ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇതൊക്കെയാണ് ഒരു പ്രബുദ്ധ സംസ്ഥാന സത്യത്തിൽ സംസാരിക്കുക, ഡിസ്കസ് ചെയ്യുക. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് കേരളം അത്യാവശ്യം പ്രബുദ്ധമാണെന്ന് തന്നെയാണ് അവർ തെളിയിക്കുകയും കാണിക്കുകയും ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്ഥിരം പോകാറുണ്ടായിരുന്നോ? അവിടെ മീറ്റിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാമെന്നല്ലാതെ അവിടെ ചെന്ന് അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയായിരുന്നു?
അവിടെ അതിനകത്ത് പല ഗ്രൂപ്പുകളും ഇതൊക്കെ അത് എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ അത് പറയുന്ന ഉചിതമാണോ എന്നും എനിക്കറിയില്ല. പിന്നെ അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ കുറച്ച് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്തായിരുന്നു ശിവശങ്കർ സാർ ഇരുന്നപ്പം. അതുപോലെ ശ്രീ ജയരാജൻ ഉണ്ടായിരുന്ന പീരീഡും അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുക ഒരു സംബഡി ടു അത് ഏകദേശം ഒരേ സമയമല്ലേ അത്? അല്ലല്ല അതിന് ശേഷമാണ്. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല, ആരെന്താ ചെയ്യുന്നതെന്ന് പോലും മനസ്സിലാവാത്ത അവസ്ഥ, സി എമ്മിനെ കാണാൻ പറ്റാത്ത അവസ്ഥ. അദ്ദേഹത്തെ IAS-കാർക്കാണെങ്കിലും കാണാൻ പറ്റത്തില്ല. ചിലരൊക്കെ വീട് മുഖാന്തരം പോയി കാണുന്ന, അതല്ലാതെ സാധാരണഗതിയിൽ നേരായ വഴിക്കൊന്നും അവിടെ അങ്ങനെ ഒരു അപ്പോയിൻമെൻ്റ് ഒന്നും. ഞാൻ പറഞ്ഞ ഈ എല്ലാം കൂട്ടിക്കെട്ടി ഒരു ലോകം ക്രിയേറ്റ് ചെയ്തിട്ട് ഞാനും എൻ്റെ ആൾക്കാരും മാത്രം എന്നുള്ള ഒരു അൺഫോർച്ചുനേറ്റ് ഇതിലോട്ട് പോയി. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നത് വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ ജയതിലൊക്കെ ഇങ്ങനെ കുറേ പേരെ കൂടെ കൂട്ടിയിട്ട് ചെയ്ത് കൂട്ടിയ പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇതാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി നിന്നവർ ചെയ്യിപ്പിച്ചതാണോ, ഇതൊന്നും നമുക്ക് അറിയില്ല. വി റിയലി ഡോണ്ട് നോ. അല്ല, ഈ കാലിത്തൊഴുത്തുണ്ടാക്കാനും ചുറ്റുമതിൽ കെട്ടാനും സ്വിമ്മിംഗ് പൂൾ പണിയാനും ഒക്കെ തീരുമാനം എടുക്കുമ്പോൾ അത് നെഗറ്റീവ് ആകുമെന്ന് പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അവർക്ക്. എനിക്കറിയില്ല, സത്യം പറഞ്ഞാൽ നമുക്കറിയില്ല അതിനകത്ത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത്തരം തീരുമാനങ്ങൾ. കാലത്തൊഴുത്തൊക്കെ റിയലി ഡോണ്ട് നോ എങ്ങനെയാണ് അദ്ദേഹം അത്തരം തീരുമാനങ്ങൾ എടുത്തത്. പക്ഷെ അതിനെക്കാട്ടിലും എന്നെ കൺസേൺ ചെയ്യുന്നത് ഇപ്പോൾ നമ്മളെ ഫണ്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റ് വലിയ തീരുമാനങ്ങൾ ഒരു വശത്ത് നടക്കുകയാണ്. ഇപ്പോൾ K-Phone പോലുള്ളത് അല്ലെങ്കിൽ കേരയിൽ ഇങ്ങനെയുള്ള നടക്കാത്ത കാര്യങ്ങളും കോടിക്കണക്കിന് രൂപ സർക്കാരിൻ്റെ വക മാറ്റൽ ഇതെല്ലാം നടക്കുകയാണ്. ദാറ്റ് ഈസ് മോർ കൺസേണിങ്. നമ്മൾ പൊതുവേ മീഡിയയിൽ ഈ എന്താ പറയുക കാര്യങ്ങളായിരിക്കും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുക എങ്കിലും ഐ തിങ്ക് ദിസ് ഈസ് മോർ സീരിയസ്. ഈ PR ടീം എങ്ങനെയാണ് അവിടെ? മുഖ്യമന്ത്രിക്ക് വലിയ PR ടീം ഉണ്ടായിരുന്നല്ലോ, PRD കൂടാതെ തന്നെ. PRD കൂടാതെ കിഫ്ബിക്കകത്ത് തന്നെ വേറെ ഒന്ന് സെറ്റ് ചെയ്തു. അതുപോലെ മുഖ്യമന്ത്രി ഓഫീസിൽ തന്നെ വലിയൊരു സിസ്റ്റം. പിന്നെ വേറെ അല്ലാതെ അവിടെ ഓഫീസിൽ ഇല്ലാതെ തന്നെ ഓൺലൈനിൽ പലരെയും വെച്ചു. അങ്ങനെ ഇതിൽ വലിയ കാര്യമായിട്ട് ഫണ്ടിങ്, ഞാൻ പറഞ്ഞു ഫോക്കസ് ആൻഡ് പ്രയോറിറ്റി വാസ് പ്രൈമറിലി ഓൺ ദിസ്. PR-ഉം എങ്ങനെയാണ് പ്രതിച്ഛായ എന്നൊരു അത് മതിയെന്ന് തോന്നൽ അവർക്കുണ്ടായെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് കോവിഡ് മാനേജ് ചെയ്തപ്പോൾ അവർക്കുണ്ടായ പ്രതിച്ഛായക്ക് അവർക്ക് തോന്നിക്കാണും ചെയ്യാതെ തന്നെ PR ചെയ്താൽ മതി തോന്നിക്കാണും, അല്ലേ? ഒരുപക്ഷെ അതാ പ്രയോറിറ്റി. PR-ലാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ റിട്ടേൺ ആണ് ഭരണം. അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ എപ്പോഴും നോക്കുക. അപ്പോൾ പൈസ കൂടുതൽ നമ്മൾ PR-ൽ ഇട്ടാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാൽ മതി. പക്ഷേ എനിക്ക് തോന്നുന്നു മലയാളി അത്യാവശ്യം നേരത്തെ പറഞ്ഞ പോലെ പ്രബുദ്ധരായതുകൊണ്ട് നമുക്ക് കിട്ടാത്ത സാധനം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് സഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ 2021 അത് അവൻ അംഗീകരിച്ചു. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ കമ്മ്യൂണിക്കേഷൻ അത്രയ്ക്ക് ഓപ്പൺ അല്ലായിരുന്നല്ലോ ആ പീരീഡിൽ. ദ ഹോൾ തിങ് വാസ് കൺട്രോൾഡ് ബൈ മീഡിയ. തുടക്കത്തിലല്ലേ ഈ ഒരു കൺട്രോളും ഈ ഒരു സാധനമൊക്കെ ഫസ്റ്റ് ടൈമാണ് ചരിത്രത്തിൽ നമ്മളെ ഈ ജനറേഷനിൽ നമ്മൾ കാണുന്നത്. എന്ത് പറയുന്നു അത് വിശ്വസിക്കുന്നു. മീഡിയ വൈകുന്നേരം CM നടത്തുന്ന പത്രസമ്മേളനത്തിൽ നിന്നാണ് ഇൻപുട്സ് വരെ സ്വീകരിക്കുന്നത്. മനസ്സിലായി. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നല്ലോ. ആ PR എക്സസൈസ് പൊളിഞ്ഞു പോയി. കാരണം ഇത്രയധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടും ജനം, എനിക്കൊന്ന് ആ ഓവർ PR വർക്ക് തന്നെ ഒരുപക്ഷെ തിരിച്ചടിയേക്കണം, അല്ലേ? ആയിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ജനങ്ങൾക്ക് റിയാലിറ്റി എന്താണെന്ന് അവരവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നില്ല. ഇപ്പോൾ കറണ്ട് കട്ടില്ല എന്ന് പറയുന്നു, പക്ഷേ വീട്ടിൽ നമ്മൾ കറണ്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതല്ലേ സത്യം. സർക്കാർ ആശുപത്രിയിൽ എല്ലാം അടിപൊളിയാണെന്ന് പറയുന്നു, പക്ഷേ ഞാൻ തിരിച്ചു വരുമ്പോൾ വയറ്റിൽ കത്രികയുണ്ടെങ്കിൽ അതല്ലേ സത്യം. ഇപ്പോൾ ഫാരിസ് ഡോക്ടർ പറയുന്നതല്ലേ കൂടുതൽ സത്യം. ഹാരിസ് പറയാണ് സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് ഇല്ല. അതാ അവിടേക്കാണ് പ്രശ്നം. നമ്മൾ സത്യം വിളിച്ച് പറയുന്ന ആൾക്കാരെ ഒരു പേഴ്സണലി അങ്ങ് അറ്റാക്ക് ചെയ്യുക. എനിക്ക് താങ്കൾക്ക് എന്നെ അറിയാം, എനിക്ക് എന്തെങ്കിലും രാഷ്ട്രീയമുള്ളൂ. നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഓരോന്ന് ചാപ്പ കുത്തുന്നല്ലാതെ, ഇപ്പോൾ സത്യത്തിൽ എന്താണോ നടക്കണമെന്ന് നന്നാവണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയുന്നല്ലാതെ നമുക്ക് എന്തെങ്കിലും വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇപ്പം നമ്മളൊരു ഡിഫറെൻറ്റ് ഒപ്പീനിയൻ പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമ്മളെയൊക്കെ അങ്ങ് ടാർഗറ്റ് ചെയ്യാം. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മീ. ഞാൻ വാട്ട് ഐ റെപ്രസെൻറ്റ് ഇസ് എ ഹോൾ ലൈക്ക് ലോട്ട് ഓഫ് ഗവൺമെൻറ് സർവൻസ്. ഇപ്പോൾ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, തഹസിൽദാർമാരുണ്ട്, വില്ലേജ് ഓഫീസർമാരുണ്ട്. ഈ ഹരാസ്മെൻറ്റിലൂടെ കടന്നുപോയി എത്രയോ പേരുണ്ട്. ഇപ്പോൾ IAS IPS തലത്തിൽ തന്നെ 10-20 പേരൊക്കെ നമുക്ക് അറിയാമെങ്കിൽ, ഇത് 200 പേരിൽ 20 പേർക്ക് ഹരാസ്മെൻറ്റ് നേരിട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഒന്നും നമുക്ക് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഭൂരിപക്ഷം പേരും മിണ്ടാതിരിക്കുന്നതുകൊണ്ടാണ്. പാവങ്ങളാണ്, അവർക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. ആ ഒരു ഗതികേട് കൊണ്ട് കോടതിയും ഇതൊക്കെ ഒന്നും പോകാനും വയ്യ. ഇനി കൂടുതൽ പ്രകോപിപ്പിച്ചാൽ കൂടുതൽ ഉപദ്രവിക്കുമെന്നുള്ളൊരു പേടി. അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഉപദ്രവിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞ അശോക് സാറിനെയോ അല്ലെങ്കിൽ പ്രശാന്തിനെയോ, അതും അല്ലെങ്കിൽ നമ്മുടെ സെൻകുമാർ, ജേക്കബ് തോമസ്, അങ്ങനെയുള്ള കുറേ അധികം ആളുകളുണ്ട്. യോഗേഷ് ഗുപ്ത, അങ്ങനെയുള്ള കുറേ അധികങ്ങളുണ്ടല്ലോ ഇപ്പോഴും. ഒത്തിരി പേര്. ഇതിൽ വേറൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഉപദ്രവിച്ച് എല്ലാം ചെയ്തതിന് ശേഷം
ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ പേരുകളും എല്ലാവരും ദേ ഹവ് ഗോൺ ത്രൂ ഹരാസ്മെൻറ്റ്. ഓക്കെ. പക്ഷേ ഇതിന് ന്യായം പറയുന്നത് വളരെ വിചിത്രമായിട്ടാണ്. ഇപ്പോൾ സെൻകുമാർ സാറോ അല്ലെങ്കിൽ ജേക്കബ് തോമസ് സാറിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ പറയാം, കണ്ടില്ലേ അതിനുശേഷം അവർ സംഘികളായി, അത് ഞങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞു. നേരത്തെ തിരിച്ചറിഞ്ഞു. അപ്പോൾ വാട്ട് ആർ ദേ സേയിങ്? അതായത് നേരത്തെ ഒരാൾ സംഖ്യയാകുവാണെങ്കിൽ ഉപദ്രവിക്കുക. അവരെടുക്കാൻ പോകുന്ന രാഷ്ട്രീയ നിലപാട്, അവരുടെ റിട്ടയർമെൻറ്റിന് ശേഷം അവരെടുക്കുന്ന രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവർക്കെതിരെ നിയമവിരുദ്ധമായിട്ട്, സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഉപദ്രവിക്കും. അതാ ഭയങ്കര സൂപ്പറാണ്, അതിന് കൈയടിക്കണം എന്ന് പറയുന്ന ഇത്. അപ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ ചെയ്യലാണോ ഒരു മുഖ്യമന്ത്രിയുടെ ജോലി എന്നുള്ളതാണ്. യു ഹാവ് ടു ബി ഫെയർ. മുഖ്യമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി സ്റ്റേറ്റ്സ്മാൻലി ആയിട്ടാണ് നമ്മൾ അങ്ങനെയാണ് കണ്ട് ശീലിച്ചിട്ടുള്ളത്. എന്ത് രാഷ്ട്രീയ നിലപാടുണ്ടെങ്കിലും മുഖ്യമന്ത്രി സംസ്ഥാനത്തിൻ്റെയാണ്, എല്ലാ ജനങ്ങളുടെയാണ്, എല്ലാ ഉദ്യോഗസ്ഥരുടെയാണ്, എൻ്റെ മുഖ്യമന്ത്രിയാണ്. ഉമ്മൻചാണ്ടിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഡിഫിക്കൽട്ടീസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, ഒന്ന് അദ്ദേഹമായിട്ട് നേരിട്ട് ഇത്രയും ദുരനുഭവങ്ങൾ പോയിട്ട് ഇൻട്രാക്ഷൻ പോലും ആവശ്യം വന്നിട്ടില്ല. അദ്ദേഹം എന്താ പറയുക 24 മണിക്കൂറും നമ്മൾ അവിടെ പോയി നിൽക്കുക അങ്ങനെയൊന്നും അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അദ്ദേഹം കോഴിക്കോടൊക്കെ വരുമ്പോൾ നമ്മൾ അറിയ പോലും ഇല്ല ചിലപ്പോൾ. ആണോ? വന്നു പോകും. നമ്മൾ ഈ പോലീസിൻ്റെ റിപ്പോർട്ട് ഇതൊക്കെ നോക്കിയിരുന്നെങ്കിലേ അറിയുള്ളൂ. അല്ലാതെ വന്ന ഉടനെ എവിടെ എന്നുള്ള ഒരു വിളിയോ ചോദ്യം അങ്ങനെ കളക്ടർ ചെന്നില്ല, ഒരു പരാതിയില്ല, ഒന്നുമില്ല. അങ്ങനെ യാതൊരു ഈഗോ ഇല്ല. അതേസമയം ഈഗോ ഇല്ലെന്നല്ല, നമ്മളൊന്നും വന്ന് ജോലി തടസ്സപ്പെടുത്തരുത് എന്നാണ് അദ്ദേഹത്തിൻ്റെ. വളരെ പ്രാക്ടിക്കലാണ്. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പറഞ്ഞിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യമേ അവിടെ എത്തിയിരിക്കും. എന്ന് മാത്രമല്ല, ആദ്യം കളക്ടറും SP ഒക്കെ വന്ന് ബ്രീഫ് ചെയ്ത് കാര്യം എന്താണെന്ന് കേട്ടതിന് ശേഷമേ അദ്ദേഹം MP MLA ഒക്കെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ മാറ്റി നിർത്തിയിട്ട് ഉദ്യോഗസ്ഥരുടെ ബ്രീഫിംഗ് എടുത്തിട്ട് നമ്മൾ വേഗം ഫ്രീ ആക്കും. അദ്ദേഹത്തിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ പോയിട്ട് പണിയുണ്ട്, വേഗം പോയി പണി തീർക്കും. ഇവിടെ ചുമ്മാ നിന്ന് സമയം വേസ്റ്റ് ചെയ്യരുത് എന്നുള്ളൊരു തോട്ടാണ്. ദാറ്റ്സ് വെരി പ്രാക്ടിക്കൽ. അപ്പോൾ പിന്നീട് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഇദ്ദേഹം ഇപ്പോഴത്തെ CM വരുമ്പോൾ എല്ലാവരും പോയി അവിടെ ഹാജർ നിന്നില്ലെങ്കിൽ ഇപ്പോൾ ആ ലെവലിലായി, എല്ലാവരും വഷളാക്കി എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം എന്നോടാണ് പറഞ്ഞത് DFOമാർ ഒരുവൻ നിൽക്കണമെന്നാണ്. എല്ലാവരും പോയി ഹാജർ നിൽക്കും, വേറെ ആവശ്യത്തിന് വരുന്നതായിരിക്കും. ആ ഓഫീസ് സംവിധാനം ആ സമയത്ത് ആ ജില്ലയിൽ സ്തംഭിക്കുകയാണ്. ഇപ്പോൾ ഒരു വ്യക്തി പോകുമ്പം റോഡ് സ്തംഭിപ്പിക്കുക, അവിടെ പോകുമ്പോൾ ഓഫീസുകൾ സ്തംഭിപ്പിക്കുക, ഇത് ഇസ് എ ഡെമോക്രസി. ഇത് വഷളാക്കി എന്നാണ് ഞാൻ പറയുക. ചുറ്റുമുള്ളവർ ഇതൊക്കെ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ ചെയ്താൽ കൂടുതൽ നന്നാവും. അപ്പോൾ അതിനനുസരിച്ച് ലൈനിൽ എല്ലാവരും നിൽക്കാനും തയ്യാറായി. പാതി പേര് കളിയാക്കിയിട്ട് നിൽക്കുന്ന പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇങ്ങനെയൊക്കെ മതി, ആളെ പറ്റിക്കാൻ ഓക്കെ ആണെന്നെങ്കിൽ നമുക്ക് കഷ്ടം തോന്നും. പാതി പേര് സീരിയസ് ആയിട്ടും പാതി പേര് ഈ പറഞ്ഞുകൊണ്ട് കളിയാക്കിയിട്ടും, പക്ഷേ എല്ലാവരും കംപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ ഭംഗിയായിട്ട് ഇതിന് അഭിനയിച്ച് നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേ ആൾക്കാർ ഇപ്പോൾ തിരിഞ്ഞു നിന്നിട്ട് നന്നായിട്ട് പറയുന്നുമുണ്ട്. സിസ്റ്റത്തിനകത്ത് തന്നെ നമ്മുടെ ഇപ്പം ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങിയല്ലേ. പിന്നെ ഇപ്പോൾ ഗ്രൂപ്പുകളിലും മറ്റൊക്കെ ജീവനക്കാരുടെ ഗ്രൂപ്പിലൊക്കെ എല്ലാവരും സത്യങ്ങൾ ഓരോന്നായിട്ട് വിളിച്ച് പറയല്ലേ, ഓരോ കാര്യങ്ങൾ പുറത്ത് പറയല്ലേ. പക്ഷേ ഞാൻ പറയുന്നത് ഡെമോക്രസിയുടെ ഒരു ബ്യൂട്ടിയാണിത്, തീർച്ചയായിട്ടും സത്യമാണ്. പക്ഷേ വി ഹാവ് ടു ബി എ ബിറ്റ് കമ്പാഷനേറ്റ് ടു ദീസ് പീപ്പിൾ ഓൾസോ. കാരണം ഇവരുടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവർ വളർന്നു വന്ന സാഹചര്യവും ഇവരുടെ ചുറ്റുപാടും ഇതൊക്കെ കാരണമാണ് ഇവരുടെയൊക്കെ സ്വഭാവം ഒരു പ്രത്യേക രീതിയിലാവുന്നത്. അത് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഇനിയെങ്കിലും ഇതൊന്നും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി വി ഷുഡ് സേഫ് ഗാർഡ് എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായിരുന്നു. ആ ഫീല് ഇപ്പോൾ ഈ സമയം ഇപ്പോൾ സസ്പെൻഷനിലാണ്. ഇവിടുത്തെ ജനയാത്ര ഇദ്ദേഹത്തിൻ്റെ കേരളം. അതെ, അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സത്യത്തിൽ അതിൻ്റെ ഭാഗമായില്ല. ഇല്ല, വളരെ സന്തോഷമുണ്ട്. കാരണം ഇതിനകത്ത് പൊളിറ്റിക്കൽ ഇതല്ല പറയുന്നത്. ഈ രണ്ടാമത്തെ ഇപ്പോൾ ഈ രാജസദസ്സ് ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ എന്തോ സദസ്സ് എന്ന പേരുണ്ടായിരുന്നു. എല്ലാവരും കിരീടവും ഇതൊക്കെ ഇട്ട് രാജാക്കന്മാരെ പോലെ ഇരുന്ന എന്തോ ഒരു സദസ്സ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഉത്തരവ് കണ്ടിട്ട് ഞാൻ സത്യം പറഞ്ഞ ലജ്ജ തോന്നി. കാരണം അതിനകത്ത് വായിക്കുമ്പോൾ അറിയാം അത് സർക്കാർ ഉത്തരവല്ല. സർക്കാർ ഉത്തരവ് ഡ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ എത്രയോ ജിയോകൾ കണ്ടിട്ടുണ്ട്. ഇത് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഏതോ PR ഏജൻസി എഴുതി കൊടുത്തത് അതേപടി എടുത്തിട്ട് കട്ട് പേസ്റ്റ് അടിച്ച് ജിയോ ആക്കി ഇറക്കിയിരിക്കും. ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ മറ്റേ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ജനസമ്പർക്ക പരിപാടി. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് 1 മാസം മുമ്പേ നമുക്കൊരു ജിയോവും ഇതൊക്കെ വന്നു, അതിൻ്റെ പ്രോസസ്സൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് കംപ്ലയിൻറ്റ്സ് സ്വീകരിക്കേണ്ടത്, എങ്ങനെ പ്രോസസ്സ് ചെയ്യണം, ഫസ്റ്റ് റൗണ്ട് അത് പ്രശ്നം പരിഹരിക്കാനുള്ള എങ്ങനെയൊക്കെയാണ് പ്രോസസ്സ്, കമ്മിറ്റി കൂടേണ്ടത് എങ്ങനെ, ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എന്ത് വിഷയമായിരിക്കാം, ഒരു ഫോറസ്റ്റ് സംബന്ധിച്ച് ആയിരിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ DFOൻ്റെ ഒക്കെ റിപ്പോർട്ട് എടുത്ത് നമ്മൾ ഈ 1 മാസത്തിനുള്ളിൽ തീർക്കാൻ നോക്കണം. തീർക്കാൻ സാധിച്ചതെല്ലാം സെറ്റാക്കുക, തീർക്കാൻ പറ്റാത്തത് വേറെ സെറ്റാക്കുക. ഗവൺമെൻറ് ലെവലിലോ മുഖ്യമന്ത്രിയോ ടേക്കപ്പ് ചെയ്താൽ തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് വേറെ സെറ്റാക്കുക. ഇതൊക്കെ ചെയ്തു വെക്കണം. മുഖ്യമന്ത്രി അന്ന് അവിടെ വരുമ്പം അവിടെ തീരുമാനങ്ങളാണ് എടുക്കുന്നത്.
മുഖ്യമന്ത്രി വരുന്നതുകൊണ്ട് നമ്മൾ വി ആർ ഫോഴ്സ്, നമ്മൾ തിരക്കിട്ട ആ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ സാധാരണഗതിയിൽ നടക്കാത്തത് അവിടെ നടക്കും. രണ്ടാമത് ആ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ കണക്കിൽ വി ഹാവ് ടു ഷോ ഫിഗേഴ്സ്, അല്ല നമുക്കത് തീർക്കണം, ടാർഗറ്റാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ ലെവലിൽ തീരാത്തത് മുഖ്യമന്ത്രി അവിടെ വരികയല്ലേ, മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം അവിടെ നിന്ന് ഓർഡർ ഇട്ട് തരും, അവിടെ ആ പ്രശ്നം അങ്ങ് തീരും. അപ്പോൾ ഇതൊരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എല്ലാ ജില്ലയിലെയും കുറേ പ്രശ്നങ്ങൾ ഒറ്റയടിക്ക് അങ്ങ് തീരുകയാണ്. ഇത് പലർക്കും മനസ്സിലായിട്ടില്ല അത് എത്ര വിപുലമായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് നടന്നു എന്നുള്ളത്. ഇത്തവണ ഈ സദസ്സ് പരിപാടി ഉണ്ടല്ലോ, ഇതിനകത്ത് വന്ന അതാ എന്തോ ഒരു രാജസദസ്സ് അങ്ങനെ എന്തോ, അപ്പൊ നവകേരള സദസ്സ്. അപ്പോൾ അതിൻ്റെ ജിയോനകത്ത് ആകെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ഇവരുടെ ആളുകളെ കൈകാര്യം ചെയ്യണം, ഇവർക്ക് എന്തൊക്കെ ഭക്ഷണം മേടിച്ചു കൊടുക്കണം, എങ്ങനെ എവിടെ ഇരുത്തണം, ഇവരുടെ ആതിഥ്യ മര്യാദ എങ്ങനെ നോക്കണം, മറ്റേ വലിയവർക്ക് സാധാരണക്കാർക്ക് മേടിച്ചു പോകാൻ വേറെ അതൊന്നുമില്ല. ഇത് ഇവർക്ക് പിന്നെ ഈ സദ്യ ഒരുക്കണമല്ലോ, പ്രമാണിമാർ വരുമ്പോൾ സദ്യ ഒരുക്കുക. അപ്പോൾ അതെങ്ങനെ അത് സ്പോൺസർഷിപ്പിൽ എടുക്കാൻ വേണ്ടി നാണക്കേടാന്ന് ആലോചിച്ച് നോക്കിയേ. പാർവണക്കാരോട് ആരുടെ നിന്നൊക്കെ മേടിക്കേണ്ടി വരും. ഒരു ജില്ലാ കളക്ടർ, സബ് കളക്ടറും ഏറ്റവും രസം എന്ന് വെച്ചാൽ അതിനൊരു കൺവീനറോ അങ്ങനെ എന്തോ ഒരു പദവിയിൽ ഒരാളെ വെച്ചിട്ടുണ്ട്. അതാരാണ്? പ്രൈവറ്റ് ഇൻഡിവിജ്വലാ. ഇതാ ജിയോ എടുത്ത് വായിച്ചു നോക്കണം. അതിനകത്ത് അതായത് സ്വകാര്യ വ്യക്തി, ആ സ്വകാര്യ വ്യക്തിയാണ് ഈ സ്പോൺസർഷിപ്പ് തുക മുഴുവൻ വാങ്ങുന്നത്. അപ്പോൾ അതാത് ജില്ലകളിലുള്ള ഒരു പാർട്ടി പ്രവർത്തകനെയാണ് അത് ഏൽപ്പിക്കുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ MLA അങ്ങനെ ആരെങ്കിലും പാർട്ടിക്കാരനാണെങ്കിൽ അതായത് ഭരണകക്ഷിയുടെ ഒരു വ്യക്തിക്ക് ഈ സർക്കാർ ഫണ്ട് സ്വരൂപിക്കുന്നതിൻ്റെ ചുമതല കൊടുത്തിരിക്കുക. ഇനി ഒരു കാര്യം ആലോചിക്കണം, നമുക്ക് ട്രഷറി കോഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ട്രഷറി കോഡിൽ പറഞ്ഞിരിക്കുന്നത് സർക്കാർ ഒരു പൈസയെങ്കിലും സർക്കാരിന് വേണ്ടി നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ട്രഷറിയിലിടണം. ട്രഷറിയിൽ നിന്ന് പുറത്തോട്ട് എടുക്കണമെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് പാസ്സാക്കിയിട്ട് ബില്ല് അനുസരിച്ച് മാത്രമേ ചിലവാക്കാൻ പറ്റുള്ളൂ. അതാണ് അസംബ്ലിയുടെ ശക്തി. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയോ? സർക്കാരിൻ്റെ പേരിൽ കളക്ട് ചെയ്യാണ്, പക്ഷേ ട്രഷറിയിൽ ഇടില്ല, അവർ തന്നെ ചിലവാക്കാൻ. അപ്പോൾ എങ്ങനെയാണ് ഓഡിറ്റ് നടക്കുക? ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ട്രഷറിയിൽ പൈസ വരുന്നില്ല. ട്രഷറി കോഡിൻ്റെ നഗ്നമായിട്ടുള്ള ലംഘനമാണിത്. അപ്പോൾ ഈ ജിയോ വായിച്ചിട്ട് നമ്മൾ ചോദിച്ചത് എങ്ങനെയാണ് ട്രഷറി കോഡിന് വിരുദ്ധമായിട്ട് ജിയോ ഇറക്കാൻ പറ്റിയത്? പക്ഷേ ഇതെല്ലാം സർക്കാരിന് ഉപദേശിച്ചു കൊടുക്കുന്നത് ചീഫ് സെക്രട്ടറിയും അങ്ങനെ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥരും അല്ലേ? അതാണ് ഇപ്പോൾ ഈ പുറത്തുനിന്ന് എഴുതി കൊണ്ടുപോകുന്ന ജിയോ ആണെന്ന് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് എ ജിയോൻ്റെ സ്ട്രക്ചർ ഒന്നും ഫോളോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുപോലത്തെ അനവധി ജിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. പണ്ടൊന്നും സെക്രട്ടേറിയറ്റിൽ ഇങ്ങനത്തെ ജിയോ ഒന്നും ഇറങ്ങാൻ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് ഒരു PR ടീം എഴുതി കൊടുത്ത എങ്ങനെയാണ് VIP-കളെ കാത്തു സൂക്ഷിക്കേണ്ടത്, അവരുടെ ആതിഥ്യ മര്യാദ എങ്ങനെ നോക്കേണ്ടതെന്ന് പറഞ്ഞൊരു ജിയോ ആണ് ഇത്തവണ ഇറക്കിയത്. അപ്പോൾ ഇത്തവണ ഇറക്കിയിട്ട് പാതി ദൂരം യാത്ര ചെയ്തപ്പോഴാണ് ഇത്രയും പരാതിക്കാർ വരാൻ തുടങ്ങിയത്. പരാതിക്കാർ ഇത്രയും വരുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ പിന്നെ പരാതിക്കാരുടെ പരാതി എടുക്കണോ വേണ്ടയോ എന്നായത് തർക്കം. അടുത്ത ജിയോ അങ്ങനെയാണ് പരാതി എടുക്കാമെന്ന് പറഞ്ഞത്. രാധാകൃഷ്ണൻ സാറാണ് പരാതി എടുക്കണം എന്ന് പറഞ്ഞത്. അല്ലാതെ അവർ വന്നിട്ട് പരാതിക്കാരെ പറഞ്ഞ് ഇത് പരാതി എടുക്കുന്ന സ്ഥലമല്ല. ഓർമ്മയുണ്ടാവും ആദ്യത്തെ ഏതോ സ്ഥലത്ത് പരാതിക്കാരൊക്കെ വന്ന് ഇത് പരാതി ഒന്നും എടുക്കുന്ന സ്ഥലമല്ല, നിങ്ങൾക്ക് പൊക്കോണം എന്ന് പറഞ്ഞില്ലേ. ഞാൻ പറയുന്നത് എന്ത് വ്യത്യാസമാണെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ ഒന്നും മെച്ചം PR എക്സസൈസ് ആയിരുന്നു. എക്സാക്ട്ലി, പ്രയോറിറ്റി മാറിപ്പോയതാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ഇതിൽ എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നു എന്നല്ല. ഇപ്പം പറഞ്ഞില്ലേ രാധാകൃഷ്ണൻ സാർ അത് പ്രശ്നം പരിഹരിക്കണം എന്നാണ് പറഞ്ഞത്. ഇതുപോലെ ചിന്തിക്കുന്ന മന്ത്രിമാരും ഒക്കെ കൂട്ടത്തിലുണ്ട്. ഇപ്പം ശൈല ടീച്ചർ അവരൊക്കെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവരെ ഓരോരുത്തരെയും ഈ ശൈലജ ടീച്ചർ ഒരു ഊതി വെറുപ്പിച്ച് വരുവാണെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയാണോ അവരോ അതോ നന്നായി ചെയ്തിരുന്നു? ആസ് എ മിനിസ്റ്റർ ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ പണ്ട് അവർ MLA ആയിരുന്ന സമയത്ത് എനിക്ക് ആർലം ഫാമിൻ്റെ ചാർജ് ഉണ്ടായിരുന്നു. ആ പീരീഡിൽ ഞാൻ അവരുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മിക്ക മിനിസ്റ്റേഴ്സും ഞാൻ എപ്പോഴും നോക്കിയിട്ടുള്ളത് വെൽ മീനിങ് ആണെങ്കിൽ, നന്മയുള്ള സത്യസന്ധരായിട്ടുള്ള, വേറെ പ്രത്യേകിച്ച് വലിയ ദോഷമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അവരുടെ ചുറ്റും വരുന്ന അഡ്വൈസേഴ്സ് പോലെ ഇരിക്കും അവർ. അപ്പോൾ അവർ ഉള്ളിൽ നന്മയുള്ളവരും വേറെ വലിയ പ്രശ്നങ്ങളും അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അവരുടെ ചുറ്റും നല്ല ആൾക്കാരെ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സിസ്റ്റത്തിന് സാധിക്കണം. നല്ല ഉദ്യോഗസ്ഥർ വേണം, നല്ല എനിക്ക് ഫീൽ ചെയ്ത അങ്ങനെയാണ്. കാരണം ആ പീരീഡിലൊക്കെ ഞാൻ അനുഭവപ്പെട്ട ആ ഒരു സപ്പോർട്ട് അവിടെ ആർലം ഫാമിൽ ചെയ്യാൻ പല കാര്യങ്ങളൊക്കെ വെരി സപ്പോർട്ടീവ്. മറ്റേ കോവിഡ് കാലത്ത് പല വിഷയങ്ങളും ഇപ്പം ഞാൻ കേൾക്കുന്നുണ്ട്, ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ. പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ ടീം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
നല്ലത് ഉദ്ദേശിക്കുന്നവർക്ക് പോലും ഇപ്പോൾ സപ്പോസ് ഇദ്ദേഹം ശ്രീ പിണറായി വിജയൻ ഇദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യമെന്നോ അല്ലെങ്കിൽ ആ ഒരു സെൻട്രലൈസേഷനെന്നോ ലാക്ക് ഓഫ് ആ ഒരു ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കാനുള്ള ഇതൊന്നും ഇല്ല എന്നൊക്കെ തന്നെ വെച്ചോളൂ. എന്നാൽ പോലും അദ്ദേഹത്തിനെ ക്യൂറേറ്റ് ചെയ്തിട്ട് ചുറ്റും നിന്ന് കുറച്ച് പേർക്ക് വേണമെങ്കിൽ ഒരു നേർദിശയിലേക്ക് ആ ധാർഷ്ട്യത്തെ തിരിച്ചുവിടാൻ പറ്റുമായിരുന്നു, വേണമെന്ന് വെച്ചിരുന്നെങ്കിൽ. പക്ഷേ ആ ഒരു ടീം ബിൽഡ് ചെയ്യാൻ അദ്ദേഹം കൂടെ ചിന്തിക്കണം. മറിച്ച് ഇപ്പോൾ ചുറ്റും വന്നുകൂടുന്നവരും ഇതേ നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് ഇതും തന്നെ പറയുകയാണെങ്കിൽ ഈ പകപോക്കലും ദ്രോഹിക്കൽ അല്ലെങ്കിൽ നമ്മൾ ഫുൾ നെഗറ്റീവാണ്. ഇപ്പോൾ പോസിറ്റീവായിട്ട് എന്തൊക്കെ ചെയ്യാൻ ഈ ലോകത്ത് സമയം ഉണ്ട്, അവസരം കിട്ടുന്നു. ഒരു 10 വർഷം ഞാൻ വീണ്ടും പറയാം, എന്ത് ഓപ്പർച്യൂണിറ്റി ലോസ്റ്റ് ആണെന്നാണ് സത്യത്തിൽ ചിന്തിക്കേണ്ടത്. 9 തവണ അങ്ങേ സസ്പെൻഡ് ചെയ്തു, അതെല്ലാവർക്കും അറിയാം. ഈ പക പോക്കാൻ വേണ്ടി ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റുമോ? ഈ പക പോക്കുക, ബുദ്ധിമുട്ടുണ്ടാക്കാൻ നിർത്തിയില്ല. അത് എത്രയോ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എത്രയാ 4-5 വർഷം മുമ്പ് കിട്ടേണ്ട എൻ്റെ പ്രൊമോഷൻ ഇനിയും തന്നിട്ടില്ല ഇതുവരെ. ഇല്ല, അത് തെറ്റായ ഇപ്പോഴും സ്പെഷ്യൽ സെക്രട്ടറിയാണ് റാങ്കിൽ. എൻ്റെ ശമ്പളം അതൊക്കെയാണ്, ഇപ്പോഴും അതിലാണ് നിൽക്കുന്നത്. ഇപ്പം സെക്രട്ടറി ആവേണ്ട സമയം കഴിഞ്ഞു. പിന്നെ 5 വർഷമായില്ലേ. പ്രിൻസിപ്പൽ സെക്രട്ടറി ആവറായോ? ആവറായി. പക്ഷേ ഇത് തന്നിട്ടില്ല, ഞാൻ കാല് പിടിക്കാൻ പോയിട്ടില്ല. ഞാൻ അഹങ്കാരം ഇത് പറയല്ല. ഓക്കെ, ഈ പറഞ്ഞ കൂട്ട് ആ ശമ്പളം കൂടി കിട്ടിയത് കൊണ്ട്. അപ്പോൾ അങ്ങേക്കാൾ ജൂനിയറായ പലരും സെക്രട്ടറി ആയി കഴിഞ്ഞു. പലരോ ഇന്ത്യയിൽ മൊത്തം. ഞാൻ 2007 ബാച്ചിലെ 4ാം റാങ്കാണ്. അപ്പോൾ 7 ബാച്ച്, 8 ബാച്ച്, 9 ബാച്ച്, 10 ബാച്ച്. ഇപ്പോൾ 300-ലധികം പേര് എന്നെക്കാട്ടിലും ജൂനിയറായ ആൾക്കാർ എന്നെക്കാട്ടിലും ശമ്പളം മേടിച്ച് സെക്രട്ടറി റാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇന്ത്യ മുഴുവനും. എൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിലെ JS എംപാനൽമെൻറ്റിനുള്ള ഫയൽ പോകുന്ന സമയത്ത് ഇതേ ഫയൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് അവിടെ തന്നെ ഇരിക്കുക. അതായത് വേണു സാർ ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് എഴുതി, ഇത് എനിക്കെതിരെ മറ്റേ ആഴക്കടൽ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം തന്നെ കള്ളം, അതൊക്കെയാണ് പ്രശ്നം. ഇദ്ദേഹം തന്നെയാണ് ആ വിഷയത്തിൽ കള്ളം പറഞ്ഞ ആൾ. ഈ മേഴ്സിക്കുട്ടിയമ്മ അവരും കള്ളം പറഞ്ഞു. അപ്പോൾ അവർ ആ സമയത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി എനിക്കെതിരെ അന്വേഷണം ഇട്ടു. അന്വേഷണം മുഴുവൻ നടത്തി കഴിഞ്ഞപ്പോൾ വേണു സാർ ചീഫ് സെക്രട്ടറി വളരെ സത്യസന്ധമായിട്ട് അതിൽ എഴുതി, ഈ ആരോപണങ്ങൾ മുഴുവൻ തെറ്റാണ്, എൻ്റെ ഭാഗമാണ് പൂർണ്ണമായിട്ടും ശരിയെന്ന്. മാത്രമല്ല അതേ ഫയലിൽ തന്നെ മുൻ സുപ്രീം കോടതി ജഡ്ജ് ബഹുമാനപ്പെട്ട ഇദ്ദേഹം KS രാധാകൃഷ്ണൻ സാറ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമുണ്ട് എൻ്റെ ഈ മാറ്ററിൽ ഉള്ള സയൻസിൽ ചോദിച്ച് വാങ്ങിയ ലീഗൽ അഡ്വൈസ് ഉണ്ട്. അതിലും എൻ്റെ ഭാഗമാണ് പൂർണ്ണമായിട്ടും ശരി. അതിനുശേഷം അവിടെ ഓഡിറ്റ് നടന്നു, അതിനകത്തും എൻ്റെ ഭാഗമാണ് ശരി. എല്ലാം കഴിഞ്ഞിട്ട് വേണു സാറും എൻ്റെ പുറത്തെഴുതി ഇവനാണ് ശരി. പക്ഷെ ക്ലോസ് ചെയ്തില്ല. പക്ഷെ ആ ഫയൽ മുഖ്യമന്ത്രി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈഗോ, കാരണം അദ്ദേഹം കള്ളം പറഞ്ഞെന്നും അദ്ദേഹത്തിൻ്റെ ഭാഗം തെറ്റാണെന്നും അദ്ദേഹം തന്നെ ഒപ്പിടേണ്ടി വരുമല്ലോ. ലീഗൽ റെമഡി ഇല്ലേ? ഞാൻ കോടതി പോകേണ്ടി വരും ഇതിനൊക്കെ. എൻ്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ, ഇവിടെ നീതി ന്യായം നടത്തണമെങ്കിൽ ഞാൻ കോടതി തന്നെ പോകണമെന്നൊന്നുമില്ല. എനിക്ക് ശമ്പളം കൂടി വരാൻ കുറച്ച് സമയം പിടിക്കുന്നേ ഉള്ളൂ, എനിക്കത് കുഴപ്പമൊന്നുമില്ല. അല്ല, അപ്പോൾ ഈ കുടിശ്ശിക വല്ലതും കിട്ടുമോ? ഇനി പ്രൊമോഷൻ കിട്ടുമോ? അതെല്ലാം പിൻകാല ലാഭത്തോടെ കിട്ടുമോ? കിട്ടും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ കോടതിയും ഇതൊക്കെ ആയിട്ട് ഞാൻ എന്തിനാ എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? എനിക്ക് ആ സമയം കൊണ്ട് വരാൻ. അല്ല, ഇപ്പം ഞാൻ ചോദിക്കേണ്ടത്, ഇപ്പോൾ ഒരു പ്രതിസന്ധിയെല്ലാം പരിഹരിച്ചിട്ട് ഇപ്പോൾ കിട്ടേണ്ട പ്രൊമോഷൻ എന്നാൽ അതിലേക്ക് പെട്ടെന്ന് തരാൻ പറ്റുമോ? സെക്രട്ടറി ആയിട്ട് തരുന്നു, അപ്പം സീനിയോറിറ്റിയെ ബാധിക്കുന്നത്. ഇപ്പോൾ സെക്രട്ടറി ഇത്ര കാലം ഇരുന്നാൽ മാത്രമല്ലേ അടുത്ത വരാൻ പറ്റത്തുള്ളൂ. അല്ല, അതൊക്കെ ബാക്ക് ഡേറ്റ് വെച്ച് തരണം, അതാണ് നിയമം. അങ്ങനെയാണ് നിയമം. കാണിക്കുന്ന ഈ നിയമവിരുദ്ധതയ്ക്ക് ഒരു പരിധിയില്ലേ. എൻ്റെ പോയിന്റ് പക്ഷേ അതൊന്നുമല്ല. ഞാൻ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ മാറ്റേഴ്സ്, എൻ്റെ വിഷയമല്ല, സർവീസ് മാറ്റേഴ്സ്, അത് ഞാൻ ഹാൻഡിൽ ചെയ്യാം. എനിക്ക് അത്ര വലിയ വിഷയമൊന്നുമില്ല. കാരണം എനിക്ക് ലൈഫിൽ എന്താ വേണ്ടതെന്നുള്ളത് എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ജോലി ചെയ്യാനിപ്പോൾ ഏത് റാങ്കിൽ ഇരുന്നിട്ട് എന്നുള്ളതൊന്നുമല്ല. നമുക്ക് ഏൽപ്പിക്കുന്ന പണിയുടെ ഇതാണ്. ശമ്പളമാണെങ്കിലും എന്തായാലും കിട്ടും. ഇപ്പോൾ തന്നെ എനിക്ക് കിട്ടിയിട്ട് വലിയ അത്യാവശ്യം ചിലവൊന്നുമില്ല, ഡിപ്പോസിറ്റായിട്ടും അത് കുഴപ്പമില്ല. പക്ഷേ എന്നെ കൺസേൺ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഭിപ്രായം പറഞ്ഞാലോ സത്യസന്ധമായിട്ട് നിന്നാലോ ഉപദ്രവിക്കാൻ ഏത് ലെവലിലേക്കും ഒരു ഭരണാധികാരിക്ക് പോകാം എന്നുള്ള അത് കൾച്ചർ അത് കൊണ്ടുവന്നു കേരളത്തിൽ. ഇത്രയും മോശമായിട്ട് ആരും ഇതുവരെ ചെയ്തിട്ടില്ല ഈ ലെവലിൽ. നമ്മളിപ്പോൾ ഒരു സീനിയർ ലെവലിൽ പോകുന്തോറും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പക്വതയും മാന്യതയും ഒരു സ്റ്റേറ്റ്സ്മാൻലി പെരുമാറ്റമൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു പഞ്ചായത്ത് മെമ്പറിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതായിരിക്കില്ല MLA എന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ സീനിയർ ആവുമല്ലോ. പഞ്ചായത്ത് മെമ്പർ യങ് ആയിരിക്കും, കുറച്ചുകൂടെ എനർജി ആയിരിക്കും, കുറച്ചുകൂടെ ബഹളമൊക്കെ ഉണ്ടാക്കുന്ന ആളായിരിക്കാം. അപ്പോൾ ഒരു MLA ഒക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ അസംബ്ലി സ്പീക്കർ പറയും MLA അല്ലേ കുറച്ചുകൂടെ എന്ന് പറയില്ല. സീനിയർ MLA ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു പ്രായവും പക്വതയും അനുസരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മാന്യത എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ.
അത് ഒരു സ്റ്റേറ്റ്സ്മാൻലി ആയിട്ടെന്ന് പോലും ഞാൻ പോട്ടെ ഒരു സത്യപ്രതിജ്ഞ ചെയ്ത് നമ്മൾ ഭരണത്തിൽ വരുമ്പോൾ നമ്മുടെ സത്യപ്രതിജ്ഞയിൽ എന്താ പറയുന്നത്, വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ എന്നാണ്. വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ. പക്ഷേ പൂർണ്ണമായിട്ടും ഭയത്തിന് അടിപ്പെട്ടും മറ്റുള്ളവരോടുള്ള ഫേവർ അതിന് പ്രയോറിറ്റി കൊടുത്തും തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ശരിക്കും സത്യപ്രതിജ്ഞ ലംഘിക്കുകയാണ്. അങ്ങേപോലെ തന്നെ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥന്മാരിങ്ങനെ സീനിയോറിറ്റി തെരഞ്ഞവർ കാണുമോ സർവീസിൽ? ചിലപ്പോൾ കൊള്ളയോ കൊലപാതകമോ വൻ അഴിമതി കേസുകളോ അതിലൊക്കെ പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിലായേ ഉള്ളൂ. അല്ലാതെ ഈ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയും അന്നത്തെ മന്ത്രിയും പറഞ്ഞ കള്ളത്തിനൊപ്പം ചേർന്ന് കള്ളം പറയാത്തതിന് എനിക്ക് തോന്നുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഡോക്ടർ ജയതിലകിന് അങ്ങോട്ട് എന്താ ഇത്ര വ്യക്തി വിരോധം? കാരണം പിണറായി ഉള്ളതിനേക്കാൾ വിരോധം ഡോക്ടർ ജയതിലക് കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അല്ല, അദ്ദേഹം എന്നോട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നേച്ചർ. ഇപ്പോൾ പുള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്രയോ പേരുടെ കരിയർ ഇതുപോലെ ഉപദ്രവിക്കുക നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള എത്ര പേര് സെക്രട്ടേറിയറ്റിൽ ചോദിച്ചാൽ വൻ ലിസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഇത് പുതുമയൊന്നുമില്ല. അതിന് അങ്ങനെ ടെൻഡൻസി എന്താ അങ്ങനെ ഉണ്ടാവുന്നത്? ഹീസ് നോട്ട് ഓക്കെ. അദ്ദേഹത്തിന് ഒരു സാഡിസ്റ്റിക് നേച്ചറാണ്. പലരോടും ഇതുപോലെ പെരുമാറാറുണ്ട്. ഇപ്പോൾ വ്യക്തിവിരോധം തീർക്കേണ്ട ആൾക്കാരുടെ ലിസ്റ്റൊക്കെ എടുത്ത് ഞാൻ ഇത് പറയുമ്പം എന്താ പറയുക, ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യുമോ എന്ന് വിചാരിക്കും. ലിസ്റ്റ് തയ്യാറാക്കി വെച്ച് ചെയ്യും. അതെ എൻ്റെ അടുത്ത് ഉപദേശിച്ചിട്ടുള്ളതാണ്, ഡയറിയിൽ കാത്തു സൂക്ഷിക്കും, ഇങ്ങനെ എഴുതി വെക്കണമെന്ന് ആൾക്കാരുടെ പണിയെടുക്കാനുള്ള ലിസ്റ്റ്. ഈസ് വേറെ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാനിങ്ങനെ ആളെ കണ്ടിട്ടുണ്ട്. ഈ നിർമ്മാതാവ് ജോബി ജോർജിനറിയാവും? ഇല്ല. മമ്മൂട്ടിയുടെ ഒക്കെ സിനിമയൊക്കെ നിർമ്മാതാവ്, പല സിനിമയും കിഷ്കിന്ത കണ്ടൊക്കെ. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഞാനിരിക്കും പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഗ്രീൻ സോൺ, റെഡ് സോൺ, യെല്ലോ സോൺ. റെഡ് സോണിൻ്റെ അകത്ത് നമ്മുടെ നാട്ടിലുള്ള പലരുടെയും ഫോട്ടോ ഒടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം എന്നോട് അതെല്ലാം എനിക്കിട്ട് പണി തന്നവർ അവർക്കിട്ട് പണി കൊടുക്കാനുള്ളതാണെന്നാണ് പറഞ്ഞത്. ഫോട്ടോ ഒടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിവിൽ സർവീസിലുണ്ട്. ഉണ്ട്. അല്ല, ഇദ്ദേഹം ഇതിൽ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ചെയ്യുക. വേറെ ഇത്രയും ആലോചിച്ചാൽ മതിയല്ലോ. എലക്ഷൻ റിസൾട്ട് വന്നു, പുതിയ ഗവൺമെൻറ് വരാൻ നിൽക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു ചീഫ് സെക്രട്ടറി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്താണെന്നറിയാം? സസ്പെൻഷൻ നീട്ടുക. എൻ്റെത് സസ്പെൻഷൻ, പുതിയ സസ്പെൻഷൻ ഇടുക. ഡോക്ടർ ബി അശോകിനെ സസ്പെൻഡ് ചെയ്യുക. പിന്നെ ദുരന്ത നിവാരണ അതിനകത്ത് കുറേ പേര് പിരിച്ചുവിടാനുള്ള കടലാസ് നീക്കുക. റവന്യൂ വകുപ്പിൽ ഇതുപോലെ കുറച്ച് പേരുടെ എഗെയിൻസ്റ്റായിട്ട് എന്തോ ഒരു പരിപാടി ഫയൽ നീക്കാൻ നോക്കുന്നു. ബേസിക്കലി ഇദ്ദേഹം ലിസ്റ്റ് വെച്ചിട്ട് ഇറങ്ങിപ്പോയതിന് മുമ്പ് പ്രതികാരം ഇതല്ലേ, ഇതാണ് പ്രയോറിറ്റി. വേറെ അവിടെ ഒന്നും നടക്കുന്നില്ല. സെക്രട്ടറിയിൽ മറ്റേ ചീഫ് സെക്രട്ടറി ഓഫീസിൽ ഇപ്പം ആകെ നടക്കുന്നത് ഇത് മാത്രമാണ്. അപ്പം ഫയൽ കത്തിക്കൽ നടക്കുന്നുണ്ടോ തോന്നല്ലേ? അതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ മുഴുവൻ ക്ലോസ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ പ്രയോറിറ്റി. ഇതൊക്കെയാണ്. ഹീസ് ലൈക്ക് ദാറ്റ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളുള്ള ഫയലുകളിൽ ഞാൻ എതിരഭിപ്രായം എഴുതി. അപ്പോൾ അവരൊക്കെ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ അഭിപ്രായത്തിനൊന്നും എതിരൊന്നും എഴുതാൻ പാടില്ല. ഇത് ഞാൻ പലതവണ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ടിപ്പിംഗ് പോയിൻ്റ് ഫൈനൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നം വരുന്നത് ഒരു വർക്കിംഗ് ഗ്രൂപ്പ് ഫയലിനകത്ത് അദ്ദേഹം മിനിസ്റ്ററെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഞാൻ അത് പിടിക്കുകയും ചെയ്ത ഒരു കേസ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഭയങ്കര വയലൻ്റ് ആവുന്നത്. കാരണം മിനിസ്റ്റർ മുമ്പിലും കൂടെ അദ്ദേഹത്തിൻ്റെ കള്ളത്തരം വെളിപ്പെട്ടു എന്നുള്ളത് സ്വാഭാവികമായിട്ട്. പക്ഷെ ഇതൊന്നും പിണറായിക്ക് ബോധ്യപ്പെടത്തില്ല. ഇങ്ങനെയാണ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത്. ആരും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കത്തുമില്ല, അദ്ദേഹത്തിന് മനസ്സിലാവത്തില്ല. എനിക്കറിയില്ല അദ്ദേഹത്തിന് ഇതൊക്കെയാണോ ഇഷ്ടമെന്നും എനിക്കറിയില്ല. കാരണം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാലറിയാം, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കാലിൽ വീണ് കഴിഞ്ഞാൽ എന്തും ഒക്കെയാണ് എന്ന ഒരു മെസ്സേജ് എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ട്. നമുക്കത് കാണാം. കാലെ വീഴുക, അദ്ദേഹത്തിൻ്റെ പോയി കറക്റ്റായിട്ട് കാലെ തന്നെ വീഴുക, അതാണ് താല്പര്യം. അങ്ങനെ തന്നെയാണ്. അത് പേഴ്സണൽ, എല്ലാം വ്യക്തിപരമായിട്ടാണല്ലോ കാണുന്നത്. പ്രൊഫഷണലായിട്ട് കാലെ വീഴുക നമ്മളവിടെ ക്ഷമിക്കണമെന്ന് പറയുകയാണോ? അതവിടെ ചെന്നിട്ട് ജയലളിതരൊക്കെ കാലം പിടിക്കുന്നത് കാലിൽ വീണ ആളെ എനിക്കറിയാം. ആണോ? അല്ല, അങ്ങനെയാണ് എൻ്റെ അടുത്ത് ഉപദേശിച്ചത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അദ്ദേഹം അല്ല ഉപദേശിച്ചത്, മറ്റൊരു വ്യക്തിയാണ്. പക്ഷേ ഇതാണ്, അതവിടെ ചെന്ന് കാലെ വീഴണം, ചെന്നാൽ തീരും. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാം ടേക്ക് കെയർ ചെയ്യും, ഒരു പ്രശ്നവും ഇല്ലാന്ന്. അതായത് ഈ അഡ്മിനിസ്ട്രേഷൻ ഒരു പേഴ്സണൽ ഫീഫ്ഡം പോലെ ഞാനും എൻ്റെ ഒരു സംഘം ആൾക്കാർ നടത്തുന്നതാണെന്നുള്ളൊരു ധാരണ അങ്ങനെ അല്ലല്ലോ. നമ്മൾ ഈ അഡ്മിനിസ്ട്രേഷൻ ഇസ് ഡിഫറെൻറ്റ്. അഡ്മിനിസ്ട്രേഷനകത്ത് റൂൾ ബൗണ്ട് ആയിരിക്കണം. നമ്മൾ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഇമ്പാർഷ്യലായിട്ട് ഫെയർ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കണം. അല്ല ആൾക്കാരെ നോക്കിയിട്ടാണോ? ഇപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പ്രയോറിറ്റി. ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രയോറിറ്റി തീരുമാനിക്കുന്നത് അതാരാണ് അതും കൊണ്ട് വരുന്നതെന്നുള്ളതാണ്.
അല്ലെങ്കിൽ അതിൻ്റെ സ്പോൺസർ ഏതെങ്കിലും ഒരു വലിയ മുതലാളി ഉണ്ടോ, വേറെ ആരെങ്കിലും? ഇത് പലതിനും പുറത്തുനിന്നാണ് ആൾക്കാർ ഇടപെടുകയും ചെയ്യുന്നത്. ഈ ഗവൺമെൻറ്റിനകത്ത് സാധാരണഗതിയിൽ ഗവൺമെൻറ്റിനകത്ത് നമ്മൾ ഫയൽ പുട്ടപ്പ് ചെയ്ത് അങ്ങനെ ഒരു ഡിസിഷൻ വരും, അല്ലെങ്കിൽ അകത്ത് ചർച്ചകൾ നടക്കും, കാരണങ്ങൾ വരും, ഇതിന് മുമ്പത്തെ ചിലവാക്കിയതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരും, ഒരു ഉത്തരവാദിത്വം വേണമല്ലോ ഇതിനൊക്കെ. ഇതൊന്നുമില്ല, അത് പുറത്തുനിന്ന് ആരെങ്കിലും അങ്ങ് കയറി വരും. എന്നിട്ട് ചിലപ്പോൾ അങ്ങ് ഡയറക്റ്റ് സെക്രട്ടറി ലെവലിലൊക്കെ എന്തൊക്കെയോ പ്രസൻറ്റേഷൻ കൊണ്ടുവന്ന് വഴിപോക്കരൊക്കെ ആയിരിക്കും. അവർ വന്നിട്ട് വലിയ പ്രസൻറ്റേഷൻ കാണും, ഇത്ര കോടി മറ്റേത് മറിച്ചത്. ഇവിടെ നിന്ന് നടക്കാതായപ്പോഴാണെന്ന് തോന്നുന്നു പിന്നീടല്ലേ കിഫ്ബി വഴിയുള്ള പരിപാടികളും പിന്നെ സ്റ്റാർട്ടപ്പ് മിഷൻ വഴിയുള്ള പരിപാടികൾ, അങ്ങനെ കുറേ സാധനങ്ങൾ, കുറേ മിഷനുകൾ കുറേ വന്നല്ലോ. പിന്നെ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു പരിപാടി, പല രീതിയിലുള്ള അക്രഡിറ്റേഷൻ പല ഡിപ്പാർട്ട്മെൻറ്റുകളെ കൊണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഈ വർക്ക് മുഴുവനും പോകുന്നത് ആർക്കൊക്കെയോ ആണ്. ഇതൊക്കെ ശരിക്കും പരിശോധിച്ചാൽ വളരെ രസകരമായിട്ടുള്ള ഒരു വർക്ക് കൾച്ചർ, ഈ പ്രൊക്യൂർമെൻറ്റ് നിർത്തിയിട്ടുള്ളൊരു വർക്ക് കൾച്ചർ എന്ന് പറയും. പ്രൊക്യൂർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൽ പൈസ ചിലവാക്കൽ. അത് നമ്മൾ ഒരു ബിൽഡിംഗ് പണിയാനായിക്കോട്ടെ, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് കൊടുക്കാൻ, എന്ത് ചെയ്താൽ അതിനാണ് ഈ പ്രൊക്യൂർമെൻറ്റ്, ടെൻഡറിങ് എന്ന് ഒറ്റ വാക്കി പറയുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് അങ്ങ് തീർന്നു. ഗവൺമെൻറ് ഓഫ് കേരളയിൽ പണ്ട് നമ്മൾ ടെൻഡർ ഇതൊക്കെ നോക്കിയാൽ അറിയാം, ഈ ടെൻഡർ എന്തെന്നൊക്കെ പറഞ്ഞ് ആ സൈറ്റിൽ പോയി എന്തുമാത്രം ടെൻഡറിങ് അവിടെ കാണുന്നു. ഇപ്പോൾ ടെൻഡറിങ് ഒക്കെ അങ്ങ് ശുഷ്കിച്ചില്ലാതായി. ഇപ്പോൾ ഒന്നുകിൽ ഊരാലും വഴി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കെൽട്രോൺ വഴി, വേറെ ഏതെങ്കിലും ഒരു ഏജൻസി വഴി, ഇങ്ങനെയാണ് ഇപ്പം ചെയ്യുന്നത്. ഒരു സുതാര്യമായിട്ടുള്ള ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇല്ലാണ്ടായി. ഈ ഊരാളുങ്കൻ എങ്ങനെ അങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്, ടെൻഡർ ഇല്ലാതെ കൊടുക്കാൻ പറ്റുന്നത്? ഒരു അക്രഡിറ്റേഷൻ്റെ ഒരു ജിയോ ഇറക്കി, അത്രയേ ഉള്ളൂ. ഇതിൽ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഏജൻസികൾ വരുന്നതിൽ വലിയ തെറ്റോ ഇതുമല്ല, അത് മാത്രമായി പോകരുത്. അതാണ് ഇപ്പം ടെൻഡർ കൊടുക്കാൻ അലർജി പോലെയാണ്. വലിയ നിരക്കിനായിരിക്കില്ല, ഒരുപക്ഷെ അതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ വർക്ക് നടന്നേക്കാം ഈ ക്വാളിറ്റി. അതായത് ഒരു ഫെയർ പ്രോസസ്സ് വേണ്ടേ? നമ്മൾ ഒരു 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 ഭരണഘടന പറയുന്ന ഒരു സാധനമാണ് ഇക്വാലിറ്റി. എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ താല്പര്യവും സൗകര്യവും കൊടുക്കണം. ഒരു ആൾക്ക് മാത്രം നമ്മൾ പേരെടുത്തത് നിനക്ക് ഞാൻ ഇതങ്ങ് തരും. ഇത് രാജഭരണത്തിലാണ് അതൊക്കെ നടക്കുന്നത്. ബി അശോക് സാറിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ അത് എന്നോട് പറഞ്ഞൊരു സംഭവം, ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഒരാൾ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഉടൻ തന്നെ വേറൊരാളെന്നൊരു അഭിപ്രായം പറഞ്ഞു. ഉടൻ തന്നെ പിണറായി കിടക്കുന്ന അലറി, മിണ്ടായിരുടെ അവിടെയെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരാൾ അഭിപ്രായം പറഞ്ഞില്ല, അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന തരത്തിൽ മീറ്റിംഗ്. ഇത്തരത്തിൽ ജീവനക്കാരെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു രീതി, ജീവനക്കാരെന്ന് പ്രത്യേകിച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതി പിണറായിക്കുണ്ടോ? വളരെയധികം ഉണ്ട്. ഈ പബ്ലിക്കിൽ കാണുന്നതോ അല്ലെങ്കിൽ ആ ഒരു 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 നമ്മൾ ക്യൂറേറ്റ് ചെയ്ത് പുറത്ത് കാണിക്കുന്ന ഇമേജോ അല്ല. മീറ്റിങ്ങുകളിലൊക്കെ വളരെ എന്താ പറയുക, ഓൺലൈൻ മീറ്റിങ്ങിൽ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇൻസൾട്ട് ചെയ്യും. നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതപ്പം കട്ട് ചെയ്യും. സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് കാണാമല്ലോ, ഒരു 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 മൈക്ക് ഓപ്പറേറ്റർ എടുത്തോ അല്ലെങ്കിൽ അനൗൺസ് ചെയ്യുന്ന ഒരു കുട്ടിയെടുത്തോ കാണിക്കുന്ന ആ ഒരു ലെവൽ ഓഫ് എന്താ പറയുക ഡിസ്റെസ്പെക്റ്റ് ആൻഡ് ഇൻടോളറൻസ്, ഇതിനെ പോലെ ഇതിൻ്റെ മറ്റൊരു വകഭേദമാണ് നമ്മൾ മിക്കവാറും മീറ്റിങ്ങുകൾ കാണും. മീറ്റിങ്ങിൽ വരുന്നവരുമൊക്കെ നിങ്ങളെക്കാട്ടിലും താഴെയാണെന്നും അല്ലെങ്കിൽ നിങ്ങളാരും അഭിപ്രായം പറയാൻ യോഗ്യരല്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡും വൈബുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ആരും അഭിപ്രായം പറയില്ല. അങ്ങനെ വരുമ്പോഴാണ് പല പ്രധാനപ്പെട്ട ഈ മീറ്റിങ്ങുകളിലും ഉദ്യോഗസ്ഥർ സത്യസന്ധമായിട്ട് അഭിപ്രായം പറയാത്തതും പിന്നീട് ഈ പ്രോജക്റ്റുകൾ പോയി പ്രശ്നത്തിലാവുന്നതും. ഇപ്പോൾ കേരളയിൽ പോലുള്ള ഇതൊക്കെ. എല്ലാവർക്കും ആത്മാഭിമാനമുണ്ട്, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. എല്ലാവരും നമ്മളൊക്കെ മനുഷ്യരാണ്. ഇപ്പം ഞാനും മനുഷ്യനാണ്, എനിക്കും ഇമോഷൻസൊക്കെ ഉണ്ടാവില്ലേ? നമ്മൾ ആരെയും അവിടെ പബ്ലിക്കലി ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് അഭിപ്രായം പറയാതിരിക്കും. മാത്രമല്ല നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ പിന്നെ ശ്രമിക്കുകയും ചെയ്യും. ഒരു സഹിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റില്ലേ? നോട്ട് ജസ്റ്റ് ഇൻസൾട്ട്, അതിനുശേഷം പകയോടെ പലപ്പോഴും പിന്നാലെ പോകുന്നത് പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അവരുദ്ദേശിച്ച ഒരു കാര്യത്തിലേക്ക് പോകുന്നതിന് വഴിയിലൊരു വിഘാതമായിട്ട് കാണുകയാണെങ്കിൽ then you are finished. ഇതിൻ്റെ ഒരു തിക്തഫലം എന്താണെന്ന് പറയാം. അതായത് ഈ സത്യസന്ധമായി റിപ്പോർട്ട് കൊടുക്കാൻ പേടിയായതുകൊണ്ടാണ് ഇൻ്റലിജൻസ് DGP നമ്മുടെ വിജയൻ സാറ് 78 സീറ്റ് കിട്ടി ജയിക്കുമെന്ന് റിപ്പോർട്ട് കൊടുത്തത്. ആ റിപ്പോർട്ട് തയ്യാറാക്കിയ ഓഫീസർമാരെ പലരെ എനിക്കറിയാം. അപ്പം ഉദാഹരണത്തിന് ഞാൻ സ്ഥലം ജില്ലയൊന്നും പറയുന്നില്ല. അപ്പോൾ എന്നോട് കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹം തോക്കുന്നു, ഞാൻ കൊടുക്കത്തില്ല. ഞാൻ പറഞ്ഞാലും നിങ്ങൾ റിയാലിറ്റി റിയാലിറ്റി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇത്തരത്തിലാണ് അദ്ദേഹം അവസാന നിമിഷം വരെ 75 സീറ്റ് കിട്ടും എന്ന് കരുതിയിരുന്നെന്ന് തോന്നുന്നു. അത് റിയലിസ്റ്റിക് ഇൻപുട്ട് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും സൂചിപ്പിക്കാൻ തുടങ്ങും, മത്സരിച്ച് സൂചിപ്പിക്കും. അദ്ദേഹത്തോട് അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് സഹതാപം തോന്നാറുണ്ട്. കാരണം അദ്ദേഹത്തിന് മാനേജ്മെൻറ്റ് ശേഷി ഇല്ലാത്തതുകൊണ്ടല്ലേ.
അദ്ദേഹത്തിന് ആ ഒരു ടോളറൻസ് ഇല്ലാത്ത ആ ഒരു കഴിവില്ലാണ്ട് പോയി. അതുകൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി പുള്ളിയുടെ പിന്നീടുള്ള എല്ലാം അങ്ങനെയാണ് പോകുന്നത്. ഇതൊരു ആ, ഒരു പ്രൈവറ്റ് സ്ഥാപനമോ അല്ലെങ്കിൽ നമ്മളൊരു അധോലോകമൊക്കെ നടത്തി പോവുകയാണെങ്കിൽ അവിടെയൊക്കെ ദിസ് ഈസ് ഓക്കെ. ജനാധിപത്യത്തിൽ ഇത് പറ്റത്തില്ല. അങ്ങ് ഈ ഔദ്യോഗിക ജോലിക്കിടയിൽ അത് ഇദ്ദേഹം കൺഫ്രണ്ട് ചെയ്യേണ്ട എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ പിണറായി ആയിട്ട്? നേരിട്ട് കൺഫ്രണ്ട് ചെയ്തിട്ടുള്ള അങ്ങനെ പ്രത്യേകിച്ച് വന്നിട്ടില്ല. ആകെ ഞാൻ നേരത്തെ പറഞ്ഞ ലാൻഡ് അക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയത്തിൽ ഞാൻ അഭിപ്രായം ജയത്തിലക്ക് സെക്രട്ടറി ആയിരുന്നപ്പോൾ അല്ല ഇത് തൊടുപുഴയിലെ ഒരു ഭൂമി അത് വേറെ ഇത് ഒരു മീറ്റിങ്ങിൽ ഞാൻ ലാൻഡ് അക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം പറയുന്നുണ്ട്. കൊയിലാണ്ടി ബൈപ്പാസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിമാൻഡുണ്ട്, ബൈപ്പാസ് വേണമെന്ന്. അതല്ല, ഈ നാഷണൽ ഹൈവേ അവിടെ തന്നെ വൈഡൻ ചെയ്യണം എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ ഈ കടകളൊക്കെ അവിടെ പഴയതാണെങ്കിലും ഈ ഭൂ ഉടമകൾ അത് വിൽക്കാൻ തയ്യാറാണെങ്കിലും അവിടെ വാടകയ്ക്ക് നിൽക്കുന്നവരുണ്ടല്ലോ, അവർക്ക് ഒഴിയാൻ കുറച്ച് മടിയുണ്ട്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും വ്യാപാരികൾ ഒരു ലോബിയാവുന്നു. ഇപ്പുറത്ത് ഈ ഭൂമി നഷ്ടപ്പെടാൻ പോകുന്ന കുറേ വീട് നഷ്ടപ്പെടാൻ പോകുന്ന ആൾക്കാർ അവർ സംഘടിച്ച് മറ്റൊരു സൈഡിലുമായി ഇവർ തമ്മിൽ തർക്കമുണ്ട്. ഇതിലൊരു പക്ഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇവർ. അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറയുന്നുമില്ല. പക്ഷേ ഈ മീറ്റിങ്ങിൽ ഞാൻ പറയുന്നത് വെച്ചാൽ നിയമപരമായിട്ട് നമ്മൾ അവിടെ ഒരു എന്താ പറയുക സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡി നടത്തണം. സോഷ്യൽ ഇമ്പാക്റ്റ് സർവേ നടത്തിയതിന് ശേഷം ഏതാണ് കറക്റ്റ് എന്ന് തീരുമാനിക്കുക. അത് നടത്തിയിട്ടില്ല അവിടെ. അപ്പോൾ നടത്തണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ ഉദ്യോഗസ്ഥരും കേൾക്കുന്നുണ്ട്, അവർക്കും അറിയാം അത് ചെയ്യേണ്ടതാണ്. പക്ഷേ CM അന്നേരം ചോദിക്കുന്നതാണ്, കളക്ടർ മറ്റേ സൈഡാണല്ലേ എന്ന്. ഞാൻ പറഞ്ഞത് സൈഡിൻ്റെ അല്ല സാർ, നിയമം ഇങ്ങനെയാണ്, ഇത് നടത്താതെ ചുമ്മാ മറ്റേ വയലിനകത്തൂടെ അങ്ങ് എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അന്നത്തെ റവന്യൂ സെക്രട്ടറി, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം വന്നിട്ട് പറയാം, എൻ്റെ അടുത്തും എൻ്റെ ഡെപ്യൂട്ടി കളക്ടറെന്നും പറയാണ്, പ്രശാന്ത് എന്തോ പറഞ്ഞത് CMന് മറ്റേതാ താല്പര്യം, പ്രശാന്ത് എന്തിനാ ഇത് പറയാൻ പോയത്? ഞാൻ പറഞ്ഞല്ല സാർ, അദ്ദേഹത്തിൻ്റെ താല്പര്യം അദ്ദേഹം പറയട്ടെ, ഞാൻ എൻ്റെ അഭിപ്രായമല്ലേ പറയുന്നത്. പക്ഷേ അന്ന് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് പെട്ടെന്നാണ് ഉദ്യോഗസ്ഥർ രാജാവിൻ്റെ തിരുമനസ് അറിഞ്ഞ് സംസാരിക്കാൻ തയ്യാറാവുന്നതെന്നാണ്. പിന്നെ അദ്ദേഹത്തിന് കേൾക്കേണ്ടത് അദ്ദേഹത്തിന് എന്ത് വേണം, അതനുസരിച്ച് എല്ലാവരും ചുറ്റും അങ്ങ് സെറ്റാക്കാൻ തുടങ്ങി. ഇത് ഞാൻ കലക്ടറായിരിക്കും എന്ന് വെച്ചാൽ ഇദ്ദേഹം CM ആയിട്ട് അധികകാലം ആയിട്ടില്ല, അന്നേ ഇത് തുടങ്ങി. അധികം വൈകാതെ അദ്ദേഹം ഒരു സെല്ലിനകത്തായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ചുറ്റും കൂടി അവർ തീരുമാനിക്കുന്നതും പറയുന്നതും അവർക്ക് വളരെ ഇഷ്ടമാണ്. അത്ര കഴിവ് അല്ലെങ്കിൽ അത്ര ഒരു ദൈഷ്ണിക ശേഷി ഇല്ലാത്തവരെ നേതൃസ്ഥാനത്ത് വെച്ചുകൊണ്ട് നടക്കാൻ ചുറ്റുമുള്ളവർക്ക് വലിയ താല്പര്യമാണ്. കാരണം അവരുടെ കാര്യങ്ങളെല്ലാം നടക്കും. VSന്റെ കാലത്തും വർക്ക് സർവീസിലുണ്ടല്ലോ. പിന്നെ അന്ന് അദ്ദേഹത്തിന് ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡൊന്നും ഇല്ലായിരുന്നു. അതുമായിട്ട് അങ്ങനെ നേരിട്ട് ഇൻട്രാക്ഷൻ ഒന്നും വന്നില്ല. നമ്മൾ വളരെ ജൂനിയർ അല്ല, നമ്മൾ സബ് കളക്ടർ. പക്ഷെ അന്ന് അസിസ്റ്റന്റ് കളക്ടർ എന്ന പീരീഡിലൊക്കെ ഈ ഭൂമി കയ്യേറിയ പല ഭൂമികൾ ഇത് ഒഴിപ്പിച്ചെടുക്കലും അത്തരം പ്രോജക്റ്റിലൊക്കെ അന്ന് വർക്ക് ചെയ്യാൻ ഒരു അവസരം ഉണ്ടായി. അപ്പോൾ ഇടപെടത്തില്ല? ഇല്ലല്ല, വളരെ സ്ട്രോങ് ആയിട്ട് ഒഴിപ്പിക്കണം എന്നുള്ള സ്റ്റാൻഡായിരുന്നു. അയ്യോ, അത് മുകളിൽ നിന്ന് ആർക്കും തിരിച്ച് അല്ല ഒഴിപ്പിക്കാതെ സെറ്റിൽ ചെയ്യണമെന്നോ അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു താഴം വരെ. അത് വളരെ ക്ലിയർ ആയിരുന്നു. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇരുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം CM തന്നെ ചുമതലയുള്ള ഏതെങ്കിലും വകുപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ KSINCയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു. അപ്പം ഇൻലൻഡ് നാവിഗേഷൻ, ഇൻലൻഡ് നാവിഗേഷൻ മറ്റേ വിഷയം വാട്സാപ്പ് വിഷയമൊക്കെ ഉണ്ടാകുന്ന സമയത്ത്. അതെ, മറ്റേ ആഴക്കടൽ മത്സ്യബന്ധനമൊക്കെ നടക്കുന്ന അപ്പോൾ അതിൻ്റെ വകുപ്പ് മന്ത്രി CM ആണ്. ഓക്കെ, അത് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് കണ്ടൊരു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എന്തൊരു വലിയ പദ്ധതി പ്രഖ്യാപിച്ചായിട്ട് എൻ്റെ ഒരു ഓർമ്മ വരുന്നത്. അതെന്താ? അത് ഈ സർക്കാർ ആദ്യത്തെ സർക്കാർ വന്ന സമയത്ത് പ്രഖ്യാപിച്ചതാണ്. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഇൻലൻഡ് നാവിഗേഷൻ കനാൽ ശരിയാക്കുമെന്നും, അതായത് ഈ കനാലിലൂടെ നമ്മുടെ ചരക്ക് മാത്രമല്ല ആൾക്കാർക്കും യാത്ര ചെയ്യാനുള്ള ഒരു സംവിധാനം കൊണ്ടുവരിക എന്നുള്ള വളരെ അംബീഷ്യസ് ആയിട്ടുള്ള പ്രോജക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ തുടക്കത്തിലുള്ള റിവ്യൂ മീറ്റിങ്ങുകളിൽ 1-2 ഞാൻ പങ്കെടുത്തായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്ന്. ആരോ എന്തോ പറഞ്ഞു, അദ്ദേഹം പറയുന്നു. അത് ഒന്നും പിടികിട്ടുന്നില്ല. കാരണം നമുക്കത് മനസ്സിലാവും. മീറ്റിങ്ങിൻ്റെ ആ പോക്ക് കാണുമ്പോഴോ അദ്ദേഹത്തിന് കാര്യങ്ങളൊന്നും ഗ്രഹിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ എനിക്ക് തന്നെ തോന്നുന്നൊരു സംശയമായിരുന്നു. ഇത്രയും പൈസ മുടക്കിയിട്ട് 10,000 കോടിയാണ് മുടക്കുന്നത്, വെള്ളത്തിൽ കലക്കുകയാണ്, ഡ്രഡ്ജ് ചെയ്യാണ്. ഒരു വശത്ത് ഡ്രഡ്ജ് ചെയ്യുമ്പോഴേക്കും മറ്റേ അവിടെ വീണ്ടും മണ്ണ് വരില്ലേ. ഈ ഡ്രഡ്ജിങ് എന്താണെന്ന് അറിയുന്നവർക്ക് അറിയാം. മണ്ണിങ്ങനെ അടിഞ്ഞുകൊണ്ടിരിക്കും. വെറുതെ ഇങ്ങനെ ഡ്രഡ്ജ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ കനാലിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എയർ ഡ്രാഫ്റ്റ്, വാട്ടർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ 2 സാധനങ്ങളുണ്ട്. ഒന്ന് വാട്ടർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിലൂടെ പോകുന്ന യാനങ്ങളുടെ ഡെപ്താണ്, അതിനനുസരിച്ച് അത്രയും ഡെപ്ത് അവിടെ വേണം, ഇല്ലെങ്കിൽ അടിയിടിക്കും.
2 എയർ ഡ്രാഫ്റ്റാണ്. എയർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ബോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും യാനോ അതിൻ്റെ ഹൈറ്റിനനുസരിച്ച് മുകളിലും സ്പേസ് വേണം. പക്ഷെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാലമാണ്. അതെ. അപ്പോൾ ഈ പാലങ്ങൾ മുഴുവൻ പൊളിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ എയർ ഡ്രാഫ്റ്റും വാട്ടർ ഡ്രാഫ്റ്റും ഒരുപോലെയുള്ള വിട്ടുള്ള സ്ഥലങ്ങളില്ല. ഇത് ലാൻഡ് അക്വിസിഷൻ വേണ്ടി വരും, പാലം പുതുക്കി പണി, കുറേ ഭയങ്കര ഇൻവെസ്റ്റ്മെൻ്റ് ആണിത്. പക്ഷേ ഇതൊന്നും മനസ്സിലാവാതെ അദ്ദേഹം കേട്ടോണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഡ്രഡ്ജ് ചെയ്തിട്ട് ഇവിടെ നിന്ന് മണലെടുത്ത് അവിടെ പോയി അതോടെ എല്ലാം ശരിയാവും, എല്ലാ പ്രശ്നം തീരും. ഫുൾ സ്റ്റോറി കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഈ പൈസ മുഴുവൻ പോവാണ്. സംസ്ഥാനത്തിൻ്റെ 5000 കോടി വെള്ളത്തിൽ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇത് 10 വർഷം മുമ്പത്തെ കഥയാണ് ഞാൻ പറയുന്നത്. ഈ ഏറ്റവും അവസാനം ഈ ഗംഭീര പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനം നടന്നായിരുന്നു ഇലക്ഷൻ്റെ തൊട്ട് മുമ്പേ. പൂർത്തിയാക്കി കഴിഞ്ഞ് അല്ല പണിയാനുള്ള ഉദ്ഘാടനം. അതെന്തായിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ ജനങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി കാണേണ്ടതാണ്. ഇവിടെ ഒരു ചെറിയ സ്ട്രെച്ച്, ഒരു 100 മീറ്റർ കഷ്ടി ഒരു കൊച്ചു ബോട്ടിനകത്ത് കയറിയിട്ട് അങ്ങോട്ട് പോയിട്ട് ഇത് ഉദ്ഘാടനം ചെയ്തു എന്നാണ് പറയുന്നത്. എൻ്റെ സംശയം അന്ന് ആദ്യത്തെ റിവ്യൂ മീറ്റിങ്ങിൽ തന്നെ എനിക്ക് തോന്നിയ സംശയം എന്ന് പറഞ്ഞാൽ ഇത്രയും 5000 കോടി വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? പരമാവധി ഒരു കൊച്ചു മോട്ടോർ ബോട്ടിൽ ഇവിടുന്ന് അവിടം വരെ പോവാം. 5000 കോടി ചിലവാക്കിയിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു ബോട്ടിൽ ഇവിടുന്ന് അവിടം വരെ പോകാൻ വേണ്ടി ഒരു തമാശയ്ക്ക്, ഒരു നേരത്തേക്ക്, ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി, അതാണ് ഞാൻ അന്ന് വിചാരിച്ചത്. പക്ഷെ ഉദ്ഘാടനം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അതുപോലും സാധിച്ചില്ല. ആകെ 200 മീറ്റർ. അപ്പോൾ ഈ പൈസയൊക്കെ പോവുകയാണ്. ഞാൻ പറഞ്ഞ ഒന്നുകിൽ അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല അദ്ദേഹത്തെ ഇത് പറഞ്ഞ് പറ്റിക്കുകയാണെന്ന്. പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നാമ്പുറത്ത് എന്തെങ്കിലും ഇടപാടുകൾ കാണും, നമ്മളറിയുന്നില്ല. ഡ്രഡ്ജിങ് വലിയ പൈസ ഉണ്ടാക്കാൻ പദ്ധതികൾ പ്രഖ്യാപിക്കുക. അതെ, ഉദാഹരണത്തിന് കേരളയിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചത് ഒരുപക്ഷെ സാധനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കാം. ഈ പർച്ചേസ് ആയിരിക്കും അതിൻ്റെ ലക്ഷ്യം. പോയാൽ പോയി. ഇപ്പം നമ്മുടെ ഇവിടെ ഒരു കനാല് ഏത് വഴി, ഞങ്ങൾ എരുമേലി വഴിക്കൊക്കെ പോകുമ്പോൾ വഴിയിൽ TM ജേക്കബിൻ്റെ കാലത്ത് ഒരു കനാല് കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു തെന്മല കല്ലട പദ്ധതി അതാണെന്ന് തോന്നുന്നു. അതൊന്നും ഒരിക്കലും വെള്ളം ഒഴുകിയിട്ടില്ല, അതുകൊണ്ടായിരിക്കുന്നതാണ്. അപ്പം ഈ പദ്ധതി ഇതാരും ചോദിക്കാനില്ല. ഇത് ആരും എതിരഭിപ്രായം പറയുന്നില്ല, എല്ലാവരും ഓക്കെയാണ്, അടിപൊളി എന്ന് പറഞ്ഞ്. കാരണം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതാണ് എന്ന് പറഞ്ഞ് എല്ലാവരും എന്നാൽ പിന്നെ അനുസരിച്ച് ആയിക്കോട്ടെ എന്ന്. എതിരഭിപ്രായം ഒന്നും പറയാൻ പാടില്ല. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നതാണ്, വ്യക്തിപരമായിട്ട് ഇൻസൾട്ട് ചെയ്യും, വ്യക്തിപരമായിട്ട് ഉപദ്രവിക്കും. പിന്നെ ആരഭിപ്രായം? ഇങ്ങനത്തെ പദ്ധതികൾ വേറെ ഉണ്ടോ എല്ലാ അറിവിൽപ്പെട്ടിടത്തോളം? ഇത് K-Phone ക്ലാസ് ആണ്, അല്ലെങ്കിൽ K-Phone എന്താ ഒന്നും ആയില്ല. അതൊരിക്കലും വയബിളായിട്ട് ഉള്ളല്ലോ. കുറേ പൈസ ചിലവാക്കിയിട്ടുണ്ട്. 1600 കോടിയോ മറ്റോ ചിലവായെന്ന് തോന്നുന്നു ഈ കേബിളൊക്കെ ഇടാൻ വേണ്ടി. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഇവിടെ നമുക്ക് പ്രൈവറ്റ് പാർട്ടികളോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും. മാത്രമല്ല കേരളത്തിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഡാറ്റ ഏറ്റവും ചീപ്പസ്റ്റ് ഇന്ത്യയിലാണ്. ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് പെനട്രേഷൻ ഉള്ളത് കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിൽ ഓൾറെഡി ജിയോയും മറ്റേത് മറിച്ച് ഇവരൊക്കെ സൗജന്യമായിട്ടും പല സ്കീമുകളും ഒക്കെ തരുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ പുതുതായിട്ട് യു ആർ റീഇൻവെൻറ്റിംഗ് ദ വീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സേ അല്ല ഇത്, നമുക്കിതൊന്നും ചെയ്യാൻ അറിയത്തുമില്ല. ഇപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയമല്ല ഇത്, ടെലികമ്മ്യൂണിക്കേഷൻ സെൻട്രൽ ലിസ്റ്റിലുള്ള ഐറ്റമാണ്. അപ്പോൾ നമ്മളൊരു പൊതുമേഖലാ സ്ഥാപനത്തെ ഇവിടെ BSNL ഒക്കെ വിറ്റ് അവർ എക്സിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേന്ദ്രം. അപ്പോഴുണ്ട് നമ്മൾ പുതുതായിട്ടൊരു സാധനം കൊണ്ടുവരുവാണ് 1500 കോടി. ഇവിടെ ഡിമാൻഡ് ഇല്ലാത്തൊരു വിഷയത്തിന് നമുക്കിവിടെ ആവശ്യങ്ങൾക്ക് ചിലവാക്കാൻ പൈസ ഇല്ലാത്തപ്പോഴാണ് ഇത് ചെയ്യുന്നത്. അവിടെയാണ് ഈ പ്രയോറിറ്റിയുടെ ഒരു വിഷയം വരുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ കൊക്കോണിക്സ് എത്ര കേസ് ഇങ്ങനത്തെ കൊക്കോണിക്സ് ഒരു ലാപ്ടോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതോടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഇത് കൊക്കോണിക്സ് അല്ല എന്താ പറയുക ലാപ്ടോപ്പ് പർച്ചേസും അവിടെ നിന്നായിരിക്കും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. കാണാനില്ല. ഇതുപോലെ വാക്സിൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. വാക്സിൻ നിർമ്മാണം റിസർച്ച്. പിന്നെ ഇവിടെ ഈയിടെ ഒരു വൈറോളജി അവിടെ ഉള്ള അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫ് വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, സാർ വലിയ കഷ്ടമാണെന്ന്. കാരണം കെട്ടിടം മാത്രം പണിതിട്ടിട്ട് ബോർഡും വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ബോബി ചെമ്മണ്ണൂരിൻ്റെ മാതൃകയാണ് അത് എടുക്കുന്നത്. ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കും, 1-ാം പേജിൽ പരസ്യം കൊടുക്കും, വാർത്ത കിട്ടും, എന്താ പിന്നെ ഒന്നും കേൾക്കാറില്ല. ഇതിൽ ആക്ച്വലി സാഡ് ഇതിൽ കുറേ പേര് വീണു പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊന്നും മിണ്ടരുത് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറയുന്നത് ഈ ആൾക്കാരെ പറ്റിക്കുന്നത് ഇതൊക്കെ ഒരു പരിധിവരെയൊക്കെ PR അതൊക്കെ ദാറ്റ് ഈസ് ഓൾ ഫൈൻ. പക്ഷേ ഞങ്ങളും കൂടെ കള്ളം പറയണമെന്ന് പറയരുത്, ഞങ്ങളെയും കൂടെ നിർബന്ധിക്കരുത്. നമുക്കെങ്കിലും സത്യം പറഞ്ഞ് ജീവിച്ചു പോകണ്ടേ. അദ്ദേഹത്തിന് വേറെ അജണ്ട ഉണ്ടാവും ഇതൊക്കെ പറഞ്ഞ് പറ്റിച്ച ആൾക്കാരെ കൊണ്ടുപോകുന്നത്. ആക്ച്വലി സാഡ്. ഇങ്ങനെയൊന്നും അല്ല പൊളിറ്റിക്സ് ആവേണ്ടത്. ഇനിയെങ്കിലും ആരും ഇത് ആവർത്തിക്കാതിരിക്കട്ടെ എന്നുള്ളത് നമുക്ക് പറയാനുള്ളൂ. കാരണം ഈ ഒരു ട്രെൻഡ് ഈ ഒരു രീതിയിലും ആവാം.
നമുക്ക് തിരിച്ച് ചോദ്യമൊന്നും ആരും ചോദിക്കില്ല എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കൾച്ചറോ സ്റ്റാൻഡേർഡും വീണു. ഇതൊക്കെ പറയാൻ ഞാനാരാന്നായിരിക്കും പലരും ചിന്തിക്കുക, ഒരു ബ്യൂറോക്രാറ്റ് ആരാ ഇതൊക്കെ പറയാമെന്ന്. പക്ഷേ ഞാൻ പറയുന്നത് ഞാനൊരു പൗരനാണ്, ഞാനൊരു മനുഷ്യനാണ്. എനിക്കും ഇവിടെ നല്ല നാട്ടിൽ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഈ കേരളം നന്നായിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഇത് IAS മാത്രമൊന്നും അല്ലല്ലോ, ഞാൻ ഒരു മനുഷ്യൻ കൂടല്ലേ. സോ ഐ ഹാവ് മൈ റൈറ്റ് ടു സേ ദാറ്റ്. മാത്രമല്ല സിവിൽ സർവീസിനകത്തോ അല്ലെങ്കിൽ സർക്കാർ ജോലിയിൽ ഒരാൾ കയറി കഴിഞ്ഞാൽ അതോടെ അയാൾക്ക് പിന്നെ ഒരു മനുഷ്യനായിട്ടേ അയാൾക്കൊരു എക്സിസ്റ്റൻസ് ഇല്ല, അല്ലെങ്കിൽ അയാളൊരു നിർവികാരനായിരിക്കണം എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ലല്ലോ. ഇവിടെയുള്ള എല്ലാ സർക്കാർ ജീവനക്കാർക്കും പറയാൻ തോന്നുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പലതും ഞാൻ പറയുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം അങ്ങയുടെ പല ഇൻ്റർവ്യൂ, അങ്ങയുടെയും അശോക് സാറിൻ്റെ ഇൻ്റർവ്യൂ പലയിടത്തും കാണാറുണ്ട്. ഇതിനിടയിലേക്ക് ഒരുപാട് പേര് IAS അല്ലെങ്കിൽ സിവിൽ സർവീസുകാർ ഉദ്യോഗസ്ഥരാണ്, രാഷ്ട്രീയക്കാരുടെ കീഴിൽ നിൽക്കേണ്ടവരാണ്, അവർ അതിരി വിടുന്നു, ഇതൊക്കെ അഹങ്കാരമാണെന്ന് പറഞ്ഞ് വലിയ എന്താണ് അതിനെ എങ്ങനെ വിലയിരുത്തുന്നത്? വലിയ അറ്റാക്കാണ് അത്. കമ്മികൾ മാത്രമല്ല, അല്ലാത്തവരും ഉണ്ട്. അല്ല, എനിക്ക് തോന്നിയിട്ടില്ല എന്നറിയോ, നമ്മൾ സിവിൽ സർവീസിനകത്ത് IAS വലിയ മഹാന്മാരൊന്നുമല്ല. ഇൻഫാക്ട് ഞാനാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് IAS നല്ലവർ ചീത്തയവർ എല്ലാ സമൂഹത്തിലുള്ള എല്ലാ ഇതും പോലും ഭയങ്കര കഴിവോ ഭയങ്കര അറിവോ അല്ലെങ്കിൽ എല്ലാം തികഞ്ഞവരോ ഒന്നുമല്ല ഞാൻ ഉൾപ്പെടെ. വി ആർ ഓൾ ജസ്റ്റ് ഹ്യൂമൻ ബീങ്സ്, സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ്. പക്ഷേ മനുഷ്യരെ പോലെ തന്നെ എല്ലാ വികാരങ്ങളും ഞങ്ങൾക്കും ഉണ്ട്, എല്ലാ വിചാരങ്ങളും ഉണ്ട്, അഭിപ്രായങ്ങളും ഉണ്ട്, നമുക്ക് ഭരണഘടന തന്നിട്ടുള്ള അവകാശങ്ങളുമുണ്ട്. ഇതനുസരിച്ച് നമ്മൾ പറയും. ഈ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് ജനാധിപത്യത്തിൽ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഉദ്യോഗസ്ഥരെക്കാട്ടിലും നീതി കാണിക്കുന്നതും എപ്പോഴും രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയ നേതൃത്വമാണ് ശരിക്കും ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതും ജീവിതം അറിയാം, അപ്പം അവർക്കാണ് അറിയുന്നത്. IAS പലരും ശരിക്ക് ഈ എന്താ പറയുക ഒരു ചില്ലുകൂട്ടിലാണ്, വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവരാണ് പലരും. എക്സാക്ട്ലി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞ 10 വർഷത്തിൻ്റെ പ്രശ്നം അവിടെയാണെന്നാണ്. കാരണം ഏതാനും കുറച്ച് ഉദ്യോഗസ്ഥർ ചേർന്നിട്ടാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെ വീക്ക്നെസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൾണറബിലിറ്റി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും പൊതിഞ്ഞു നിന്നിരുന്നത് ഇവരാണ്, കുറച്ച് ഉദ്യോഗസ്ഥരാണ്, KM എബ്രഹാമും ജയതിലകും കുറച്ച് പേരുടെ അവരുടെ ഒരു സർക്കിളാണ്. അതിനകത്ത് നിന്ന് ഹി വാസ് ബീങ് യൂസ് ഫോർ എനിത്തിങ്. അപ്പോൾ IAS നല്ലതാണെന്നൊന്നും അല്ല, മനസ്സിലായി എന്ന് മാത്രമല്ല. ഇതിന് നിയമപരീക്ഷയില്ലേ, നിങ്ങൾക്ക് പറയത്തില്ലേ, സർവീസ് റൂളില്ലേ, സർവീസ് റൂൾസ് ഇങ്ങനെ പറയാൻ പറ്റുമോ? അല്ല, ഞാൻ സംസാരിക്കാം ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനോ വേറെ ആര് സംസാരിച്ചാലോ ഞാൻ പറയുന്നത് സംസാരിക്കുന്നത് നമ്മുടെ അവകാശമാണ്. അത് സൈലൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ സൈലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നവരുടെ അടുത്താണ് സത്യത്തിൽ ചോദിക്കേണ്ടത്. അയാൾ സംസാരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഇപ്പം ഞാനിപ്പോൾ സർക്കാർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫാക്റ്റോ ഫിഗറോ ഞാൻ പുറത്ത് പറഞ്ഞു കഴിയുമ്പം വഴിയെ പോകുന്ന ആരെങ്കിലും വന്നിട്ട് നിങ്ങൾ എന്തിനാണ് സംസാരിച്ചതെന്ന് ചോദിക്കുമ്പം ശരിക്കും നിങ്ങൾ ചോദിക്കുമ്പോൾ ഹു ആർ യു എന്നാണ് ചോദിക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് എന്താണ് അതിനകത്ത് കാര്യം? ഞാനും സർക്കാരും തമ്മിലുള്ള വിഷയമല്ലേ. ഞാൻ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തന്നെ എന്നെ സർക്കാർ തിരുത്തിക്കൊള്ളും. എംപ്ലോയറാണ്. ഇപ്പോൾ അങ്ങയുടെ ഇവിടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളും താങ്കൾ തമ്മിലൊരു വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ളൊരു വിഷയമാണ്. റോട്ടിലെ പോകുന്ന ആരെങ്കിലും വന്നിട്ട് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഈവൺ ഇഫ് ഇറ്റ് ഇസ് ഇൻ ഗവൺമെൻറ്റിലാണെങ്കിൽ എംപ്ലോയർ വിഷയം അവർ തമ്മിലുള്ളതാണ്. അത് പബ്ലിക് ഡൊമൈനിൽ വന്നാൽ ചർച്ച ചെയ്യാം, അതൊക്കെ ശരി. പക്ഷേ നിങ്ങളാരാണ് സംസാരിക്കാൻ എന്നൊക്കെ വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റിനെ പറ്റിയൊക്കെയാണ് നിങ്ങൾ ചോദിക്കുന്നത്. യു മൈൻഡ് യുവർ ബിസിനസ്സിനെ സത്യത്തിൽ അവിടെ പറയാനുള്ളൂ. പക്ഷേ ഈ രാഷ്ട്രീയക്കാരെ സത്യത്തിൽ ഐ ഫൈൻഡ് ലോട്ട് ഓഫ് റെസ്പെക്റ്റ്. കാരണം ഇവരാണ് ഏറ്റവും സെൻസിബിളായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ സംസാരിക്കാനുള്ള അവകാശവും പ്രതിഷേധിക്കാനും വിവരങ്ങൾ പുറത്തു വരാനും ഈ ഒരു സംഭവം ഇല്ലെങ്കിൽ പിന്നെ ഏകാധിപത്യമായി പോയില്ലേ, സത്യങ്ങൾ പുറത്തു വരണ്ടേ. അപ്പോൾ രാഷ്ട്രീയ നേതൃത്വം സത്യത്തിൽ ഇതൊക്കെ എന്താ പറയുക, കൂടുതൽ ഇൻഫർമേഷൻ, നല്ലൊരു രാഷ്ട്രീയ നേതൃത്വം സത്യത്തിൽ അതൊക്കെയാണ് ആഗ്രഹിക്കുക. ജനാധിപത്യത്തെ ഈ ഇൻഫർമേഷൻ കൂടുതൽ സ്ട്രോങ് ആക്കേ ഉള്ളൂ. അതേസമയം ചിലർ ഇപ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു മിനിസ്ട്രിയിൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കണ്ട ഒരു കേന്ദ്രീകൃതമായിട്ട് വന്നപ്പോൾ ഇൻഫർമേഷൻ ഫ്ലോ അസുഖകരമായിട്ട് തോന്നിയ ആ ഒരു CMO ആണ് സത്യത്തിൽ ഇതെല്ലാം നിയന്ത്രിക്കാൻ ആഗ്രഹിച്ചിരുന്നത്. അല്ലാതെ സാധാരണക്കാർക്ക് എന്താ ഇതിനകത്ത് വിഷയം? അപ്പോൾ ഈ CMൻ്റെ ചുറ്റും നിയന്ത്രിക്കാൻ വേണ്ടി കുറച്ച് ഉദ്യോഗസ്ഥർക്ക് മാത്രം സാധിക്കുമ്പോൾ അത് പ്രതിനിധാനം ചെയ്തിരുന്നത് സത്യത്തിൽ ഒരു ബ്യൂറോക്രാറ്റിക് ഭരണമായിരുന്നു. മനസ്സിലായി. അപ്പോൾ ഈ കഴിഞ്ഞ പീരീഡിൽ ജനങ്ങളുമായിട്ടുള്ള ടച്ച് പോകാനുള്ള കാരണവും അതായിരുന്നല്ലോ. ഏറ്റവും മണ്ടത്തരങ്ങളൊക്കെയാണ് പറഞ്ഞ് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കൊടുത്ത ആൾക്കാർ അതിൽ വീഴും. സാധാരണ ഒരു പൊളിറ്റീഷ്യനെ പറയില്ല. ഇപ്പോൾ ജനങ്ങളുമായിട്ട് കണക്റ്റുള്ള രാഷ്ട്രീയ നേതൃത്വമാണെങ്കിൽ അവരിങ്ങനത്തെ അഡ്വൈസ് ഒന്നും കൊടുക്കില്ല. PR ഏജൻസി ഏൽപ്പിച്ചാൽ മതി എന്നോ അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ ചെയ്താൽ മതി എന്നൊന്നും പറയില്ല. സോ ദാറ്റ് വാസ് ദ ഡിസ്കണക്ട്. ഈ പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. അദ്ദേഹം വ്യക്തി ജീവിതത്തിൽ ഇതൊക്കെ പോട്ടെ, അദ്ദേഹത്തിൻ്റെ സ്വർണ്ണക്കടത്ത് മുതൽ ലാവ്ലിൻ കേസ് മുതൽ വിദേശയാത്രകൾ മുതൽ
മകളുടെ മാസപ്പടി മുതൽ അത്തരം വിഷയങ്ങൾ ഏതെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കൂടുതൽ നടന്ന സമയത്ത് ഞാൻ കൊച്ചിയിലായതുകൊണ്ട് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളൊന്നും അധികം അറിയാതെ പോവുകയും ചെയ്തു. നല്ല കാര്യം. ഇൻവോൾവ് അല്ല. പക്ഷേ ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറേ നിരപരാധികൾ ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറേ നിരപരാധികൾ പലരുടെയും പുറത്ത് പലതും അടിച്ചേൽപ്പിച്ച പോലെ നമ്മൾ പുറത്തുനിന്ന് വായിക്കുമ്പോൾ, പുറത്തുനിന്ന് ഒരു നിഷ്പക്ഷനായിട്ട് ദൂരത്തുനിന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എത്രയോ ബലിയാടുകൾ അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എത്രയോ ബലിയാടുകൾ ഉറപ്പായിട്ടും കാണും. കാരണം ഞാൻ തന്നെ കണ്ടിട്ടുള്ളതാണ് ഈ ആഴക്കടൽ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉത്തരവാദിത്തം എടുക്കാൻ മടിച്ചിട്ട് മുഖ്യമന്ത്രിയും അന്നത്തെ മന്ത്രിയും പച്ചക്കള്ളം പൊതുജനങ്ങളെടുത്ത് പറയുന്നത്. അപ്പോൾ ഉത്തരവാദിത്തം എടുക്കാൻ മടിച്ചിട്ട് ഇതിൽ എത്ര പേരുടെ തലയിൽ എന്തൊക്കെ ഇട്ട് കാണുമെന്ന് ദൈവത്തിനറിയാം. ഈ കരിവേപ്പില പോലെ എടുത്ത് കളയുന്ന ആ ഒരു സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുത്. യു ഷുഡ് ബി മോർ കമ്പാഷനേറ്റ് അദ്ദേഹത്തോട്. പക്ഷേ എനിക്കിപ്പോഴും പറയാനുള്ളത് ഇത് കഴിഞ്ഞു, ഒരു 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 ഫേസ് ഓഫ് ലൈഫ് കഴിഞ്ഞു. ഇനിയെങ്കിലും വാട്ട് യു ഷുഡ് ഡൂ ഇസ് റിപ്പൻറ്റ്. ചെയ്തതിൽ പലതും തെറ്റുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ് നമുക്ക് ആദ്യം വേണ്ടുന്നത്. ഒരു മാപ്പ് പറയുമോ പശ്ചാത്താപം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നോടുൾപ്പെടെ ചെയ്തു കൂട്ടിയ പല തെറ്റുകളുമുണ്ട്. അതിൽ സത്യസന്ധമായിട്ട് പശ്ചാത്തപിക്കണം. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്, അതൊരു ഹീലിംഗ് പ്രോസസ്സാണ്. അതിലോട്ട് അദ്ദേഹം വരണം എന്നാണ് സത്യത്തിൽ എനിക്ക് തോന്നുന്നത്. ഒരു രാത്രിയപ്പ് കൊടുക്കേണ്ടതാണ്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ള അദ്ദേഹത്തിന് നന്മകൾ നേരുന്നു എന്നേ ഉള്ളൂ. ചെയ്ത തെറ്റുകൾക്ക് പേഴ്സണലി ഐ വുഡ് യുനോ സേ ഓക്കെ സാരമില്ല പോട്ടെ എന്ന് ഞാൻ പറയും. അദ്ദേഹത്തിൻ്റെ പ്രായവും അദ്ദേഹത്തിൻ്റെ ഇതുമൊക്കെ കണ്ടിട്ട് ചെയ്തത് ശരിയായതുകൊണ്ടല്ല. അദ്ദേഹം ചെയ്തത് മുഴുവനും സത്യം പറഞ്ഞാൽ ഒരു വലിയ ദ്രോഹമാണ്. പേഴ്സണലി മാത്രമല്ല, എനിക്കറിയാം ചെയ്തിട്ടുള്ള വേറെയും കാര്യങ്ങളൊക്കെ ഇറ്റ്സ് നോട്ട് ഫെയർ, അതൊന്നും ശരിയൊന്നുമല്ല. പക്ഷേ ലെറ്റ് ഇറ്റ് ഗോ, പോട്ടെ. ഇനിയുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. എന്നാൽ ഈ നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളും യു കാൻറ്റ് ഹെൽപ്പ് ഇറ്റ്, അതിൻ്റെ കോൺസിക്വൻസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മളൊരു പകയോ അങ്ങനെ ഒരു വിദ്വേഷം ഇനിയും അദ്ദേഹത്തെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നൊന്നും എനിക്ക് ആഗ്രഹമൊന്നുമില്ല. ഐ തിങ്ക് ദിസ് വിൽ ബി ദ ലാസ്റ്റ് ഇൻ്റർവ്യൂ വേർ ഐ ടോക്ക് അബൌട്ട് ഹിം. ഇതിന് ശേഷം എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തെ പറ്റി യുഗം അവസാനിച്ചതാണ്. അത് തീർന്നല്ലോ, കഴിഞ്ഞ കാര്യമാണ്. അത് മറക്കാനുള്ള കാര്യമാണ്. വിടുക, പോട്ടെ എന്നുള്ളതാണ്. പോട്ടെ, ലെറ്റ് ഇറ്റ് ബി ഓവർ. ബട്ട് വാട്ട് വി ഷുഡ് ഫോക്കസ് ഈസ് ഓൺ ദ ഫ്യൂച്ചർ. നമ്മൾ ഇനി ഇതുപോലുള്ള പല തെറ്റുകളും ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പൊതുസമൂഹത്തിനും കുറച്ചുകൂടെ അവയർനെസ്സിൻ്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. എനിക്ക് കുറേ പാഠങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ സംസാരിക്കേണ്ട സമയത്ത് കുറച്ചുകൂടെ നേരത്തെ സംസാരിക്കണം. കാരണം കഴിഞ്ഞ ഇലക്ഷൻ സമയത്തൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഡെമോക്രസി, രാഷ്ട്രീയക്കാർ അവർ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ എന്ത് ചെയ്യാനാണ്, ഈ പറയുന്നതൊക്കെ കള്ളമാണെന്ന് എനിക്കറിയാം, ഇൻഫർമേഷനൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു. ഒന്ന് കൂടുതൽ ആൾക്കാർ സംസാരിക്കുക തന്നെയാണ് വേണ്ടത്. എന്നത്തേക്ക് സർവീസിൽ തിരിച്ചെത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഒന്നും എനിക്കറിയില്ല. ഇപ്പം എനിക്ക് ആകെ അറിയാവുന്നതെന്ന് പറഞ്ഞാൽ ഈ സസ്പെൻഷനും ഈ നടപടികളും ഒക്കെ വ്യക്തിയാധിഷ്ഠിതമാണ്. അന്നത്തെ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ചേർന്നിട്ടുള്ള ഇടപാടുകളാണ് മുഴുവൻ. മുഖ്യമന്ത്രിയെ മാറിയിട്ടുള്ളൂ, ചീഫ് സെക്രട്ടറി മാറിയിട്ടില്ല. ചീഫ് സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് എന്തും ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി. ഐ ഡോണ്ട് നോ വാട്ട് ദ ഇക്വേഷൻ ഇസ്. പല കാര്യങ്ങളും ഉണ്ടല്ലോ, ഞാൻ അത് വിശദീകരിക്കുന്നില്ല. ഇനിയുള്ള വരുന്ന ആരായാലും അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിൽക്കുന്ന ആളായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അത്രയും എന്താ പറയുക, ഒരു ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇറ്റ്സ് അബൌട്ട് കോമ്പിറ്റൻസ്, ഇറ്റ്സ് അബൌട്ട് ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി. സ്വന്തമായിട്ട് അഭിപ്രായമോ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു ചീഫ് മിനിസ്റ്റർ ആണെങ്കിൽ ഒരിക്കലും ഇദ്ദേഹത്തെ പോലുള്ളവരുടെ അഡ്വൈസ് എടുത്തിട്ട് ഒരിക്കലും മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കാൻ ഈ 9 കേസ് ക്ലോസ് ചെയ്യാൻ സമയം എടുക്കൂലേ? അല്ല, എനിക്ക് വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ ടെക്നിക്കലി ഓൾ ഇറ്റ് റിക്വയർസ് ഇസ് 1 സിഗ്നേച്ചർ, അതിൽ വേറെ ഒന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ഗവൺമെൻറ് മാറിയാൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ ഒരു ഉദ്യോഗസ്ഥർക്കൊക്കെ നീതി ന്യായമൊക്കെ കിട്ടുമെന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി വെരി സാഡ്. മാത്രമല്ല സാധാരണ പാവങ്ങൾക്ക് നീതി ചെയ്തു കൊടുക്കാനും നിങ്ങളെപ്പോലുള്ളവർ വേണം. നമ്മളെ കൊണ്ട് പറ്റും വിധത്തിലൊക്കെ ചെയ്യാം നമ്മളെ. പക്ഷേ ഒന്ന് ആലോചിക്കൂ, എത്ര പേരാണ് നമ്മൾ ഈ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ സാധാരണക്കാരുടെ ഉദ്യോഗസ്ഥർ പലരുടെയും ഗ്രൂപ്പുകളിലും മറ്റൊക്കെ മെസ്സേജൊക്കെ വരുന്നത് ഇനി എത്രയോ ഹാരാസ്മെൻറ്റ് ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുക. മുകളിൽ നിന്ന് ചെയ്യുന്നത് അതുപോലെ അനുകരിച്ച് താഴെയും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു വളരെ ഹമ്പിൾ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കൾച്ചർ മാറണം എന്നുള്ളതാണ്. ഈ പരസ്പരം ഉപദ്രവിച്ചിട്ടും ആ ഒരു ഹരാസ്മെൻറ്റ് കൾച്ചർ ഉണ്ടല്ലോ, ഇത് രാഷ്ട്രീയത്തിലും
ഈ ബ്യൂറോക്രസിക്കകത്തും ഉദ്യോഗസ്ഥരുടെ ഇടയിൽ അസോസിയേഷൻ മറ്റേ സംഘടന അങ്ങോട്ടും ഇങ്ങോട്ടും ഹരാസ് ചെയ്യേണ്ട ഒരു കാര്യം ഒത്തൊരുമിച്ച് നമ്മൾ ഈ നാടിന് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ ശ്രമിക്കേണ്ട സമയത്ത് ഈ എത്രമാത്രം എനർജിയാണ് ഇതിനൊക്കെ വേസ്റ്റ് ആക്കുന്നത് എന്നുള്ളതാണ്. ഒരു പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തായാലും ഇനി ഒരു 5 years മാൻഡേറ്റ് കിട്ടിയാൽ യു ഹാവ് ടു ഗിവ് എ ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ ഗവൺമെൻറ്റും അതാണ്, നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയാണ്, 10 വർഷം നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയാണ്. എന്ത് ചെയ്തു എന്നുള്ളതാണ്. ആ സമയം മുഴുവനും വ്യക്തിവിദ്വേഷവും വ്യക്തിവൈരാഗ്യങ്ങൾ തീർക്കാനും പേഴ്സണൽ അജൻഡാസ് പോകാനും ചുമ്മാ പോയിന്റ് സ്കോർ ചെയ്യാൻ വേണ്ടിയും അല്ലെങ്കിൽ ഉദ്ഘാടനങ്ങളും ചടങ്ങുകളും മാത്രമായി പോയില്ലേ. അത് വിട്ടിട്ട് എന്തെങ്കിലും നല്ലത് ചെയ്യാനുള്ളൊരു അവസരം ദയവായിട്ട് തരുമ്പോൾ ഐ തിങ്ക് ദ ഗവൺമെൻറ് എവ്രി വൺ, നമ്മൾ ഉദ്യോഗസ്ഥർ, മീഡിയ എല്ലാവരും കുറച്ച് സമയമെങ്കിലും ശരിക്കും ആത്മാർത്ഥമായിട്ട് വി ഷുഡ് ട്രൈ ടു ഗെറ്റ് കേരള ബാക്ക് ഓൺ ട്രാക്ക്. കാരണം കേരളത്തിൻ്റെ കുറേ സമയം നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഈ ആഘോഷിക്കുന്ന വലിയ പ്രോജക്റ്റ് എന്നൊക്കെ പറയുന്നത് ഒന്ന് ആലോചിച്ചാൽ ശരിക്കും സങ്കടം വരും. ഈ നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞാൽ 15 വർഷം മുമ്പ് ഇന്ത്യയിലെ ബാക്കി എല്ലാ സ്റ്റേറ്റിലും തീർന്ന പ്രോജക്റ്റാണ്. നമ്മൾ ഇന്ന് 2026 റോഡ് കംപ്ലീറ്റ് ആവുന്നതിനെ പറ്റി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ 55 വർഷം മുമ്പ് തുടങ്ങിയ ഒരു ബൈപ്പാസ് പ്രോജക്റ്റ് ആയിരുന്ന ആലപ്പുഴത്തെ പാലം ഈ തോമസ് ഐസക്കിൻ്റെ കാലത്ത് അത് പൂർത്തിയായത്. അല്ല, ഇത് നമ്മൾ ബാക്കി സ്റ്റേറ്റ്സിലൊക്കെ മറ്റ് പലരും ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്ന അടുത്ത കാലത്തൊന്നും പുറത്ത് പോകാത്തതുകൊണ്ടാണ്. ഈ കഴിഞ്ഞ ഒരു 4-5 വർഷത്തിനുള്ളിൽ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവുള്ളൂ. അവിടെ സ്പീഡ് കൂടി എന്നുള്ളത് എല്ലാം തികഞ്ഞൊന്നല്ല, അവർ നമ്മളെക്കാട്ടിലും മെച്ചമായി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങളുടെ സ്പീഡ് വല്ലാതെ കൂടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മളെന്തോ വേറെ ലെവലിൽ നിൽക്കുകയാണ്, ഒന്നുമില്ല. അവരൊക്കെ നമ്മൾ എത്രയോ പെട്ടെന്ന് ഇപ്പോൾ ഓവർടേക്ക് ചെയ്ത് പോവും. തമിഴ്നാടൊക്കെ നടക്കുന്ന തമിഴ്നാട്, ഡൽഹി, UP ഒക്കെ വലിയ മാറ്റം. UPയിലൊക്കെ പോവർട്ടി റേറ്റൊക്കെ ഭീകരമായിട്ട് ഡിപ്പ് ചെയ്ത് തുടങ്ങി. ഇത് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നമ്മളിവിടെ ഇരുന്നിട്ട് ജഡ്ജ് ചെയ്യാണ്, നമ്മളിവിടുത്തെ മീഡിയയിലും ഇതിന് മാത്രം കാണുന്ന വെച്ചിട്ട് ഒക്കെയാണ് പറയുന്നത്. ബട്ട് ഇതിപ്പോൾ തിങ്സ് ആർ ചേഞ്ചിങ്. ഇവിടുത്തെ ബംഗാളീസ് നമ്മൾ വിളിക്കുന്നവരെല്ലാം പോയിട്ട് തിരിച്ചു വരുന്നില്ല. അല്ല, അവിടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുമെന്നും ഓപ്പർച്യൂണിറ്റീസ് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പോവും. പിന്നെ നമ്മൾ കൺസേൺഡ് ആവേണ്ട സത്യത്തിൽ നമ്മുടെ യുവാക്കൾ എവിടെ പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ യുവാക്കൾ ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ നമ്മളെല്ലാവരും കൂടെ ഒത്തുപിടിക്കേണ്ട സമയമാണ്. നെഗറ്റിവിറ്റിയൊക്കെ ഇനിയെങ്കിലും വിട്ടിട്ട് ഈ ഉപദ്രവിക്കുന്ന ആ മെൻറ്റാലിറ്റി അത് ആർക്കും വേണ്ട എന്നുള്ളതാണ്. ഇഫ് യു ആർ ലൈക്ക് പോസിറ്റീവ് അബൌട്ട് തിങ്സ്, ദർ ആർ സോ മെനി തിങ്സ് ടു ഡു. ആ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ട് ഈ ഒരു ഭൂതകാലം ഒഴിഞ്ഞു പോയി എന്നുള്ള ഒരു പോസിറ്റീവ്, ഭൂതം ഒഴിഞ്ഞു പോയി അങ്ങനെ പറയില്ല. കാരണം ഞാൻ ഇതിൻ്റെ ഒരു ഇരയാണല്ലോ. നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്റ്റുഡിയോ പൂട്ടിക്കാൻ എത്രയോ ശ്രമങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരുമിച്ച് ശ്രമിക്കുന്നു. നഗരസഭയൊക്കെ വന്നിട്ട് 24 മണിക്കൂർ നിങ്ങൾ ഒഴിഞ്ഞോളൂ എന്ന് ഉത്തരവാണ്. ഇതാണ് ഞാൻ അസഹിഷ്ണുത. ഇപ്പം ഞാൻ പറയുന്നത് ഇത് എനിക്ക് തോന്നുന്നത് വോൾട്ടയറാണ്, ആരെ പറഞ്ഞതെന്ന് പറഞ്ഞു പോയി കേട്ടോ. അതായത് വിയോജിക്കാനുള്ള, ആക്ച്വലി വോൾട്ടയർ അല്ല, അത് കോട്ട് ചെയ്തിട്ട് അങ്ങനെ എന്തോ ആണത്. അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിയോജിക്കാനുള്ള നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി ഞാൻ മരണം വരെ പോരാടുന്നൊക്കെ പറയുന്ന ആ ലെവലിൽ ഉദാത്തമായിട്ട് ചിന്തിക്കേണ്ട അത്രയൊന്നും വേണ്ട, അത്രയൊന്നും വേണ്ട. എഴുതി വെച്ചിരിക്കുന്ന ഇവിടുത്തെ കോംപ്ലിക്കേറ്റഡ് പിടിച്ച നിയമമാണെങ്കിൽ പോലും ആ നിയമം ഒന്ന് മിനിമം റെസ്പെക്ട് ചെയ്താൽ മതി. അതാണ് എനിക്ക് നോട്ടീസാ 24 മണിക്കൂർ ഒഴിയണം. എന്താ കാരണം? അതൊക്കെ കോടതി പറഞ്ഞാൽ മതി. നമ്മൾ പിന്നെ കോടതി 24 മണിക്കൂറും പോയി സ്റ്റേ മേടിച്ചിട്ടിരിക്കുകയാണ്. അതായത് എന്താ കാരണം അവർക്ക് പോലും അറിയത്തില്ല. കോടതിയിൽ പോയാലേ നീതി ന്യായം നടക്കൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ ഉദ്യോഗസ്ഥരായാലും രാഷ്ട്രീയ നേതൃത്വമാണെങ്കിൽ യു ഷുഡ് ബി ഫെയർ. ജസ്റ്റ് ഒരു തട്ടിപ്പുകാർക്കെതിരെ വാർത്ത കൊടുത്തതിന് ഉടുപ്പിടാൻ പോലും അനുവദിക്കാൻ പിടിച്ചോണ്ട് പോയത് തന്നെ രാത്രിയിൽ. ആലോചിച്ചു. സാധാരണഗതിയിൽ ഒരിക്കലും ജനാധിപത്യത്തെ റെസ്പെക്ട് ചെയ്യുന്ന ആരും ഇത് ചെയ്യില്ലല്ലോ. പണ്ടൊക്കെ ഡിഫമേഷൻ കേസ് മാത്രമേ വരത്തുള്ളായിരുന്നു വാർത്തയ്ക്കെതിരെ. വളരെ ഇപ്പോൾ ഇവർ ക്രൈം അങ്ങ് ചാർജ് ചെയ്യുക. ക്രൈം മാത്രമോ? ഞാൻ ഒരു സംഭവം പറയാം. നമ്മുടെ ഒരു സുഹൃത്ത് PRD ഡയറക്ടറായിട്ട് ചുമതലയേറ്റു ഈ സർക്കാരിൻ്റെ ആദ്യത്തെ സർക്കാരിൻ്റെ തുടക്കത്തിൽ. അപ്പോൾ അദ്ദേഹം അത്യാവശ്യം നല്ല കാഴ്ചപ്പാടുള്ളതും കുറേ അനുഭവ സമ്പത്തൊക്കെ ഉള്ള വ്യക്തിയാണ്. അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിലും ഒക്കെയുള്ള കുറേ എന്താ പറയുക സോഷ്യൽ മീഡിയ ജനറലി ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഉള്ള സാധ്യതകളെക്കുറിച്ച് അത്യാവശ്യം നല്ല ധാരണയുള്ള ആളാണ്. അപ്പോൾ ഇദ്ദേഹം മുഖ്യമന്ത്രി പുതിയ ആൾ വന്നപ്പോൾ CMൻ്റെ മുമ്പിൽ പോയി പ്രസൻറ്റ് ചെയ്യാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഒന്നാമത് അദ്ദേഹം പറയുകയാണ് നമുക്ക് ജനങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ വേണമല്ലോ. ഗാലപ്പോളൊക്കെ US പോലെ ജനങ്ങളുടെ താല്പര്യം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിനെ സൃഷ്ടിക്കാം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് ജനങ്ങളുടെ പൾസ് കണ്ടെത്തുക, സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ കേൾക്കാമല്ലോ ആൾക്കാർക്ക് എന്ത് വേണം, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കാം. അല്ലാതെ PRD എന്ന് പറഞ്ഞാൽ പരസ്യം മാത്രമല്ല, നമ്മൾ അവരെ മനസ്സിലാക്കി ഇങ്ങനെയൊക്കെ വലിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം CM നിർത്തിയിട്ട് അല്ല ഇത് കാസർഗോഡ്
ഏതോ ഒരു ടീച്ചിങ് അസിസ്റ്റൻറ്റ് മുഖ്യമന്ത്രിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടായിരുന്നു. അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലല്ലോ. ഇയാൾ പ്രസൻറ്റേഷനൊക്കെ നിർത്തി വെച്ചിട്ട് അത് എന്തോ ഈ സാധനം എന്നാണ്. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി അതാണ് റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി സാർ, അത് ഞാൻ ചോദിച്ചിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പ്രസൻറ്റേഷൻ തുടരുകയാണ്. 5 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ ചോദിക്കുകയാണ്, ഈ കോഴിക്കോട് നിന്നുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ അയാളുടെ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് അയാൾ അങ്ങനെ ഒരു സാധനം ഇട്ടു, അത് വാർത്തയായിട്ട് വന്നു, അതും നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ മനസ്സ് വേറെ എവിടെയാണ്. അതെ, ടിപ്പിക്കൽ അതാ ഉദ്ദേശിക്കുന്നത്. ഇദ്ദേഹം കാണുന്നത് PRD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെതിരെ വാർത്ത ഇവിടെയൊക്കെ വന്നു അതിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുക, അവർക്ക് പണി കൊടുക്കുക. ഇതൊക്കെയാണ് പ്രയോറിറ്റി. ഇപ്പോൾ ജനങ്ങളുടെ ആശയങ്ങൾ മനസ്സിലാക്കാൻ കേൾക്കാന്നൊക്കെ പറഞ്ഞ് പ്രസൻറ്റേഷൻ കൊണ്ടുപോയ ആൾ അടച്ചും പൂട്ടി തിരിച്ചു പോയി. പിന്നെ പുള്ളി PRD പുറത്തായെന്ന് തോന്നുന്നു. പിന്നെ അവിടെ നിന്ന് ഓടിച്ചല്ലോ. കാരണം വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ തെറ്റല്ലേ. ഞാൻ പറയുന്ന ഇവനൊരു ഗവേണൻസ് പ്രയോറിറ്റി ഈസ് ദിസ്. നിങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരെ മുഴുവൻ ഇല്ലാതാക്കുക, മിണ്ടാൻ പാടില്ല, ഞാൻ മാത്രമാണ് ഇവിടെ. ഇത് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ആ ടൈപ്പ് ആൾക്കാർ മാത്രം ചുറ്റും കൂടും, അമ്മാതിരി അഡ്വൈസ് കിട്ടും. ഐ എം നോട്ട് സർപ്രൈസ്. നിങ്ങളെ പൂട്ടിക്കാൻ നോക്കിയത് ഇതൊന്നും അത്ഭുതമൊന്നുമല്ല. എല്ലാം ശരിയെ കലങ്ങി തെളിഞ്ഞ് വരട്ടെ. എന്തായാലും ആ ഒരു യുഗം അവസാനിച്ചു. ഞാൻ ആലോചിച്ചത്, ഈ അദ്ദേഹം അധികാരത്തിൽ വരുമ്പം 8 വയസ്സുള്ളവരാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്തിരിക്കുന്ന ഒരു 18 വയസ്സായി. 10 വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ആയുസ്സിലെ വലിയൊരു യുഗമാണ്. തീർച്ചയായിട്ടും. മാത്രമല്ല, ഈ ഭരണപരമായിട്ടൊരു വലിയ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് റിക്രൂട്ട് ചെയ്ത് വന്ന ഉദ്യോഗസ്ഥർ IAS, IPS, IFS തലം തൊട്ട് വില്ലേജ് ഓഫീസർ, സാധാരണ വില്ലേജ് അസിസ്റ്റൻ്റ് വരെയുള്ള ആൾക്കാർ വേറൊരു സർക്കാരിനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വർക്ക് കൾച്ചർ ഉണ്ടല്ലോ. എല്ലാവരും നമ്മൾ സർവീസിൽ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യത്തെ ഏതാനും വർഷം കിട്ടുന്ന ആ ഒരു വർക്ക് കൾച്ചറാണ് അവർ പഠിക്കുക. ഇത് വളരെ വിഷമത്തോടെയാണ് ഞാൻ പറയുന്നത്. IAS-നകത്തുൾപ്പെടെ ഈ കഴിഞ്ഞ 10 years റിക്രൂട്ടിന് എല്ലാ വർഷവും 5 പേരൊക്കെ വെച്ചാണ് വരുന്നത്. അപ്പോൾ എത്ര പേരായി? ഇവർ വേറെ സർക്കാരിനെ കണ്ടിട്ടില്ല. ഇവർ വിധേയത്വം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. വിധേയത്വം മാത്രമല്ല, സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ പറയുന്നതോ ഒരു ഡിസിഷൻ എടുക്കുന്നതോ ഇതൊക്കെ വലിയ തെറ്റാണെന്ന് പഠിപ്പിച്ചു വെച്ചിരിക്കുക. ഇന്ന് തന്നെ ഒരു മുതിർന്ന ഓഫീസർ വിളിച്ചു, പോലീസ് ഓഫീസർ. അത് പറഞ്ഞപ്പോൾ അവർ നേരിടുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ജില്ലയിലിരിക്കുന്ന SP-മാർ അവർ ഈ ഭരണമാറ്റം കണ്ടിട്ടില്ല. അതെ. അപ്പോഴേ അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ, ഭരണമാറ്റം അറിയാവുന്നവരാണ് പോലീസിൽ കീഴെയുള്ള ഉദ്യോഗസ്ഥർ. ഭരണം മാറിയ ഉടൻ തന്നെ ഈ യൂണിയൻകാർ ഭരണം മാറ്റം പ്രതിഫലിപ്പിക്കാൻ തുടങ്ങി. ഇവർക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർ വിളിച്ച് പറഞ്ഞു, സാർ അയാളെ പുറത്താക്കണം, അയാളെ സസ്പെൻഡ് ചെയ്യണം, അയാളുടെ SSC ചെയ്യണം. ഈ ഓഫീസറോട് പറയും, ഇവന്മാർക്ക് അറിയത്തില്ല, ഇതൊന്നും നടക്കത്തില്ല എന്നുള്ള കാര്യം. ഇവർ നോക്കുമ്പോൾ ഇത് പുതിയ കാര്യമല്ലേ, പുതിയ SP-മാർ കണ്ടിട്ടില്ലല്ലോ. യൂണിയൻകാരാണ് ഭരിക്കാൻ പോകുന്നത്, അവർ പറയുന്ന പോലെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അതൊരു പ്രശ്നമാണ്. കാരണം ഇപ്പോൾ യൂണിയൻകാരാണ് ഭരിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോഴും എന്താണെന്നറിയോ, ഒരു യൂണിയൻ്റെ ഭരണം കഴിഞ്ഞു, അത് വല്ലാത്തൊരു ഭരണം. ഇപ്പം മറുഭാഗം വിചാരിക്കുന്നത് അതുപോലെ ഭരിക്കണം എന്നാൽ അവരതുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അറിയണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അനുഭവ സമ്പത്ത് വേണം. അനുഭവ സമ്പത്ത് ഉണ്ടെങ്കിൽ മുമ്പത്തെ ഭരണം മാറ്റം എങ്ങനെയായിരുന്നു, ഇതെങ്ങനെയാണ്, അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒരു ഇത് വേണം. ഇത് ബാലൻസ് ഉണ്ട്. പൂർണ്ണമായിട്ടും തോന്നിയ പോലെ എന്തെങ്കിലും ചെയ്യാനും പാടില്ല. അതേസമയം ഇവരുടെ ഇരകളുണ്ടല്ലോ. തീർച്ചയായിട്ടും അത് അവരെ സംബന്ധിച്ച് പോലീസ് യൂണിയന്റെ അജിത്ത് എന്ന് പറയുന്ന പോലീസുകാരൻ, അദ്ദേഹമായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ പോലീസ് അസോസിയേഷൻ. അതെ. പിറ്റേ ദിവസം പട്ടത്ത് ട്രാഫിക് ഡ്യൂട്ടി കിട്ടൂ. പിന്നെ 10 കൊല്ലം ട്രാഫിക്കിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊക്കെ നീതി വേണ്ടേ? പിന്നെ എത്രയോ പേര് ഇതുപോലെ ഹരാസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ഈ ഹരാസ് ചെയ്ത ഇവരെ മുഴുവനും മാറ്റുന്നതിനും നിയമപരമായിട്ടുള്ള രീതികളുണ്ടല്ലോ. ഇതറിഞ്ഞില്ലെങ്കിൽ അവരും പോയി പ്രശ്നത്തിൽ ചാടും. ഒരു 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 ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ, എക്സ്പീരിയൻസ് ഓഫ് സീയിങ് അനദർ ഗവൺമെൻറ്, അതൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ 10 വർഷമായിട്ട് വർക്ക് കൾച്ചർ മോശമായി എന്നുള്ളതാണ്. നീതി വേണം, ന്യായം വേണം, സത്യത്തോട് ചേർന്ന് നിൽക്കണം, റൂൾ അനുസരിക്കണം, ഇതൊക്കെ ബേസിക്കാണല്ലോ. 10 വർഷമായിട്ട് ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എല്ലാവിധ ആശംസകളും അങ്ങ് ആഗ്രഹിച്ചതുപോലെ തന്നെ പുതിയൊരു നവയുഗം പിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അങ്ങ് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമുക്ക് ഒരു നല്ല നാളേക്ക് പ്രതീക്ഷിക്കാം.